Hello dear students. അപ്പോൾ നിങ്ങൾ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് കറണ്ട് ഇലക്ട്രിസിറ്റി ആയിരുന്നു നമ്മുടെ എക്സാം ടോപ്പിക്ക്. അപ്പോൾ ആ എക്സാമിൽ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ. അപ്പോൾ എല്ലാം നമ്മൾ ഡയറക്റ്റ് JEE ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിക്കലി ഉള്ള പ്രിൻസിപ്പിൾസ് നമ്മളൊന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ കംപ്ലീറ്റ് കാൽക്കുലേഷനിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ബേസിക്കലി ഉള്ള പ്രത്യേകതകൾ മനസ്സിലാക്കുക. അപ്പോൾ അത് വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ വരുന്ന എക്സാമുകൾക്ക് അതിനെ വെച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. An uncharged sphere of metal is placed in between two charged plates are shown. The most appropriate lines of force look like. അപ്പോൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഇവിടെ മെറ്റൽ സ്പിയർ ആണ്. മെറ്റൽ സ്പിയർ ഈസ് എ കണ്ടക്ടർ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലെ കണ്ടക്ടറിൻ്റെ ഇൻസൈഡിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടക്ടറിൻ്റെ ഇൻസൈഡിൽ കൂടെ പാസ് ചെയ്യാൻ പാടില്ല. അതാണ് ഒരു കണ്ടീഷൻ. പിന്നെ ഇക്വിലിബ്രിയത്തിൽ മെറ്റൽ അല്ലെങ്കിൽ കണ്ടക്ടറിൻ്റെ സർവസ് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർവസ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഷുഡ് ബി നോർമൽ ടു ദി സർവസ്. ആ രണ്ട് കണ്ടീഷൻസ് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ ഇത് തെറ്റാണ്, കാരണം ഇവിടെ സർവസിന് പെർപെൻഡിക്കുലർ അല്ല ഫീൽഡ് ലൈൻസ് തെറ്റാണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടക്ടറിൻ്റെ ഇൻസൈഡിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, അഗെയിൻ തെറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഫീൽഡ് ലൈൻസ് എല്ലാ സ്ഥലത്തും സർഫസിന് പെർപെൻഡിക്കുലർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതും തെറ്റാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഓപ്ഷൻ സിയിൽ നോക്കുക, ഇവിടെ സർവസിലേക്ക് വരുമ്പോൾ ഫീൽഡ് ലൈൻസ് ബെൻഡ് ചെയ്ത് സർവസിന് പെർപെൻഡിക്കുലർ ആവുന്നുണ്ട്. ആ ഇൻസൈഡ് ദി കണ്ടക്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ സി ആണ്. ഇപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാവുന്നതാണ്. നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Charges Q, 2Q, 3Q, 4Q are placed in the coordinates A, B, C and D of a square as shown. The direction of electric field at the center of the square is along. ഇപ്പോൾ സിമ്പിളാണ്, നമുക്ക് ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് നമ്മൾ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എടുക്കാം. ഇത് 4Q, 2Q. നമുക്കറിയാം ഈ 4Q, 2Qനെ കണക്ട് ചെയ്തിരിക്കുന്ന ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആണ് O. അപ്പോൾ ഈ രണ്ട് പേരുടെയും ഇലക്ട്രിക് ഫീൽഡുകളുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ആ ചാർജുകളിൽ നിന്ന് ഓയിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നോക്കിയും 4Q ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ ഡബിളാണ് 4Q ഉണ്ടാക്കുന്ന ഫീൽഡ് 2Q ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ ഡബിളാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, ഇവിടെ ഒരു 2Q ഉണ്ടെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും കൂടെ റിസൾട്ടൻ്റെ ഫീൽഡ് 0 ആണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു 2Q ഉള്ളതിന് സിമിലറാണ്. അപ്പോൾ ആ 2Q ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് അവിടുന്ന് ഔട്ട്വേർഡാണ്. അപ്പോൾ ആ ഫീൽഡ് നമുക്കൊരു E എന്നെടുക്കാം. അപ്പോൾ ഈ 2Qൻ്റെ ഫീൽഡ് ക്യാൻസലായി പോയി. ഇവിടെ ഒരു 2Q ഉണ്ട്. ആ 2Qൻ്റെ ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഔട്ട്വേർഡ് വരും. അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത 3Q ഉണ്ട്. അഗൈൻ നമുക്കറിയാം, ഇവിടെ ഒരു Qവും ഇവിടെ ഒരു Q ഉണ്ടെങ്കിൽ മിഡ് പോയിന്റിൽ ഫീൽഡ് 0 ആണ്. അപ്പോൾ ഇവിടെ ഒരു 2Q ഉള്ള സിറ്റുവേഷൻ സിമിലർ ആണ്. അപ്പോൾ ഇവിടെ 2Q ഉണ്ടാക്കുന്ന അതേ ഫീൽഡാണ് ഈ 2Q ഇവിടെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഡിറക്ഷൻ നമുക്ക് ചാർജിൽ നിന്ന് വെളിയിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഫീൽഡും മാഗ്നിറ്റ്യൂഡ് E തന്നെയാണ്, അത് ഇങ്ങോട്ടേക്ക് വരും. അപ്പോഴേക്ക് രണ്ട് ഫീൽഡുകൾ E ഉണ്ട്. അത് 2Q ഉണ്ടാക്കുന്ന ഫീൽഡാണ് നമുക്കറിയാം. അപ്പോൾ അവർ നമ്മളെ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ അവരുടെ റിസൾട്ടൻ്റെ ഫീൽഡ് അവരുടെ ആംഗിൾ ബൈസെക്ടറിൽ കൂടെ പാസ് ചെയ്യും നമുക്കറിയാം. അപ്പോൾ റിസൾട്ടൻ്റെ ഫീൽഡ് E' ഇവരുടെ രണ്ടുപേരുടെ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ DA അല്ലെങ്കിൽ CBക്ക് പാരലലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ CB 2 ആണ് നമ്മുടെ ആൻസറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി, പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ അടുത്തതും വളരെ സിമ്പിളാണ്. ദി ലൈൻസ് ഓഫ് ഫോഴ്സ് ഓഫ് 2 പോയിന്റ് ചാർജസ് ആർ ആസ് ഷോൺ Q1 by Q2. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ നമ്പറിന് ഡയറക്ട്ലി പ്രപ്പോർഷനാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് ചാർജ് നമ്മൾ എടുത്താൽ Q1, അതിൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എത്രയുണ്ടെന്ന് ടോട്ടലി എണ്ണി നോക്കാം. നമുക്ക് 3, 6 അങ്ങനെ എണ്ണി നോക്കിയാൽ നമുക്ക് ടോട്ടലി 18 വരും. അപ്പോൾ 18 നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ആണ് ഫസ്റ്റ് ചാർജിന് വരുന്നത്. അതുപോലെ Q2വിൽ നോക്കാം, 3 + 3 6 ആണ്. അപ്പോൾ ചാർജ് ഈസ് പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ആണ്. അപ്പോൾ Q1 by Q2 റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ആണ്. അപ്പോൾ 18/6 വരും, ദാറ്റ് ഈസ് 3 വരും. അപ്പോൾ Q1 by Q2 3 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളാണ്. അപ്പോൾ അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ 8 സ്മോൾ മെർക്കുറി ഡ്രോപ്സ് ഈച്ച് ഓഫ് റേഡിയസ് ആർ ആൻഡ് ഹാവിംഗ് സെയിം ചാർജ് Q are combined to form a big drop. The ratio between the potentials of the bigger drop and the smaller drop is. അപ്പോൾ അത് സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാരണം നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ അറിയാം. n സ്മോൾ ഡ്രോപ്സ് കമ്പൈൻ ചെയ്ത് ലാർജ് ഡ്രോപ്പ് ആയാൽ
potential of large drop is equal to n raised to 2/3 times the potential of small drop ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ജനറലി ഉള്ള ഇക്വേഷൻ. ഇവിടെ n എത്രയാണെന്ന് നോക്കിയാൽ 8 സ്മോൾ ഡ്രോപ്സ് ആണ്. അപ്പോൾ 8 raised to 2/3 വരും. അപ്പോൾ 8 raised to 1/3 ആദ്യം എടുക്കുക, അത് 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ 4 വരും. അപ്പോൾ 4v വരും. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽസ് ഓഫ് ബിഗ്ഗർ ഡ്രോപ്പ് ആൻഡ് സ്മോളർ ഡ്രോപ്പ് ആണ് ചോദ്യം. അപ്പം പൊട്ടൻഷ്യൽ ഓഫ് ബിഗ്ഗർ ഡ്രോപ്പ് നമുക്ക് വി ഡാഷ് ബൈ വി എടുക്കുവാണെങ്കിൽ നമുക്ക് 4 വരും. അപ്പോൾ ആൻസർ 4:1 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ 1/4πε0 ക്യൂബ് ബൈ r ആണ് ഇവിടെ യൂസ് ചെയ്ത്. ഇവിടെ ചാർജ് ക്യൂ മാറും, റേഡിയസ് മാറും. അതിൽ നിന്ന് സോൾവ് ചെയ്യുമ്പം ഫൈനലി കിട്ടുന്ന ഇക്വേഷൻ ഓർത്താൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ദ പ്ലേറ്റ് ഏരിയ ഓഫ് ദി കപ്പാസിറ്റർ ഷോൺ ഈസ് എ കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്ററീസ്. അപ്പോൾ അത് വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ പലതവണ എക്സാമുകൾക്ക് കണ്ടിട്ടുള്ളതാണ്. നമ്മൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനിലൊക്കെ സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഡയലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യുമ്പോൾ തിക്നെസ്സുകൾ ഡിവൈഡ് ചെയ്തിട്ടാണെങ്കിൽ 2 കപ്പാസിറ്റേഴ്സുകളുടെ അറേഞ്ച്മെൻ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ അത് സീരീസ് കോമ്പിനേഷനാണ്. നമുക്കറിയാം ഇത് C1 C2 ആണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ 1/C = 1/C1 + 1/C2. C1ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം K∈0A/D ആണ്. ഫസ്റ്റ് മീഡിയം എടുക്കുമ്പോൾ Kക്ക് പകരം നമുക്ക് K1 ആണ്. K1∈0A ഡിവൈഡഡ് ബൈ ഡിക്ക് പകരം നമുക്ക് സെപ്പറേഷൻ ആയിട്ട് D/2 ആണ് വരുന്നത്. അപ്പോൾ K1∈0A ഡിവൈഡഡ് ബൈ D/2 വരും. അപ്പോൾ അടുത്ത് എടുത്താലും നമുക്ക് സെയിം തന്നെയാണ്. K1ന് പകരം എന്തേ ഉള്ളൂ? K2 എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ D/2 K2∈0A എന്ന് വരും. അപ്പോൾ ഇത് 1/C ആണ്. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് സിയുടെ ഇക്വേഷൻ കിട്ടും. ബാക്കി നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്. അപ്പോൾ എല്ലാം ഡയറക്റ്റ് ഓപ്ഷൻ കാണുമ്പോഴേ നമ്മൾ പലതവണ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഡയറക്റ്റ് കിട്ടുന്ന ക്വസ്റ്റ്യൻസാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ദി സർക്യൂട്ട് ഷോൺ ദി ടോട്ടൽ ചാർജ് സപ്ലൈഡ് ബൈ ദി സോഴ്സ് ഈസ് 750 മൈക്രോകൂളം. വോൾട്ടേജ് അക്രോസ് C2 ഈസ് 20 വോൾട്ട്. ദി ചാർജ് ഓൺ ദി കപ്പാസിറ്റർ C2 ഈസ്. അപ്പോൾ ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കൊടുത്തു. നമുക്ക് ടോട്ടൽ ചാർജ് സപ്ലൈഡ് ബൈ ദി സോഴ്സ് 750 ആണ്. അപ്പോൾ നമുക്കറിയാം സോഴ്സിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന ടോട്ടൽ ചാർജ് C1ന് കിട്ടും, 15 മൈക്രോ ഫാരഡിന് കിട്ടും. അപ്പോൾ ഈ 15 മൈക്രോ ഫാരഡിന് കിട്ടുന്ന ചാർജ് ഓർത്തോണം ചോദിച്ചാൽ 750 മൈക്രോ കൂളംബ് വരും. ആ ചാർജാണ് ഈ 2 പേർക്ക് ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഉള്ള ചാർജ് C2ൻ്റെ ചാർജ് Q2, ഈ C3യുടെ ചാർജ് Q3 എന്നെടുക്കാം. നമുക്ക് C2ൻ്റെ ചാർജാണ് കണ്ടുപിടിക്കുന്നത്. C2 നമുക്കറിയത്തില്ല, പക്ഷേ C2ന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയാൻ 20 ആണ്. അപ്പോൾ അല്ലെങ്കിൽ C2നും C3ക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് C3 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് C2 ആണ്. അപ്പോൾ അത് 20 വോൾട്ടാണ്. അപ്പോൾ നോക്കിയാൽ നമുക്ക് Q3 കണ്ടുപിടിക്കാൻ മേലെ. Q3 = C3 × V. C3യുടെ വാല്യൂ നമുക്ക് 8 ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 20 ആണ്. അപ്പോൾ 80 × 20 വരും. അപ്പോൾ 160 മൈക്രോ കൂളംബ് വരും. ഇനി കൺസർവേഷൻ ഓഫ് ചാർജ് അനുസരിച്ച് ടോട്ടൽ ചാർജ് Q1 = Q2 + Q3 എന്നാണ്. അപ്പോൾ സിമ്പിളി Q2 = Q1 - Q3 എന്ന് വരും. Q1 നമുക്ക് 750 ആണ്. 750 - 160 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ആൻസർ ഓപ്ഷൻ 2 വരും, 590 മൈക്രോ കൂളം. അപ്പോൾ നമുക്കിവിടെ അഡ്വാൻറ്റേജ് C2 ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് C2 കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. ബാറ്ററിയിൽ നിന്ന് സപ്ലൈ ചെയ്ത ടോട്ടൽ ചാർജ് C1ന് കിട്ടും, അത് Q1 എന്ന് എടുത്തു. ആ Q1 ആണ് Q2 + Q3 ആയിട്ട് മാറുന്നത് നമുക്കറിയാം. Q3 നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിരിക്കുന്നതുകൊണ്ട് കണ്ടുപിടിക്കാം. പിന്നെ കൺസർവേഷൻ ഓഫ് ചാർജ് വെച്ചിട്ട് നമുക്ക് Q2 വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഷോൺ കറണ്ട് ത്രൂ 3 ohm and 2 ohm റെസിസ്റ്റൻസസ് ആർ ഇൻ ദ റേഷ്യോ. ഇവിടെ 3 ohmൽ കൂടെ ഉള്ള കറണ്ട്, ഇതാണ് 3 ohm, ഇവിടെ ഒരു 2 ohm ഉണ്ട്. അതിൻ്റെ റേഷ്യോ ആണ് ചോദ്യം. അപ്പോൾ നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു കറണ്ട് I ഉണ്ട്. അപ്പോൾ ഇതിലൂടെ ഒരു കറണ്ട് I1, ഇതിലൂടെ ഒരു കറണ്ട് I2 എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം ഈ 1ഉം 2ഉം നമുക്ക് സീരീസ് കോമ്പിനേഷനാണ്. അവർക്ക് രണ്ടും കറണ്ട് സെയിം ആണ്. അപ്പോൾ 1ഉം 2ഉം സീരീസിലാവുമ്പം അത് 3 ohm വരും. പിന്നെ 4ഉം 5ഉം സീരീസിലാണ്, അവരുടെ റെസിസ്റ്റൻസ് 9 ohm വരും. ഇതിലൂടെ കറണ്ട് I വരുന്നു. ഇത് I1, ഇത് I2. നമുക്കറിയാം സിമ്പിളാണ്. ഈ 2 റെസിസ്റ്റൻസുകൾ പാരലൽ ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ ഇവിടെ I2 9 ohmന് കിട്ടുന്നു,
I1 3 ഓമിന് കിട്ടുന്നു. നമുക്കറിയാം ഈ 9 ഓമിൻ്റെ 1/3 ആണ് 3 ഓം. അപ്പോൾ I1 എന്ന് പറയുന്നത് 3I2 ആണ്. ശരിയല്ലേ? കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇക്വേറ്റ് ചെയ്യണം. I1 × 3 = I2 × 9. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് 1/3 ആകുമ്പോൾ കറണ്ട് 3 ടൈംസ് ആയിട്ട് മാറും. ഇനി കൺസർവേഷൻ ഓഫ് കറണ്ട് ചാർജ് അനുസരിച്ച് ഈ ടോട്ടൽ കറണ്ട് I = I1 + I2 ആണ്. അപ്പോൾ I1ൻ്റെ ഐൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ I2ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? I1/3 എന്ന് കൊടുക്കാം. അപ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ 4I1/3 വരും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ത്രൂ 3 ഓം 2 ഓമിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ I/I1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 4:3 വരും. I/I1 = നമുക്ക് 4/3 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ്. അപ്പോൾ നമുക്ക് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. ഈ ഐഡിയ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഡയഗ്രാം കാണുമ്പോൾ പെട്ടെന്ന് ആൻസർ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇൻ ദി സർക്യൂട്ട് ഷോൺ റീഡിംഗ് ഓഫ് അമ്മീറ്റർ വിൽ ബി. ഇവിടെ ഒരു അമ്മീറ്ററിൻ്റെ റീഡിങ് കണ്ടുപിടിക്കണം. അതും വളരെ സിമ്പിളാണ്. കാരണം ഈ 12 ഓം 4 ഓം പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പം R = R1 R2 / R1 + R2 4 × 12 / 4 + 12 16 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു 16/4 4, 12/4 3 ഓം വരും. അപ്പോൾ നമുക്ക് ഈ ബാറ്ററിയിൽ കൂടെയുള്ള ടോട്ടൽ കറണ്ടാണ് അമ്മീറ്ററിൽ കാണിക്കുന്നത്. അപ്പോൾ അമ്മീറ്ററിലെ കറണ്ട് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? വെറുതെ V/R എടുത്താൽ മതി. വിയുടെ വാല്യൂ 20 ആണ്, ആറിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 20/3 ആംപിയർ ആണ് നമുക്ക് കറണ്ടായിട്ട് വരുന്നത്. ശരിയല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ 3. അപ്പോൾ അതും വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് പാരലൽ കോമ്പിനേഷനാണ്. അമീറ്റർ വെറുതെ തന്നാൽ ഐഡിയൽ അമീറ്റർ ആണ്. ഐഡിയൽ അമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 0 എന്ന് എടുത്തിട്ട് ആൻസർ കിട്ടും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതും വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. 3 റെസിസ്റ്റൻസുകളുടെ അറേഞ്ച്മെൻ്റ് ഉണ്ട്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പവർ ഇൻക്രീസിങ് ഓർഡർ ഓഫ് പവർ ഡിസിപ്പേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പ്രത്യേകത എല്ലാത്തിലും കറണ്ട് I സെയിം ആണ്. ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് 3 ഈക്വൽ റെസിസ്റ്റൻസസ് ആർ ഷോൺ. ഇൻക്രീസിങ് ഓർഡർ ഓഫ് പവർ ഡിസിപ്പേഷൻ. ഇവിടെ കറണ്ട് I, ഇവിടെ I, ഇവിടെ I, ഇവിടെ I. കറണ്ട് സെയിം ആണ്, ശ്രദ്ധിച്ചോണം. അപ്പോൾ കറണ്ട് ത്രൂ കോമ്പിനേഷൻ സെയിം ആയതുകൊണ്ട് പവർ കൺസംഷൻ കാണാൻ വേണ്ടിയിട്ട് P = I² R എടുക്കാം. എഫക്റ്റീവ് റെസിസ്റ്റൻസിന് കിട്ടുന്ന കറണ്ട് നമുക്ക് സെയിം ആണ്. അതുകൊണ്ട് പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ അതുകൊണ്ട് ഈ കറണ്ട് എല്ലായിടത്തും സെയിം ആണെന്നുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ റെസിസ്റ്റൻസ് മാക്സിമം വരുന്നത് നമുക്കറിയാം എല്ലാം പാരലൽ കോമ്പിനേഷൻ സീരീസ് കോമ്പിനേഷനിലാണ്. അപ്പോൾ നോക്കിയാൽ ഡിയിലാണ് എല്ലാം സീരീസിൽ. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 3R അതാണ് മാക്സിമം. അപ്പോൾ ഡിക്കായിരിക്കും നമുക്ക് പവർ ഏറ്റവും മാക്സിമം വരുന്നത്. അപ്പോൾ ഡിക്ക് പവർ മാക്സിമം ഒന്ന് മനസ്സിലായി. സിയിൽ എല്ലാ റെസിസ്റ്റൻസുകളും പാരലലാണ്. അപ്പോൾ അവിടെയാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് മിനിമം. അപ്പോൾ സിയിലാണ് നമുക്ക് ഏറ്റവും പവർ മിനിമം. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ നോക്കിയാൽ മതി, ബാക്കി ചെക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ഓപ്ഷൻ 1 തെറ്റാണ്. ഇവിടെ എയിലാണ് പവർ മാക്സിമം, അത് തെറ്റിപ്പോയി. അടുത്ത ഓപ്ഷൻ 2 തെറ്റാണ്. അവിടെ ബിയിലാണ് പവർ മാക്സിമം, അതും തെറ്റാണ്. പിന്നെ അടുത്തത് C3 4 2 പോസിബിലിറ്റിയിൽ സിയിലാണ് പവർ മിനിമം. അപ്പോൾ ഓപ്ഷൻ 4ഉം തെറ്റാണ്. അപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും നമ്മൾ റെസിസ്റ്റൻസ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഡിയിൽ റെസിസ്റ്റൻസ് മാക്സിമം, പവർ മാക്സിമം. സിയിൽ റെസിസ്റ്റൻസ് മിനിമം, എഫക്റ്റീവ് വാല്യൂ പവർ അപ്പോൾ മിനിമം ആണ്. അപ്പോൾ ബാക്കി രണ്ടും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആൻസർ അതിനകത്ത് കിട്ടും. ബാക്കി ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത ചാർജ് Q ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ഓൺ എ റിംഗ് ഓഫ് റേഡിയസ് R. A sphere of radius R is constructed with its center at the periphery of the ring as shown. The electric flux through the surface of the sphere will be. അപ്പോൾ ഒരു സ്പിയർ ഉണ്ട്, അപ്പോൾ ഒരു റിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അറേഞ്ച്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ടത് ഈ O എന്ന് പറയുന്നത് ഈ റിങ്ങിൻ്റെ സെൻറ്ററാണ്. അപ്പോൾ ആ റിങ്ങിൻ്റെ സെൻറ്ററിലാണ് നമുക്ക് സ്പിയറിൻ്റെ ഒരു സർഫസിലെ പോയിൻ്റ് കോയിൻസൈഡ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്പിയറിൻ്റെ സെൻറ്റർ നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ ഇതാണ് സ്പിയറിൻ്റെ സെൻറ്റർ. അപ്പോൾ ആ സ്പിയറിൻ്റെ സെൻറ്ററാണ്
ഈ റിങ്ങിൻ്റെ സർഫസിലെ ഒരു പോയിൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ അത് ഈ ഡിസ്റ്റൻസ് നമുക്ക് റേഡിയസ് r എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇത് സെൻറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് റേഡിയസ് r. അപ്പോൾ ഇത് റിങ്ങിലെ ഒരു പോയിൻ്റാണ്. അപ്പോൾ നമുക്കറിയാം ഗോസസ് ലോ അനുസരിച്ച് ഈ റിങ്ങിൻ്റെ എത്ര ചാർജ് സ്പിയറിനകത്തുണ്ടോ ആ ചാർജ് എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ ε0 എടുത്താൽ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും. ഇലക്ട്രിക് ഫ്ലക്സ് φ = Q എൻക്ലോസ്ഡ് ബൈ ε0. അപ്പോൾ നമുക്ക് റിംഗ് ഓഫ് ചാർജിൻ്റെ എത്ര ചാർജ് സ്പിയറിനകത്തുണ്ടെന്ന് നോക്കണം. അപ്പോൾ അത് ചെയ്താൽ മതി. ഇപ്പോൾ Q ആണ് ടോട്ടൽ ചാർജ് ഓൺ റിങ്, അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ ഇനി നമുക്കിവിടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് റേഡിയസ് r. നമുക്കറിയാം ഇത് റേഡിയസ് r ഈക്വൽ ആണല്ലോ. അപ്പോൾ ഇത് റിങ്ങിൻ്റെ സെൻറ്ററാണ്. സർക്കംഫറൻസിലെ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്താൽ അത് റേഡിയസ് r ഈക്വൽ ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എടുത്താലും റേഡിയസ് r ഈക്വൽ ആണ്. അപ്പോൾ ഇനി ഈ ഡിസ്റ്റൻസ് എടുത്താലും റേഡിയസ് r ആണ്. ഇതും റേഡിയസ് r. അപ്പോൾ ഇതെല്ലാം റേഡിയസ് r ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം റേഡിയസ് r ഈക്വൽ ആണെങ്കിൽ ഒന്നുകിൽ ഇതൊരു ഇക്വലാൻഡ് ട്രയാങ്കുലർ ഷേപ്പ് വരും ഈ ആറും കൂടെ എടുക്കുവാണെങ്കിൽ. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ ആ റിംഗ് ഓഫ് ചാർജിൻ്റെ ഇൻസൈഡിൽ സ്പിയറിൻ്റെ ഇൻസൈഡിലുള്ള ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ 120 60 + 60 120 എന്ന് പറഞ്ഞാൽ 1/3 ഓഫ് ദി ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദി സ്പിയറിലെ ടോട്ടൽ ആംഗിൾ 360 ആണ്. അതിൽ 120 ഡിഗ്രി ആംഗിളുള്ള റിങ്ങിൻ്റെ പോർഷനാണ് സ്പിയറിൻ്റെ ഇൻസൈഡിലുള്ളത്. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് വിതിൻ ദി സ്പിയർ എന്ന് പറയുന്നത് 1/3. ഇക്വേഷൻ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ടോട്ടൽ 360യുടെ 1/3 ആണ് 120. അപ്പോൾ 1/3 ഓഫ് ദി ടോട്ടൽ ചാർജ് ആണ് വിതിൻ ദി സ്പിയർ ഉള്ളത്. അപ്പോൾ Q എൻക്ലോസ്ഡ് Q/3 ആണ്. അപ്പോൾ Q/3 ε0 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 വരും. അപ്പോൾ അത് നമുക്ക് ഗോസസ് ലോയുടെ ആപ്ലിക്കേഷനാണ്. നമുക്ക് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഇതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത കൺസിഡർ ഇലക്ട്രിക് ഫീൽഡ് E0 x cap where E0 is a constant, the flux through the shaded area is due to. അപ്പോൾ ആ ഷെയ്ഡഡ് ഏരിയ നോക്കുക. ഇവിടെ ഇത് 0 0, ഇത് 0 A 0, ഇത് A 0, ഇത് A 0 A. അപ്പോൾ നമുക്ക് ആ വെളിയിലേക്ക് ഇൻക്ലൈൻഡ് ചെയ്തിരിക്കുന്ന ഏരിയ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടെയുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്കത് പല വിധത്തിൽ ചെയ്യാം. എനിക്കൊന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് നമുക്ക് ആ തന്നിരിക്കുന്ന സർഫസ് പെട്ടെന്ന് കൺസിഡർ ചെയ്യാം. നമുക്കിങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഒരു സർഫസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് കാണിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻക്ലൈൻഡ് സർഫസും ബാക്കിയുള്ള ഇങ്ങനെ രണ്ട് സർഫസുകളും കൂടെ അസ്യൂം ചെയ്താൽ നമുക്കൊരു ക്ലോസ്ഡ് സർഫസ് കിട്ടും. അതായത് നമുക്ക് ഫ്ലക്സ് കാണേണ്ട ഈ ഇൻക്ലൈൻഡ് ഏരിയ എടുക്കുക. ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിന്ന് താഴേക്കൊരു ലൈൻ നമ്മൾ അസ്യൂം ചെയ്തു. ഇത് താഴേക്ക് ഒരു ലൈൻ അസ്യൂം ചെയ്തു. അപ്പോൾ ഇത് ഒറിജിൻ 0 ആണ്, ഇത് A ആണ്. ഇതിൻ്റെ കോർഡിനേറ്റ് A ആയതുകൊണ്ട് ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് A ആണ്, ഇതും A ആണ്. ഇത് Z ആക്സിസ് ഇത് X ആക്സിസ് ആണ്, ഇത് Y, ഇത് Z ആണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ വരച്ചിരിക്കുന്ന സർഫസ് എടുക്കുമ്പം ഈ ഇൻക്ലൈൻഡ് സർഫസും ഈ സ്ട്രക്ചറിൻ്റെ താഴെയുള്ള സർഫസും റൈറ്റ് ഫേസും ലെഫ്റ്റ് ഫേസും ഈ ഫ്രണ്ട് ഫേസും എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു ക്ലോസ്ഡ് സർഫസ് കിട്ടും. അപ്പോൾ ആ ക്ലോസ്ഡ് സർഫസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകം നോക്കുക. E0 x ക്യാപ്പ് ഇലക്ട്രിക് ഫീൽഡ് E0 x ക്യാപ്പ്. E0 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് യൂണിഫോം. നമ്മൾ പഠിച്ചൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ total flux through any closed surface is 0. In a uniform electric field, closed surface ആണെങ്കിൽ നെറ്റ് ഫ്ലക്സ് 0 ആണ്. ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിച്ചോണം. ഇത് X ആക്സിസ് ആണ്. ആ X ആക്സിസിന് പാരലലാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ താഴത്തെ ഫേസ് എടുക്കുമ്പം അതിങ്ങനെ ഇരിക്കുന്നത്. X ആക്സിസ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ താഴത്തെ ഫേസിന് പാരലലാണ് ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഫ്ലക്സ് 0 ആണ്. അപ്പോൾ ഈ ബോട്ടം ഫേസിൽ കൂടെ ഫ്ലക്സ് 0 ആണ്. ഇനി റൈറ്റ് സൈഡിലെ ഫേസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്. Y ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയാണ്.
അപ്പോൾ നോക്കാം ഇവിടെയും ഈ സർവസിന് പാരലലാണ് ഫീഡ് ലൈൻസ്, അപ്പോൾ ഫ്ലക്സ് 0 ആണ്. ഇനി നമുക്ക് ഈ സ്ട്രക്ചറിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഫേസ് എടുത്താൽ അവിടെയും ഫീഡ് ലൈൻസ് സർവസിന് പാരലലാണ്, അപ്പോഴും ഫ്ലക്സ് 0 ആണ്. അപ്പോൾ 3 ഫേസുകളിൽ ഫ്ലക്സ് 0 അല്ലേ? താഴത്തെ ഫേസ്, റൈറ്റ് ഫേസ്, ലെഫ്റ്റ് ഫേസ്, ആ 3 ഫേസുകളിൽ കൂടെ ഫ്ലക്സ് 0 ആണ്. പിന്നെ നമുക്ക് 2 ഫേസുകൾ എടുത്താൽ നമ്മുടെ ഈ ഇൻക്ലൈൻഡ് സർവസിനകത്തേക്ക് ഫീഡ് ലൈൻസ് വരുന്നു, ഈ ഫ്രണ്ടിലുള്ള ഫേസിൽ കൂടെ ഫീഡ് ലൈൻസ് വെളിയിലേക്ക് വരുന്നു. ഇത് ഇയും ഇത് ഇയും, ഇവിടെ E0 ആണ്, ഇവിടെ E0 ആണ്. അപ്പോൾ നമുക്ക് ഫീഡ് ലൈൻസ് എന്ത് സംഭവിക്കുന്നു? ഈ ഇൻക്ലൈൻഡ് സർവസിൽ കൂടെ എൻ്റർ ചെയ്യുന്നു, ഈ ഫ്രണ്ടിലുള്ള സർവസിൽ കൂടെ ലീവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദിസ് ക്ലോസ്ഡ് സർവസ് 0 ആണ്. ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദി ക്ലോസ്ഡ് സർവസ് 0 ആണ്. അപ്പോൾ ഈ ഫ്ലക്സ് φ1 ഈ ഫ്ലക്സ് φ2 ആണെങ്കിൽ φ1 + φ2 = 0 ആണ്. അപ്പോൾ φ1 = -φ2 ആണ്. ഈ φ2 എടുക്കുമ്പോൾ നമുക്ക് എളുപ്പം എന്നാന്ന് വെച്ചാൽ ഒരു പ്ലെയിൻ സർവസ്, അത് എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ. എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്കറിയാം ഏരിയ വെക്ടർ എടുക്കുമ്പം അത് ഇലക്ട്രിക് ഫീൽഡിന് പാരലലാണ്. ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്വേർഡ്, ഈ സർവസ് എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആണ്, ഏരിയ വെക്ടറും ഔട്ട്വേർഡ്. അപ്പോൾ ഫ്ലക്സ് എടുക്കുമ്പം E0 × ഏരിയ × cos 0 വരും. ഇനി ഏരിയ എടുക്കുമ്പോൾ ഇവിടെ വളരെ എളുപ്പമാണ്, കാരണം ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഏരിയ. കാരണം ഇത് A ആണ്, ഈ കോർഡിനേറ്റ് A ആണ്, ഇത് A ആണ്, ഇത് A ആണ്. അപ്പോൾ ഈ സൈഡ് ലെങ്ത് A, ഈ സൈഡ് ലെങ്ത് A, ഇത് സൈഡ് ലെങ്ത് A. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഏരിയ വരും E0A². അപ്പോൾ φ1 = -E0A². മൈനസ് വരാൻ കാരണം ഈ ഇൻക്ലൈൻഡ് സർവസിൽ കൂടെ ഫീഡ് ലൈൻസ് എൻ്റർ ചെയ്യുന്നു, അതുകൊണ്ടാണ് നമുക്ക് മൈനസ് വരുന്നത്. നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. ഓപ്ഷൻ അത് സൈൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ ഫ്ലക്സ് എൻ്ററിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. അപ്പോൾ ഓപ്ഷൻ 3 വരും, E0A². അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇൻക്ലൈൻഡ് സർവസിൻ്റെ ഏരിയ നമുക്ക് A² അല്ല, അവിടെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പാരലൽ അല്ല, ഒരു ആംഗിളിൽ വരും. അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ആ കാൽക്കുലേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോസ്ഡ് സർവസ് വിത്ത് ഗിവൺ സർവസ് കൺസിഡർ ചെയ്തു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് ക്ലോസ്ഡ് സർവസിലെ ഫ്ലക്സ് 0 ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 കിട്ടും. അപ്പോൾ അടുത്ത ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി 2 sides ഓഫ് എ ലാർജ് തിൻ ആൻഡ് യൂണിഫോംലി ചാർജ്ഡ് പ്ലേറ്റ് ഈ സ്റ്റോൺ ബിലോ ദി ടോട്ടൽ ചാർജ് ഓൺ ദി പ്ലേറ്റ്. ഇത് നമുക്ക് പല വിധത്തിൽ ചെയ്യാം. നമുക്ക് നോർമലി ഉള്ള സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ചാർജ് ഉണ്ട്, അതിൻ്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ചാർജ് ഡെൻസിറ്റി സിഗ്മ ഉള്ള ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജ്, അതിൻ്റെ സറൗണ്ടിങ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. പിന്നെ റൈറ്റ് സൈഡിലൊരു ഫീൽഡ് ഉണ്ടെങ്കിൽ അത് റൈറ്റ് സൈഡിലേക്കും, ലെഫ്റ്റ് സൈഡിലൊരു ഫീൽഡ് ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കും വരും. അപ്പോൾ അതൊരു E0 എന്ന് എടുക്കാം. നമ്മൾ E0 എന്ന് എടുത്തിരിക്കുന്നത് ഈ ഷീറ്റ് ഓഫ് ചാർജിൻ്റെ ഫീൽഡാണ്. അപ്പോൾ നമുക്ക് 2 സൈഡിലും ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അത് σ/2ε0 ആണ്. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ ഇതിൻ്റെ റൈറ്റ് സൈഡിലെ ഫീൽഡ് 16ഉം ലെഫ്റ്റ് സൈഡിൽ 8ഉം ആണ്. ശരിയല്ലേ? അപ്പോൾ റൈറ്റ് സൈഡിലെ ഫീൽഡിൽ വാല്യൂ 16ഉം ലെഫ്റ്റ് സൈഡിൽ 8ഉം ആണ്. അതിനർത്ഥം ഇവിടെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന്. ഇവിടെ E0യുടെ ഡയറക്ഷനിൽ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് റൈറ്റ് സൈഡിലേക്ക് കാണും, ഇവിടെയും ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണും. അപ്പോൾ ആ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലായിരിക്കും ഈ ഷീറ്റ് ഓഫ് ചാർജ് ഇരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായതുകൊണ്ട് അവിടെ ഈ ചാർജിൻ്റെ ഫീൽഡും അപ്ലൈഡ് ഫീൽഡും സെയിം ഡയറക്ഷനിലാണ്, അതുകൊണ്ടാണ് E0യുടെ ഡയറക്ഷനിൽ അത് എടുത്തിരിക്കുന്നത്. ഇവിടെ ഫീൽഡ് കുറവായതുകൊണ്ട് മനസ്സിലാക്കണം, ഈ ഷീറ്റ് ഓഫ് ചാർജിൻ്റെ ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും എക്സ്റ്റേണൽ ഫീൽഡ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഫീൽഡ് എടുക്കുമ്പം ഇയും E0യും ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ E - E0 = 8 എന്ന് എടുക്കാം. E - E0 = 8. റൈറ്റ് സൈഡിലെ ഇക്വേഷൻ എടുക്കുമ്പം ഇയും E0യും ഓപ്പോസിറ്റ് സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് E + E0 = 16 എന്ന് വരും. അപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടി. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ E0യും Eയും കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. അപ്പോൾ 1 + 2 എടുത്താൽ നമുക്ക് E0 ക്യാൻസൽ ആയി പോട്ടെ, 2 is equal to 16 + 8 എന്ന് വരും. നമുക്ക് 2 is equal to 16 + 8 ആണ്. അപ്പോൾ അതിനാണ് ഇയുടെ വാല്യൂ കിട്ടും. 16 + 8 24/2 12 വരും. അപ്പോൾ ഇത് മൈനസ് എടുത്താൽ E - E ക്യാൻസൽ ആയി പോവും. E0 - E0 2 E0 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 - 8 4 വരും.
അപ്പോൾ E0 ഈസ് ഈക്വൽ ടു 2 വരും. E0 നമുക്കറിയാം സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്, ശരിയല്ലേ? 16 മൈനസ് 8 8 ആണ് കേട്ടോ. ഇവിടെ 16 മൈനസ് 8 8 ആണ്. അപ്പോൾ 8 ബൈ 2 4 വരും. അപ്പോൾ സിഗ്മ ഈസിൽ 4 ഇൻറ്റു 2 8 എപ്സിലോൺ 0 വരും. നമുക്ക് ചാർജ് ഓൺ ദി പ്ലേറ്റ് ആണ് കാണേണ്ടത്. സിഗ്മ 8 എപ്സിലോൺ 0 ആണ്. അപ്പോൾ ചാർജസ് ഇൻറ്റു ഏരിയ വരും. അപ്പോൾ 8 എപ്സിലോൺ 0 A ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 വരും. അപ്പോൾ നമുക്ക് ഇതാണ് ഒരു മാർഗ്ഗം. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എടുത്തിട്ട് ചെയ്യാം. നമുക്ക് ഗോസസ് ലോ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ ചാർജ് ഷീറ്റ് ഉൾക്കൊള്ളുന്ന ഒരു ഗോസിയൻ സർവസ് ഒക്കെ എടുത്തിട്ട് ചെയ്യാം. ഞാൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. ഒരു എക്സ്റ്റേണൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് നമുക്ക് ഈ ഷീറ്റ് ഓഫ് ചാർജ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ട് സൈഡിലും ഇലക്ട്രിക് ഫീൽഡ് ഡിഫറൻറ്റ് വരുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. അടുത്ത ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ദി പോയിൻറ്റ്സ് എക്സ് ആൻഡ് വൈ. ഇപ്പോൾ സിമ്പിളാണ്. അവിടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമ്മൾ സോൾവ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് അതിൻ്റെ പ്രിൻസിപ്പിൾ ഒന്ന് പറയാം. ഈ 1ഉം 2ഉം സീരീസിലാണ്. പക്ഷെ നമുക്കറിയാം ഈ രണ്ട് കപ്പാസിറ്ററിൻ്റെ ഓരോ പ്ലേറ്റുകൾ ഒരു 0 റെസിസ്റ്റൻസ് വയർ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഷോർട്ട് സർക്യൂട്ടാണ്. കാരണം ഇതിൻ്റെ കോമ്പിനേഷൻ സീരീസിൽ 1 ഇൻറ്റു 2/1 + 2 2/3 വരും. പക്ഷെ ആ 2/3ക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 അല്ലേ? ഇവിടെ ഒരു V ആണെങ്കിൽ ഇവിടെ V തന്നെയാണ്. അപ്പോൾ ഈ കപ്പാസിറ്റേഴ്സിന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്, ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ അത് സർക്യൂട്ടിൽ നിന്ന് പോകും. പിന്നെ നമുക്കറിയാം ഈ 2ഉം 1ഉം എങ്ങനെയാണ്? പാരലലാണ്. അപ്പോൾ അവരുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 3 മൈക്രോ ഫാരഡ് വരും. ഇനി 3ഉം ഈ 1ഉം എങ്ങനെയാണ്? സീരീസിലാണ്. അപ്പോൾ ഈ 3 പേരുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 3 + 1 ദാറ്റ് ഈസ് 3/4 വരും. അപ്പോൾ നമുക്ക് ഈ 3 പേരുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 3/4 ആണ്. അപ്പോൾ അവരെ നമുക്ക് 3/4 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. പിന്നെ ഈ രണ്ട് കപ്പാസിറ്റേഴ്സ് ഷോർട്ട് സർക്യൂട്ടായി പോയി. പിന്നെ ഇവിടെ ഒരു 3 മൈക്രോ ഫാരഡ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 2 മൈക്രോ ഫാരഡ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് അങ്ങ് വരയ്ക്കാം. ഇവിടെ ഒരു 2 മൈക്രോ ഫാരഡ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ കോമ്പിനേഷൻ്റെ ഈ ജംഗ്ഷനിൽ നിന്ന് ഒരു 3 മൈക്രോ ഫാരഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് അങ്ങ് വരയ്ക്കാം. പിന്നെ ബാക്കി സോൾവ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഈ 4/3യും 3യും പാരലൽ. അപ്പോൾ അവരുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. 4/3 + 3 15/4 വരും. അപ്പോൾ ഇവരുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 15/4 മൈക്രോ ഫാരഡ് വരും. ആ 15/4ഉം 2ഉം 3യും ആ സീരീസിലാണ്. അപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്താൽ അവസാനം അത് 33/30 എന്ന് കിട്ടും. 33/30 നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് 30/33 വരും. അപ്പോൾ അത് ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് ആൻസർ ഓപ്ഷൻ 1 വരും കേട്ടോ. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഈ 3 കപ്പാസിറ്റേഴ്സ് സീരീസിലാണ്. അപ്പോൾ 1/C = 1/C1 + 1/C2 + 1/C3 എന്ന് എടുത്താൽ മതി. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 കിട്ടും. അപ്പോൾ അടുത്ത നമുക്ക് 3 ചാർജുകളുടെ അറേഞ്ച്മെൻ്റ് ഉണ്ട്. എയിൽ ഒരു -2Q ചാർജ്. ഇവിടെ അറ്റ് എ പോയിൻ്റ് ദർ ഈസ് എ +2Q ചാർജ്. And at a point B there is a -Q charge. They are fixed at a positions are shown. A third charge of particle 4Q is along the semicircular path CD is slowly. The work done by the electric force. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് work done by the electric force. work done against the electric force അല്ല, work done by the electric force ആണ് ചോദ്യം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചാർജ് 4Q ആണ്. ആ 4Qനെ നമ്മൾ ഈ സെമി സർക്കുലർ പാത്തിൽ കൂടെ ഇയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് AC എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് 6 ആണ്, CB എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് 6 ആണ്, BE എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും 6 ആണ്. അപ്പോൾ നമുക്ക് സംഭവം ഇത്രയേ ഉള്ളൂ. വർക്ക് ഡൺ ബൈ ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാണാൻ ജനറൽ ഇക്വേഷൻ -ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇക്വേഷൻ, -ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. -ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പോൾ നമുക്കറിയാം ഫൈനൽ എനർജി ഇനിഷ്യൽ എനർജി, ദാറ്റ് ഇസ് U initial - U final. UI is initial potential energy, UF is final potential energy, UI - UF ആണ് വർക്ക് ഡൺ. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി കാണാൻ വേണ്ടിയിട്ട് ഈ പെയർ ഓഫ് ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജി എടുക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളാണ്. ആദ്യം 4Qൻ്റെ ഇനിഷ്യൽ പൊസിഷൻ C ആണ്. എയും സിയും എടുത്താൽ അവർ നമ്മളെ സെപ്പറേഷൻ 6 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പം ഈ രണ്ട് ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജി 1/4πε0 4Q × 2Q/r എന്ന് വരും. പിന്നെ നമ്മൾ ബിയും സിയും എടുത്താൽ അവർ നമ്മളെ സെപ്പറേഷൻ 6 ആണ്. അപ്പോൾ 1/4πε0 4Q × -Q/r വരും. ഫൈനലി നമുക്കറിയാം ചാർജ് ഇയിലാണ്.
അപ്പോൾ നമുക്ക് ആ ബിയിൽ ഉള്ള ചാർജ് സിയിൽ 4Q വെക്കുമ്പോൾ ആ കോമ്പിനേഷൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും ഇയിൽ വെക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി സെയിം അല്ലേ? അതായത് ബിയും സിയും എടുത്താൽ ആ കോമ്പിനേഷൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇനിഷ്യലി ഫൈനലി സെയിമാണ്. കാരണം അവർ തമ്മിലുള്ള സെപ്പറേഷൻ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് അത് നമ്മൾ എടുക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് എലിമിനേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ ബിയുടെ ടേം അവിടെ നിന്ന് ക്യാൻസലായി പോയിക്കോളും. പിന്നെ ഈ രണ്ട് ചാർജുകൾ എടുത്താൽ പൊട്ടൻഷ്യൽ എടുക്കുമ്പം 1/4πε0 ഇൻറ്റു ചാർജ് 4Q ഇൻറ്റു 2Q ഡിവൈഡ് ബൈ അവർ തമ്മിലുള്ള സെപ്പറേഷൻ ഇനിഷ്യലി 6 വരും. മൈനസ് അടുത്തത് ചാർജ് ഇയിലിരിക്കുന്നു. ഈ എയിലുള്ള ചാർജുമായിട്ടുള്ള സെപ്പറേഷൻ R + R + R 3R വരും. അപ്പോൾ ചാർജ് മാറ്റമൊന്നുമില്ല. 4Q ഇൻറ്റു 2Q ഡിവൈഡ് ബൈ സെപ്പറേഷൻ 3R വരും. അപ്പോൾ അത് ഡിഫറൻസ് എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ മനസ്സിലായില്ല. അപ്പം ബി എന്ന് പറഞ്ഞ ചാർജും സി എന്ന് പറഞ്ഞ ചാർജും തമ്മിലുള്ള സെപ്പറേഷൻ ഇനിഷ്യലി എടുത്താലും ഫൈനലി എടുത്താലും സെയിം ആണ്. അവിടെ പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പോൾ ആ ടേം ക്യാൻസലായി പോയതുകൊണ്ട് അത് നമ്മളിവിടെ എഴുതിയിട്ടില്ല. പിന്നെ ബാക്കി എടുക്കുമ്പോൾ നമുക്കിവിടെ ഈ 1/4πε0 4Q ഇൻറ്റു 2Q ബൈ R ആണ് ഇനിഷ്യൽ എനർജി വരുന്നത്. അടുത്തത് എടുക്കുമ്പം ഇയിലാണ് 4Q ഇരിക്കുന്നത്, എയിലേക്കുള്ള സെപ്പറേഷൻ 3R ആണ്. അതേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമുക്ക് 4Q ഇൻറ്റു 2Q നമുക്ക് കോമൺ ആയിട്ട് വെളിയിലെടുക്കാം. പിന്നെ R കോമൺ ആയിട്ട് എടുക്കാം. 1 - 1/3 നമുക്കൊരു 1 - 1/3 2/3 വരും. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. 4Q² ഡിവൈഡഡ് ബൈ 3πε0 R വരും. ബാക്കി കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വർക്ക് ഡൺ ബൈ ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അത് മൈനസ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ്. വർക്ക് ഡൺ എഗനിസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെങ്കിൽ അത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി വന്നേനെ. അപ്പോൾ അതുകൊണ്ട് അത് രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാറിപ്പോയക്കാർ ശ്രദ്ധിച്ചോണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് സ്ട്രെങ്ത് 200 volt/meter എക്സിസ്റ്റ് ഇൻ XY പ്ലെയിൻ ആസ് ഷോൺ. ദെൻ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് VB - VA ഈസ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് കാണിച്ചിട്ടുണ്ട്. നമ്മൾ എക്സ് ആക്സിസുമായിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ 60 ഡിഗ്രിയിലാണ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ഇത് 60 ഡിഗ്രി. അപ്പോൾ നമുക്കറിയാം ഇവിടെ VB VA എടുക്കുമ്പം എക്സ് ആക്സിസിലെ പോയിന്റുകളാണ് കേട്ടോ. ഇപ്പം ഇവിടെയാണ് എ, ഇവിടെയാണ് ബി, ഇത് 10 ആണ്. അപ്പോൾ എയും ബിയും തമ്മിലുള്ള സെപ്പറേഷൻ 20 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ എയും ബിയും തമ്മിലുള്ള സെപ്പറേഷൻ ഇവിടെ ഡയഗ്രത്തിൽ അത്ര ക്ലിയർ അല്ലാത്തതാണ്. അപ്പോൾ എ ബി തമ്മിലുള്ള സെപ്പറേഷൻ 10, ഈ സെപ്പറേഷൻ 10 ആണ്. അപ്പോൾ 20 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് 60 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് അറിയാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ കൺസിഡർ, അല്ലെങ്കിൽ എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുമ്പം ഇലക്ട്രിക് ഫീൽഡിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഒന്ന് എലോങ് ദി എക്സ് ഡയറക്ഷനിലും അടുത്തത് അതിന് പെർപെൻഡിക്കുലറായിട്ട് എടുക്കാം. ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ Y കോമ്പണൻറ്റും ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ X കോമ്പണൻറ്റും. നമുക്ക് ഈ എയും ബിയും കണക്ട് ചെയ്തിരിക്കുന്ന ലൈൻ എലോങ് ദി എക്സ് ഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുമ്പം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ആ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഇലക്ട്രിക് ഫീൽഡിന് എലോങ് ഉള്ള സെപ്പറേഷൻ എടുത്താൽ ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു സെപ്പറേഷൻ എടുത്താൽ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഇനി നോക്കുക, എക്സ് ഡയറക്ഷനിലുള്ള ഫീൽഡ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ഫ്രം ഹയർ ടു ലോവർ പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ഫ്രം ഹയർ ടു ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ വി എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വി ബി ആണ്. അത് കാണുമ്പോഴേ മനസ്സിലായിക്കോണം. അപ്പോൾ വി എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വി ബി. അപ്പോൾ വി ബി മൈനസ് വി എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. വി എ ബൈ വി ബി മൈനസ് വി എ ഇസ് നെഗറ്റീവ്. ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദി എക്സ് ഡയറക്ഷൻ ഈസ് ഫ്രം എ ടു ബി. Electric field is a vector from higher to lower potential. Therefore, VA should be greater than VB. So, VB minus VA is negative ആണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആൻസർ എല്ലാം കളയാം. ഇപ്പോൾ ഇവിടെ +10 തെറ്റാണ്, +20 തെറ്റാണ്. നമുക്ക് -10 അല്ലെങ്കിൽ -20 വരുന്നത്. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ. VB മൈനസ് VA നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. പിന്നെ ഇ ഇൻറ്റു ആ ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ടുള്ള സെപ്പറേഷൻ ഡി എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. അവിടെ റിസൾട്ടൻ്റ് ഫീൽഡ് ഇൻറ്റു ഡി എന്നല്ല,
ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദി എക്സ് ഡയറക്ഷൻ ഇൻറ്റു ഡി എടുക്കണം. കാരണം എ ബി അലോങ് എക്സ് ഡയറക്ഷൻ ആണ്. ആ ഡയറക്ഷനിലുള്ള ഫീൽഡ് ഇൻറ്റു എ ബി എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്കറിയാം ഈ ആംഗിൾ 60 ആണെങ്കിൽ ഇത് ഇ എക്സ് ആണ് വരുന്നത്. ഇ എക്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് അലോങ് എ ബി വരുന്നത്. അപ്പോൾ റിസൾട്ടൻ്റെ ഫീൽഡ് അല്ല. നമുക്കറിയാം ഇത് ഇയും ഇത് 60 ഡിഗ്രി ആയതുകൊണ്ട് ഈ കോസ് 60 ആണ് ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദി എക്സ് ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 200 ആണ്. കോസ് 60 1/2 ആണ്. ഡിയുടെ വാല്യൂ 20 സെൻറ്റിമീറ്റർ ആണ്. അതിനെ മീറ്ററിലോട്ട് മാറ്റണം. അപ്പോൾ 20 × 10⁻² വരും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ഇവിടെ 20/2 10 × 10⁻² 10⁻1 അപ്പം -20 വോൾട്ട് വരും. അപ്പോൾ നമുക്കിത് വെക്ടർ ഫോമിലൊക്കെ ഇക്വേഷൻ എഴുതി ചെയ്യാം കേട്ടോ. ഞാനതിലേക്ക് പോയി നിന്നുള്ളൂ. -E.r എന്നൊക്കെ പറഞ്ഞ് എഴുതാം. നമ്മൾ ആ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ഫ്രം ഹയർ ടു ലോവർ പൊട്ടൻഷ്യൽ എന്ന് മനസ്സിലാക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പോയിന്റ്സ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കോമ്പണൻറ്റ് അലോങ് എ ബി എടുത്താൽ നമുക്ക് ഇ ഇൻറ്റു ഡി വെച്ചിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. അത് വെച്ചിട്ട് സിംപ്ലി ആൻസർ കണ്ടുപിടിക്കും. അപ്പോൾ അടുത്ത കറണ്ട് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 2 elements A and B are shown. Which of the following graph represents current voltage characteristics for their series combination? അപ്പോൾ നമുക്ക് ആദ്യമേ അവിടെ ഇൻഡിവിജ്വൽ കോമ്പണൻറ്റുകൾ എടുത്താൽ ഇവിടെ 0-യിൽ നിന്ന് വോൾട്ടേജ് 10 വോൾട്ടിലേക്ക് മാറുമ്പോൾ കറണ്ട് 0-യിൽ നിന്ന് 1 ആംപിയറിലേക്ക് കൂടി. ശരിയല്ലേ? അപ്പോൾ കറണ്ട് അതിന് ശേഷം 0 ആണ്. അതായത് 10 വോൾട്ടിന് ശേഷം വോൾട്ടേജ് കൂട്ടിയാൽ ഗ്രാഫ് അലോങ് ദി എക്സ് ആക്സിലാണ് കറണ്ട് 0 ആണ്. കറണ്ട് 0 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ഓർ ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഫസ്റ്റ് ഗ്രാഫിൽ 10 വോൾട്ടിൽ കൂടിയ വോൾട്ടേജിൽ കറണ്ട് 0 ആണ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ഓർ ഓപ്പൺ സർക്യൂട്ടാണ്. അതാണ് ഒരു പ്രത്യേകത. അത് രണ്ടാമത്തെ സിറ്റുവേഷനിൽ വന്നാൽ ഇവിടെ 15 വോൾട്ട് വരെ നമുക്ക് എന്തുണ്ട്, കറണ്ടിൻ്റെ വാല്യൂ ഉണ്ട്. അതിനുശേഷം നോക്കുക 15 വോൾട്ടിലും കൂടുതലാണ് വോൾട്ടേജ് എങ്കിൽ കറണ്ട് പെട്ടെന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ഇൻഫിനിറ്റിലേക്ക് പോവുക. കറണ്ട് ഇൻഫിനിറ്റിലേക്ക് പോകാൻ റെസിസ്റ്റൻസ് 0 അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടാണ്. അപ്പോൾ ഇതിന് ശേഷം ഷോർട്ട് സർക്യൂട്ടിന് സിമിലറാണ്. അതുകൊണ്ടാണ് കറണ്ട് ഇവിടുന്ന് പെട്ടെന്ന് ഇൻഫിനിറ്റിലേക്ക് അങ്ങ് പോവുക. അപ്പോൾ കറണ്ട് ഇൻഫിനിറ്റിലേക്ക് പോയാൽ ഷോർട്ട് സർക്യൂട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻ നോക്കിയാൽ ഇതിൻ്റെ സീരീസ് കോമ്പിനേഷൻ എടുക്കുമ്പം ഏതായാലും നമുക്കറിയാം ഈ ഒരു ഡിവൈസ് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ 2 ഡിവൈസുകൾ ഓപ്പൺ സർക്യൂട്ടാണ്. നമുക്ക് 2 റെസിസ്റ്റൻസുകളാണെന്ന് വിചാരിച്ചാൽ ഇതിൽ >10 വോൾട്ടിൽ ഇത് ഓപ്പൺ സർക്യൂട്ടായി. ഇത് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ >10 വോൾട്ടിൽ ഇവരുടെ സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് ഇല്ല. അത് നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ സീരീസ് കോമ്പിനേഷൻ എടുക്കുമ്പം ഇവിടെ 10 വോൾട്ട് അവിടെ 15 വോൾട്ടാണ്. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ്റെ വോൾട്ടേജ് 10 + 15 25 വോൾട്ട് വരും. അപ്പോൾ 25 വോൾട്ടിലും കൂടിയ വോൾട്ടേജിൽ തീർച്ചയായിട്ടും കറണ്ട് 0 ആണ്, കാരണം ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പോൾ നമുക്ക് ആൻസർ എടുക്കുമ്പം 25 വോൾട്ടിലും കൂടിയ വോൾട്ടേജിൽ കറണ്ട് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൻസർ ഓപ്ഷൻ 4 മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് ആൻസർ സിംപ്ലി കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിവൈസിന് അക്രോസ് ആയിട്ട് 10 വോൾട്ടേജ് വരുമ്പോൾ അത് ഓപ്പൺ സർക്യൂട്ടാണ്. അതേ സമയത്ത് അടുത്തതിന് 15 വോൾട്ട് കിട്ടിയെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സീരീസ് കോമ്പിനേഷൻ കിട്ടുന്ന വോൾട്ടേജ് 25 വോൾട്ട് വരുന്ന സമയത്ത് ആ സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ടായിട്ട് മാറും. അപ്പോൾ അതിനുശേഷം കറണ്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കിയെല്ലാം തെറ്റാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഗാൽവനോമീറ്ററിൻ്റെ കൺവേർഷൻ ടു വോൾട്ട് മീറ്റർ ആണ്. നമുക്കറിയാം നമ്മൾ ഈ കഴിഞ്ഞ ഷിഫ്റ്റിലെ JEE ക്വസ്റ്റ്യൻ എടുത്താൽ നമുക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഗാൽവനോമീറ്റർ ഹാസ് റെസിസ്റ്റൻസ് ഓഫ് 20 ohm and its full scale when 0.1 volt is applied. To convert into voltmeter of 10 volt, the galvanometer should have a resistance of. നമുക്കറിയാം വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർഷൻ നടത്തുമ്പോൾ സീരീസ് കോമ്പിനേഷനിലാണ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്, പാരലൽ കോമ്പിനേഷനിൽ. അപ്പോൾ ഓപ്ഷൻ 4 എന്നിവ തെറ്റാണെന്ന് മനസ്സിലാക്കാം. ഇപ്പം നമുക്ക് ആദ്യത്തെ സിറ്റുവേഷനിൽ ഗാൽവനോമീറ്റർ എടുത്താൽ നമുക്കറിയാം ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് G ആണെങ്കിൽ അപ്പോൾ ഇതിലെ മാക്സിമം കറണ്ട് അലൗഡ് IG. ആ സമയത്ത് നമുക്ക് 0.1 വോൾട്ടാണ് അവിടെ മെഷറബിൾ. അപ്പോൾ അവിടുത്തെ മാക്സിമം വോൾട്ടേജ് V1 എന്നെടുത്താൽ V1 = IG × G വരും. നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യം ഗാൽവനോമീറ്റർ മാത്രമേ ഉള്ളൂ. അവിടെ മാക്സിമം കറണ്ട് മെഷറബിൾ IG. ആ സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷറബിൾ 0.1 V. അപ്പോൾ IG മാക്സിമം കറണ്ട് ത്രൂ ദി ഗാൽവനോമീറ്റർ ആണ്. അപ്പോൾ മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യാൻ ബി മെഷർഡ് V1 = IG × G. അപ്പോൾ അതിനാണ് IG യുടെ ഒരു ഇക്വേഷൻ കിട്ടും V1/G.
പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഈ ഗാൽവനോമീറ്ററിൻ്റെ സീരീസിൽ ഒരു ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർഷൻ നടക്കുന്നത്. ഇപ്പോൾ കറണ്ട് മാക്സിമം അലൗഡ് IG തന്നെയാണ്, അത് മാറ്റമില്ല നമുക്കറിയാം. അപ്പോൾ ഇവിടെ മെഷറബിൾ ആയിട്ടുള്ള വോൾട്ടേജ് V2 ഈസ് ഈക്വൽ ടു കറണ്ട് IG ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് G+R വരും. അപ്പോൾ V2 ഈസ് ഈക്വൽ ടു IGക്ക് പകരം ഇവിടുന്ന് V1/G കൊടുക്കാം. അപ്പോൾ V1/G ഇൻറ്റു R+G വരും. അപ്പോൾ അതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. V2ൻ്റെ വാല്യൂ നമുക്ക് 10 വോൾട്ടാണ്. രണ്ടാമത്തെ കേസിൽ മെഷർ ചെയ്യേണ്ട വോൾട്ടേജ് 10 ആണ്. ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് 20 ആണ്. V1ൻ്റെ വാല്യൂ നമുക്ക് 0.1, V1 0.1 കൊടുക്കാം. ഇവിടെ R/G+1 വരും. അത് നമുക്ക് ജിയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്, ജിയുടെ വാല്യൂ 20 ആണ്. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് സിമ്പിളി ആൻസർ കിട്ടുന്നേ ഉള്ളൂ. നിങ്ങൾ കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കിയാൽ അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. ഇവിടെ ഇക്വേഷൻ നമുക്കറിയാം, പിന്നെ സിമ്പിൾ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് 17ാമത്തെ ചോദ്യമാണ്. In the circuit shown terminal potential difference across cell of EMF 7 volt is. ഈ 7 വോൾട്ട് സെല്ലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ പല വിധത്തിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഈ കറണ്ടുകൾ കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ട് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ 3 സെല്ലുകളുടെ കോമ്പിനേഷനായിട്ട് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഈ സെല്ലുകളുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അതിന് സീരീസിലിടണം. ഇവിടെ 4 വോൾട്ട് 1 ഓം. ഈ 4 ഓമിൻ്റെ കൂടത്തിൽ ഇവിടെ നമുക്കൊരു 1 ഓമും കൂടെ സീരീസിൽ വരും. ഇപ്പോൾ ഇവിടെ 1 ഓം സീരീസിൽ വരും. ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരുമ്പോൾ 3, ഈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 2 ഓം വരും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം ഇതിനെ 3 സെല്ലുകളുടെ കോമ്പിനേഷനായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ 4+1 ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അങ്ങായിട്ട് എടുക്കുക. എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെല്ലിന് സീരീസിലുള്ള റെസിസ്റ്റൻസിനെ മൊത്തം അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിട്ട് അങ്ങ് തൽക്കാലം കൺസിഡർ ചെയ്യാം. ഈ 10 വോൾട്ടിന് സീരീസിൽ 2+3 5 ഓം ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ 3 സെല്ലുകൾ പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, എഫക്റ്റീവ് EMFൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ എഫക്റ്റീവ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. R ഇക്വലൻ്റ് എടുക്കുമ്പോൾ പാരലൽ കോമ്പിനേഷൻ തുല്യമാണ്. അപ്പോൾ 1/R ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 1/R1 + 1/R2 + 1/R3. R1ൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്. ഇവിടെ 3 + 2 5 എടുക്കണം. ഇവിടെ നമുക്ക് 4 + 1 5 എടുക്കണം. ദാറ്റ് ഈസ് 1 + 2/5 വരും. ദാറ്റ് ഈസ് 7/5. അപ്പോൾ R ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 5/7 വരും. ഇപ്പോൾ നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. ഈ റെസിസ്റ്റൻസിനെ ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തു, ഈ റെസിസ്റ്റൻസിനെ ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 5/7 ഓം ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 3 സെല്ലുകളെ നമുക്കൊരു സിംഗിൾ സെല്ലാക്കി മാറ്റി. അപ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് EMF, ഇക്വലൻ്റ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. നമ്മൾ ഈ 3 സെല്ലുകളെ നമ്മളൊരു സിംഗിൾ സെല്ലാക്കി മാറ്റി. അപ്പോൾ ഈ ഇക്വലൻ്റ് EMF തന്നെയാണ് ഈ 3 പേർക്കും കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കോമ്പിനേഷനും ഈ കോമ്പിനേഷനും സെല്ലെടുക്കുമ്പോൾ അല്ല കേട്ടോ. നമ്മൾ യഥാർത്ഥത്തിൽ സെല്ലെടുക്കുമ്പോൾ ഈ 4 വോൾട്ട് അതിൻ്റെ 1 ഓമാണ് ആ സെല്ലായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഈ 10 വോൾട്ടും 2 ഓമാണ് യഥാർത്ഥത്തിൽ സെല്ലായിട്ട് വരുന്നത്. പക്ഷേ നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് മൊത്തം ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് സിസ്റ്റത്തിൻ്റെ ഇക്വലൻ്റ് EMF ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വലൻ്റ് EMF കാണാനുള്ള ഇക്വേഷൻ E ഇക്വലൻ്റ് ബൈ R ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു E1/R1 + E2/R2 + E3/R3. ഇവിടെ E1 ആയിട്ട് നമ്മൾ എന്തെടുക്കണം? 7 എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിട്ട് 1 എടുക്കണം. E2 ആയിട്ട് നമ്മൾ 10 എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ 3 + 2 5 എടുക്കണം. E3 ആയിട്ട് നമ്മൾ 4 എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിട്ട് 5 എടുക്കണം. പിന്നെ E ഇക്വലൻ്റ് ഡിവൈഡ് ബൈ R ഇക്വലൻ്റ് ഇപ്പോൾ നമ്മൾ 5/7 ആണ്. ഇപ്പോൾ ഇവിടെ 7/5 വരും. അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ ഇക്വലൻ്റ് EMF 7 വോൾട്ട് എന്ന് കിട്ടും. ഇക്വലൻ്റ് EMF 7 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ആ ഇക്വലൻ്റ് EMF തന്നെയാണ് ഈ ഓരോ ബ്രാഞ്ചിനും കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എത്ര തന്നെയാണ് വരുന്നത്? 7 വോൾട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഈ 3 കോമ്പിനേഷനും പാരലലാണ്. അപ്പോൾ ഈ എഫക്റ്റീവ് EMF കണ്ടുപിടിച്ചാൽ അത് തന്നെയാണ് ആൻസർ വരുന്നത്. നിങ്ങൾക്ക് കറണ്ട് കണ്ടുപിടിച്ചാലും ചെയ്യാൻ പറ്റും. നിങ്ങൾ കറണ്ട് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ സെല്ലിന് 7 വോൾട്ട് കിട്ടണമെങ്കിൽ അതിൽ കൂടെ കറണ്ട് 0 ആണ്.
കാരണം എന്തുവാ, ഈ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 1 ohm ഉണ്ട്, അതിൽ കൂടെ കറണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMF-ൽ നിന്ന് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലൂടെയുള്ള കറണ്ട് 0 നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കറണ്ട് കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇക്വലൻ്റ് EMF വെച്ചിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, സിലിണ്ടർ ഈസ് യൂണിഫോംലി ചാർജ് അലോങ് ഇറ്റ് സർഫസ് and the charge density sigma, radius of the cylinders are electric field at a point P as shown in figures. അപ്പോൾ നമുക്ക് ഇത്തരമുള്ളൊരു സിലിണ്ട്രിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, പക്ഷെ ചാർജ് അതിൻ്റെ സർഫസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ മെത്തേഡ് ഓഫ് സോൾവിങ് പറഞ്ഞു തരാം. നമുക്ക് ഈ സിലിണ്ട്രിക്കൽ ചാർജിനെ പല പല സർക്കുലർ റിംഗ് ഓഫ് ചാർജുകളുടെ കോമ്പിനേഷനായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ പല പല റിംഗ് ഓഫ് ചാർജുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് സിലിണ്ട്രിക്കൽ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ആർബിട്രറി സർക്കുലർ റിംഗ് ഓഫ് ചാർജ് എടുക്കണം. ആ സർക്കുലർ റിംഗ് ഓഫ് ചാർജ് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ഫീൽഡ് കാണേണ്ട പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇക്വേഷൻ എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു എക്സ് എന്നങ്ങ് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഒരു എക്സ് എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ഈ റിംഗ് ഓഫ് ചാർജിൻ്റെ തിക്നെസ് DX എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊരു സർക്കുലർ റിംഗ് ഓഫ് ചാർജ് അതിൻ്റെ ആക്സിസിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് ഉണ്ട്. ആ റിങ്ങിൻ്റെ ഫീൽഡ് ഒരു DE എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്ന 1/4πε0 ഇൻറ്റു DQ ഇൻറ്റു XR ഡിവൈഡഡ് ബൈ R² പ്ലസ് X² ഹോൾ റൈസ് ടു 3/2. ഇതാണ് സർക്കുലർ റിംഗ് ഓഫ് ചാർജിൻ്റെ ആക്സിൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഇക്വൽ ടു 1/4πε0 ഇൻറ്റു DQ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത ഈ DX തിക്നെസ് ഉള്ള സർക്കുലർ റിങ്ങിൻ്റെ ചാർജാണ്. ചാർജ് കാണാൻ ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ എടുക്കണം. ഏരിയ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സർക്കംഫറൻസ് 2πr ആണ്, ഇൻറ്റു ആ DX ആണ് ഇതിൻ്റെ സർഫസ് ഏരിയ വരുന്നത്. റിങ്ങിൻ്റെ സർഫസ് ഏരിയ ആയിട്ട് വരുന്ന ഈ തിക്നെസ് DX ഇൻറ്റു സർക്കംഫറൻസ് 2πr ആണ്. അപ്പോൾ DQവിന് പകരം 2πr ഇൻറ്റു DX ആണ് ഏരിയ, ഇൻറ്റു ചാർജ് ഡെൻസിറ്റി സിഗ്മ വരും, ഇൻറ്റു XR ഡിവൈഡഡ് ബൈ R² പ്ലസ് X² ഹോൾ റൈസ് ടു 3/2. ഇനി റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ അത് ഇൻറ്റഗ്രേഷൻ നടത്തണം. ഇൻറ്റഗ്രൽ D ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് 2π ഇവിടെ താഴെ ഒരു 2 വരും. പിന്നെ ഇവിടെ സിഗ്മ R ഉണ്ട്, സിഗ്മ R ഡിവൈഡഡ് ബൈ 2ε0 ഇൻറ്റു ഇവിടെ XDX വരും, ഇൻറ്റഗ്രൽ XDX ഡിവൈഡഡ് ബൈ R² പ്ലസ് X² ഹോൾ റൈസ് ടു 3/2. എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരെൻഡ് തൊട്ട് അടുത്ത എൻഡ് വരെ ഇൻറ്റഗ്രേഷൻ നടത്തണം. അപ്പോൾ ഇതിൻ്റെ ഈ എൻഡിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ R/√3 ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 2R/√3 പ്ലസ് R/√3. അപ്പോൾ 2R/√3 പ്ലസ് R/√3 ദാറ്റ് ഈസ് ഈക്വൽ ടു √3R വരും. അപ്പോൾ ലിമിറ്റ് എടുക്കുമ്പം ഈ സർക്കുലർ റിങ്ങിൻ്റെ അറേഞ്ച്മെൻ്റ് ആയിട്ട് എടുത്താൽ ഒരെൻഡ് തൊട്ട് അടുത്ത എൻഡ് വരെ കണ്ടിന്യൂസ്ലി സർക്കുലർ റിംഗ് ഓഫ് ചാർജുകളുടെ കോമ്പിനേഷനായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ √3R, ഇവിടെ എടുക്കുമ്പോൾ R/√3. അപ്പോൾ ലിമിറ്റ് R/√3 തൊട്ട് √3R വരെ വരും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ബാക്കി ഇൻറ്റഗ്രേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുള്ളത് തന്നെ ചെയ്ത് നോക്കുക. നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മെത്തേഡ് ഓഫ് സോൾവിങ് തന്നെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ ഇൻറ്റഗ്രേഷൻ നടത്തണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളി ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാൻ, സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ, പ്ലേറ്റ്സ് ഓഫ് കപ്പാസിറ്റർ C2 ആർ ഗ്രാജുവലി പുൾഡ് അപ്പാർട്ട്. ഇവിടെ കപ്പാസിറ്റൻസ് C2 എടുത്തു. അപ്പോൾ അവർ നമ്മൾ കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ സെപ്പറേഷൻ നമ്മൾ കൂട്ടി. C2 ഈസ് ഈക്വൽ ടു ε0 A/D വരും. അപ്പോൾ D നമ്മൾ കൂട്ടി, D കൂട്ടുമ്പോൾ കപ്പാസിറ്റൻസ് കുറയും, ശരിയല്ലേ? നമ്മൾ കപ്പാസിറ്റർ പ്ലേറ്റുകൾ നമ്മൾ സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്ത് അപ്പോൾ കപ്പാസിറ്റൻസ് കൂടും. വേറെ വ്യത്യാസമൊന്നുമില്ല, ബാക്കി നമ്മൾ മാറ്റങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ആ പാടെ ചെയ്ത് എന്ത് മാത്രമേ ഉള്ളൂ, കപ്പാസിറ്റൻസ് കൂട്ടി അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ നോക്കാം, ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഇവിടെ Vയും C3യും പാരലലാണ്, C1 C2 സീരീസിൽ അതിൻ്റെ കോമ്പിനേഷൻ Vക്ക് പാരലലാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് C1 എന്നാ സംഭവിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവരുടെ സീരീസ് കോമ്പിനേഷന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെങ്കിൽ C1ന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, C2 ഇൻറ്റു V/C1 പ്ലസ് C2 ആണ്. V2 എന്ന് പറയുന്നത് C1V ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ആണ്. അതിൽ നിന്ന് സിമ്പിളി ആൻസർ കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് C1 എടുക്കുമ്പം ഇവിടെ നോക്കിയേ V1 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു റീഅറേഞ്ച് ചെയ്താൽ V/C2 താഴോട്ട് കൊണ്ടുവന്നാൽ C1/C2 പ്ലസ് 1 വരും. C2 താഴോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് C2ൻ്റെ വാല്യൂ കുറഞ്ഞു. C2 കുറഞ്ഞാൽ C1/C2 പ്ലസ് 1 കൂടും. അപ്പോൾ V1 കുറയും.
അപ്പോൾ പിയുടെ ആൻസർ നമുക്ക് 3 വരും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിക്രീസ് ചെയ്യും, അത് ലെസ് ദാൻ വി ആണ്, അപ്പോൾ 3ഉം 4ഉം വരും. അപ്പോൾ ഈ ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ C2 കുറഞ്ഞു, അപ്പോൾ C1/C2 + 1 കൂടി, അപ്പോൾ V1ൻ്റെ വാല്യൂ കുറയും. അപ്പോൾ ആ C1 + C2 C1 C2ന് കിട്ടുന്ന കോമ്പിനേഷൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്. അപ്പോൾ V1ഉം V2ഉം തീർച്ചയായിട്ടും Vനെക്കാട്ടെല്ലാം കുറവാണ്. അപ്പോൾ പിയുടെ ആൻസർ 3ഉം 4ഉം വരും. എനർജി സ്റ്റോർഡ് ഇൻ C3, നമുക്കറിയാം C3ക്ക് മാറ്റമൊന്നുമില്ല, കാരണം ഈ C1 C2 എത്രയാണെങ്കിലും C3ക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്, കാരണം C3യും ബാറ്ററിയും പാരലലാണ്. അപ്പോൾ C3യിൽ എനർജി സ്റ്റോർഡ് മാറ്റമൊന്നുമില്ല. അപ്പോൾ Qൻ്റെ ആൻസർ 1 വരും, വ്യത്യാസമൊന്നുമില്ല. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് C2, അപ്പം നോക്കിയാൽ C2 കൂടിയാൽ V2 കുറയും, C2 കുറഞ്ഞു, അപ്പോൾ C1 + C2 കുറഞ്ഞു, അപ്പോൾ V2 കൂടും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി കപ്പാസിറ്റൻസ് C2 കൂടും. അപ്പോൾ ആറിൻ്റെ ആൻസർ 2ഉം 4ഉം വരും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം അടുത്ത നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, സിമ്പിളാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടിയാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അപ്പം ആൻസർ ഓപ്ഷൻ 1 ആണ് നമുക്ക് വരുന്നത്. അപ്പം പ്രത്യേകിച്ച് വേറെ മനസ്സിലാക്കാനൊന്നുമില്ല. അപ്പോൾ സെക്ഷൻ 2ലേക്ക് പോകാം. നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദി സർക്യൂട്ട് ഷോൺ പവർ ഡിസിപ്പേറ്റഡ് ത്രൂ 5 ohm റെസിസ്റ്റൻസ് ഈസ് 81. പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദി 7 ohm കണ്ടുപിടിക്കണം. അപ്പോൾ സിമ്പിളാണ്. ഇവിടെ 3ഉം 7ഉം സീരീസിൽ 10 ohm വരും. അവരുടെ കോമ്പിനേഷൻ 5 ohmന് പാരലലാണ്. ഇതിലൂടെയുള്ള കറണ്ട് I1, ഇതിലൂടെയുള്ള കറണ്ട് I2 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്, കാരണം എന്തുവാ, ഈ 7 + 3 10 അത് 5 ohmൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ I1ഉം I2ഉം തമ്മിലുള്ള റിലേഷൻ I2 = I1/2 അല്ലേ, കാരണം ഇവരുടെ കോമ്പിനേഷൻസ് പാരലലാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ. അപ്പോൾ റെസിസ്റ്റൻസ് ഡബിൾ ആകുമ്പോൾ കറണ്ട് പകുതിയാവും. അപ്പോൾ ഇതിലൂടെയുള്ള കറണ്ടിൻ്റെ പകുതിയാണ് ഇവിടെ വരുന്നത്. ഇനി പവർ ഡിസിപ്പേറ്റഡ് ഇൻ 5 ohm റെസിസ്റ്റൻസ് കണ്ട ഇക്വേഷൻ എടുക്കുമ്പോൾ P = I² × R, അത് I1² × R എന്ന് എടുക്കാം. പവർ നമുക്ക് 80 ആണ്, I1ൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, റെസിസ്റ്റൻസ് 5 ആണ്. അപ്പോൾ I1 അതിനകത്ത് നിന്ന് കിട്ടുമല്ലോ, പവറിൻ്റെ ഇക്വേഷൻ I1² × R എടുത്തു, അതിനകത്ത് I1 = നമുക്ക് 4 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ പവർ കൺസ്യൂംഡ് ഇൻ 7 ohm ആണ് ചോദ്യം. അപ്പോൾ കറണ്ട് I2² × R വരും. I2 എത്രയാണ്, I1/2 ആണ്. അപ്പോൾ I1/2² × റെസിസ്റ്റൻസ് 7 വരും. I1 4 ആണ്, അപ്പോൾ 4/2 2 വരും, 2² 4 × 7, that is equal to 28 വരും. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കറണ്ടിൻ്റെ റിലേഷൻ നമുക്കറിയാം, പാരലൽ കോമ്പിനേഷനിൽ ഇവിടെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ആൻസർ കിട്ടും, ആൻസർ 28 ആണ്. അപ്പോൾ 22ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 220 വോൾട്ട് ഈസ് മെയിൻറ്റൈൻഡ് അക്രോസ് എ 1200 റിയോസ്റ്റാറ്റ്. ദി വോൾട്ട്മീറ്റർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 600 ohm. വോൾട്ട്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 600 ohm ആണ്. AC is 1/4 of the distance from A to B. The reading of the voltmeter is XV. Find value of X. നമ്മുടെ റിയോസ്റ്റാറ്റുള്ള AC എന്ന് പറഞ്ഞ ലെങ്ത്, ടോട്ടൽ ലെങ്ത് BAയുടെ 1/4 ആണ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് പ്രപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് പ്രപ്പോർഷണൽ ലെങ്ത് അല്ലേ, കാരണം ഈ റിയോസ്റ്റാറ്റിലെ കുറേ വയറുകൾ ചുറ്റി വെച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലെങ്ത് 1/4 ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് 1200ൻ്റെ 1/4 ആയിരിക്കും AC എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ്. അപ്പോൾ 1200 / 4 300 ohm വരും. അതായത് ഇതിന് താഴെയുള്ള റെസിസ്റ്റൻസ് 300ഉം, അപ്പോൾ ഇതിന് താഴെയുള്ള ഇതിന് മുകളിലുള്ള റെസിസ്റ്റൻസ് ബാക്കി 1200 - 300 900 ohm വരും. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇവർ രണ്ടുപേരും പാരലലാണ്, അതിൻ്റെ കോമ്പിനേഷൻ 900ഉമായിട്ട് സീരീസിലാണ്. അപ്പോൾ അതാണ് അറേഞ്ച്മെൻറ്റ്. അവരുടെ കോമ്പിനേഷന് കിട്ടുന്ന ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 220 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് റീഡിംഗ് ഓഫ് വോൾട്ട്മീറ്റർ X വോൾട്ട് ആണെങ്കിൽ ആ വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഈ 600ഉം 300ഉം പാരലലാണ്, അവരുടെ കോമ്പിനേഷൻ 900ഉമായിട്ട് സീരീസിലാണ്. അപ്പോൾ നമുക്ക് ഈ 600ഉം 300ഉം പാരലൽ കോമ്പിനേഷൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുത്താൽ അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to 600 × 300 / 600 + 300 900 വരും. ദാറ്റ് ഈസ് 6 × 3 18/9. ഈ രണ്ട് സീറോസ് ക്യാൻസലായി പോവും, 2 വരും, 200 ohm വരും.
ഇപ്പോൾ ഇത് 200. അപ്പോൾ 900 + 200 ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് ആർ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 900 + 200 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1100 വരും. അതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടിയാൽ ഒരു മാർഗം ഇപ്പോൾ ഇതിലൂടെയുള്ള കറണ്ട് I കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിലൂടെ ഒരു കറണ്ട് I1 ആണെങ്കിൽ ഇതിലൂടെ ഒരു കറണ്ട് I2 പാസ് ചെയ്യും. ഇപ്പോൾ കറണ്ട് I കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കറണ്ട് I ഈസ് ഈക്വൽ ടു ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കിട്ടിയതുകൊണ്ട് EMF 220 ഡിവൈഡഡ് ബൈ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് 1100 വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് കറണ്ട് Iയുടെ വാല്യൂ കിട്ടും. ഈ കറണ്ട് I കിട്ടിയാൽ ഒരു മാർഗം ഈ BCക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ കറണ്ട് ഇൻറ്റു 900 എടുക്കാം. ഇവർക്ക് രണ്ടുപേർക്കും പാരലൽ കോമ്പിനേഷനാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആണ്. അവർക്ക് കിട്ടുന്ന ടോട്ടൽ വോൾട്ടേജ് 220ൽ നിന്ന് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറച്ചാൽ ആൻസർ കിട്ടും. പല വിധത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പാരലൽ കോമ്പിനേഷൻ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ 40 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ കറണ്ട് കിട്ടി. അപ്പോൾ ഈ 900ന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. അപ്പോൾ അത് നോക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഈ 200 ഓമിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും വോൾട്ട് മീറ്ററിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസും 300 എല്ലാം സെയിം ആണ്. അത് കാണാൻ 220 മൈനസ് ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടാൽ മതി. ഇപ്പോൾ എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് കിട്ടും. അപ്പോൾ അടുത്തത് നമുക്ക് സിമ്പിളാണ്. ഇൻ ദ നെറ്റ്വർക്ക് ഓഫ് റെസിസ്റ്റൻസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A and B n/6 ഫൈൻഡ്. അപ്പോൾ അത് ഡയറക്റ്റ് ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി കാണും. നമ്മൾ ഇത്രയും സർക്യൂട്ട് എടുത്താൽ നമുക്കറിയാം അതൊരു ബാലൻസ്ഡ് ബീസ്റ്റം ബ്രിഡ്ജ് അല്ലേ. ബാലൻസ്ഡ് ബീസ്റ്റം ബ്രിഡ്ജാണ്. കാരണം ഇത് R/R1, ഇത് R/R1. അപ്പോൾ ഈ നടുക്കുള്ള റെസിസ്റ്റൻസിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്, അത് കളയാം. അപ്പോൾ ബാലൻസ്ഡ് ബീസ്റ്റം ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുക. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാലൻസ്ഡ് ബീസ്റ്റം ബ്രിഡ്ജിൻ്റെ ആമിൽ എല്ലാം ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസുകളാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 ഓഫ് ദി റെസിസ്റ്റൻസിന് ഈക്വലാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. അപ്പോൾ ഇവിടെ ഒരു 2R ഉണ്ട്. ഇവരെല്ലാം ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് ബാലൻസ്ഡ് ബീസ്റ്റം ബ്രിഡ്ജിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു 6 കോമ്പിനേഷൻ സീരീസിലാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2R വരും. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. അപ്പോൾ ഇത് 2R സീരീസ് പാരലൽ. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2R × R ഡിവൈഡഡ് ബൈ 2R + 3R 2R/3 വരും. 2R/3യും 2Rഉം സീരീസിലാണ്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A and B ഈസ് ഈക്വൽ ടു 2R/3 + 2R വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 2 6 + 2R 8R/3 വരും. അപ്പോൾ R 1 ആണ്. അപ്പോൾ 8/3 ആണ്. അപ്പോൾ n/6 എന്നാണ് ചോദ്യം. അപ്പോൾ 1 കൊടുത്തപ്പോൾ 8/3 കിട്ടി. അപ്പോൾ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് 16/6 കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ n ആണ് ചോദ്യം. ഇപ്പോൾ n ഈസ് ഈക്വൽ ടു 16 ആണ് വരുന്നത്. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ത്രൂ സെഗ്മെൻറ്റ് AB എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് ഈ ബാറ്ററിയിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 × 10⁻⁻⁴ ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കണം. അത് വളരെ സിമ്പിളാണ്. കാരണം നമുക്ക് സർക്യൂട്ട് വല്ല എന്തോ ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇത് A ആണെങ്കിൽ ഇതും Aക്ക് തുല്യം. കാരണം ഇവിടെ ഒരു 0 റെസിസ്റ്റൻസ് വയറുണ്ട്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യലും ഇവിടുത്തെ പൊട്ടൻഷ്യലും സെയിമാണ്. അപ്പോൾ ഈ പോയിന്റ് Aക്ക് തുല്യമാണ്. ഇത് B ആണ്. ഇവിടെ നിന്നൊരു 0 റെസിസ്റ്റൻസ് വയർ ഇങ്ങോട്ട് കണക്ട് ചെയ്ത്, അപ്പോൾ ഇത് Bക്ക് ഇക്വലൻ്റാണ്. അപ്പോൾ നമുക്ക് ഈ 6 ഓമിൻ്റെ ഒരെൻ്റെ Aയിലുണ്ട്. ഈ 6 ഓമിൻ്റെയും ഈ 6 ഓമിൻ്റെയും ഒരെൻ്റെ Aയിലോട്ട് കണക്ട് ചെയ്തു. അതേപോലെ ഇത് രണ്ടും സെയിം പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് ഈ രണ്ട് എൻഡുകളും ഡയറക്റ്റ് എടുത്ത് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞാൽ 0 റെസിസ്റ്റൻസ് വയർ വഴി കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയതുകൊണ്ട് ആ എല്ലാവരെയും ഒരുമിച്ച് കണക്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ 3 റെസിസ്റ്റൻസുകളും പാരലൽ കോമ്പിനേഷനാണ്. ബാറ്ററിയുടെ കോമ്പിനേഷൻ അക്രോസ് ആയിട്ടാണ്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 3 റെസിസ്റ്റൻസുകളും പാരലൽ ആയതുകൊണ്ട് 6/3 = 2 ഓം എന്ന് വരും. ഇതൊക്കെ ഈ 2 സെല്ലുകൾ സീരീസിലാണ്. പക്ഷേ റിവേഴ്സ് പൊളാരിറ്റി, ഒരാളുടെ നെഗറ്റീവ് അടുത്തയാളുടെ നെഗറ്റീവിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇക്വലൻ്റ് EMF കാണുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറൻസ് എടുക്കണം. 4 - 2 വോൾട്ട്. 2 സെല്ലുകളുടെ നെഗറ്റീവുകൾ ഒരുമിച്ച് കണക്ട് ചെയ്തു, അല്ലെങ്കിൽ പോസിറ്റീവുകൾ ഒരുമിച്ച് കണക്ട് ചെയ്തു. സീരീസ് കോമ്പിനേഷൻ ഇക്വലൻ്റ് EMF, ഡിഫറൻസ് ഇൻ EMF ആണ് നമുക്കറിയാം. അപ്പോൾ കറണ്ട് I ഈസ് ഈക്വൽ ടു ഇക്വലൻ്റ് EMF ബൈ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് വരും. ഇപ്പോൾ 2/2 1 വരും. അപ്പോൾ 1 ആകുമ്പോൾ 1 × 10⁻⁻⁻ എക്സ് എത്രയാണ്? 0 ആണ് വരുന്നത്. അപ്പോൾ ആൻസർ 0 വരും. മനസ്സിലായല്ലോ? അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 ചാർജസ് +60 and +15 μC are placed along the x axis.
at x is equal to 0 and x is equal to 60. ഇവിടെ x 0-യിൽ ഒരു ചാർജ് ഉണ്ട്, അപ്പോൾ അത് +60 മൈക്രോ കൂളംബാണ്. അടുത്ത എക്സ് 60 സെൻറ്റിമീറ്ററിൽ ഒരു ചാർജ് ഉണ്ട്, അപ്പോൾ അത് +15 മൈക്രോ കൂളംബാണ്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ചാർജസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദം സച്ച് ദാറ്റ് റിസൾട്ടൻ്റ് ഫോഴ്സ് ഓൺ ഇറ്റ് ഈസ് 0. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് ചാർജ് ഫ്രം 60 മൈക്രോ കൂളം. നമുക്ക് രണ്ട് പോസിറ്റീവ് ചാർജുകൾക്ക് ഇൻ ബിറ്റ്വീൻ അവരെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിൽ എവിടെയെങ്കിലും ഒരു ചാർജ് വെച്ചാലാണ് അതിൽ നെറ്റ് ഫോഴ്സ് 0 ആവുന്നത്. ഇവിടെ ഒരു -q ചാർജ് വെച്ചാൽ ഇത് ഇതിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഫോഴ്സ് F1. ഇത് ഇതിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഫോഴ്സ് F2. നെറ്റ് ഫോഴ്സ് 0 ആകണമെങ്കിൽ F1 ഈസ് ഈക്വൽ ടു F2 വരും. അപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഡയറക്റ്റ് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. F1 ഈസ് ഈക്വൽ ടു F2 ആണ്. അപ്പം 60-ൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് R1. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 60 - R1 വരും. കാരണം ഇവർ നമ്മളെ സെപ്പറേഷൻ 60 ആണ്. അപ്പോൾ 60-ൽ നിന്ന് -q-ലേക്കുള്ള ഡിസ്റ്റൻസ് R1 ആണെങ്കിൽ ഈ +15-ൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 60 - R1 വരും. ഇനി ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, Q1 Q2 ഡിവൈഡഡ് ബൈ R² ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സുകൾ ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ K 1/4πε0 ഇൻറ്റു 60 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R1² ഈസ് ഈക്വൽ ടു, ഇവിടെ ഫോഴ്സ് എടുക്കുമ്പോൾ 15 ഇൻറ്റു Q വരും, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് 60 -R1 ആണ്, 60 - R1 ഹോൾ സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് K കോമൺ ആയതുകൊണ്ട് ക്യാൻസലായി പൊക്കോളും, Q കോമൺ ആയതുകൊണ്ട് ക്യാൻസലായി പൊക്കോളും. പിന്നെ 16/15 നമുക്കിവിടെ 4 വരും. അപ്പോൾ സ്ക്വയറുകളെ റൂട്ട് എടുത്താൽ 4ൻ്റെ റൂട്ട് 2 വരും. 2 ഇൻറ്റു 60 - R1 ഈസ് ഈക്വൽ ടു R1 വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് സിമ്പിളി R1-ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയാൽ ആൻസർ 40 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. പിന്നെ അന്ന് R1 കണ്ടുപിടിക്കാം. അപ്പോൾ R1 നമുക്ക് 40 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നമുക്ക് അടുത്ത 26-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ഡസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് മാസ് M 4 × 10⁻12 milligram is suspended in air under the influence of an electric field 50 Newton per coulomb direct vertically upwards. How many electrons were removed from the neutral dust particle? അപ്പോൾ ഇതിലുള്ളൊരു ഡസ്റ്റ് പാർട്ടിക്കിൾ വെറുതെ ഇവിടെ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നു. അപ്പോൾ അതിൽ നമുക്കറിയാം mg താഴേക്ക് വരും, ഇലക്ട്രിക് ഫോഴ്സ് മുകളിലേക്ക് വരും. അതവിടെ റെസ്റ്റിൽ നിൽക്കണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോഴ്സും വെയിറ്റും കൂടെ ക്യാൻസലായി പോകണം. അപ്പോൾ നമുക്കറിയാം ഇതിനൊരു ചാർജ് Q ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോഴ്സ് F is equal to Q into E ആണ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു mg. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇലക്ട്രിക് ഫോഴ്സ് ഷുഡ് ബി ബാലൻസ്ഡ് ബൈ ഗ്രാവിറ്റി. അപ്പോൾ Q is equal to mg. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്ര ഇലക്ട്രോൺസ് റിമൂവ് ചെയ്തെന്നാണ് ചോദ്യം. ഓക്കെ, n ഇലക്ട്രോൺസ് റിമൂവ് ചെയ്താൽ ചാർജ് n ഇൻറ്റു ഇ അല്ലേ. n ഇലക്ട്രോൺസ് റിമൂവ് ചെയ്തു, അപ്പോൾ ടോട്ടൽ ചാർജ് n ഇൻറ്റു സ്മോൾ ഇ ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു mg. അപ്പോൾ n ഈസ് ഈക്വൽ ടു mg ഡിവൈഡഡ് ബൈ ഇ വരും. എമ്മിൻ്റെ വാല്യൂ 4 × 10⁻12 മില്ലിഗ്രാം ആണ്, ശ്രദ്ധിച്ചോണം. അപ്പോൾ 4 × 10⁻12 മില്ലിഗ്രാമിനെ ഗ്രാം ആക്കുമ്പോൾ 10⁻³ വരും. പിന്നെ അതിനെ കിലോഗ്രാം ആക്കുമ്പം ഇൻറ്റു ഒരു 10⁻³ കൂടെ വരും, ശ്രദ്ധിച്ചോണം. നമുക്ക് അറിയാവുന്ന പറഞ്ഞതേ ഉള്ളൂ. അവിടെ ഗ്രാമാണെന്ന് വിചാരിച്ചിട്ട് മാറിപ്പോയേക്കരുത്, അതുകൊണ്ട് പറഞ്ഞതാണ്. ജിയുടെ വാല്യൂ 10 ആണ്. ഈ നമുക്ക് 1.6 × 10⁻19 തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് 50 Newton per coulomb. അപ്പോൾ അതിൽ നിന്ന് ആൻസർ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ 5 എന്ന് കിട്ടും. ഇപ്പം വളരെ സിമ്പിളാണ്, കാൽക്കുലേഷൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ 5 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത 27-ാമത്തെ ചോദ്യം. ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ് ചാർജസ് ഈച്ച് ക്യാരിങ് 1 മൈക്രോ കൂളം ചാർജ് ആർ പ്ലേസ്ഡ് അലോങ് ദി വൈ ആക്സിസ്. ഞാൻ വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് വൈ ആക്സിസ് ആണെന്ന് വിചാരിച്ചു. ഇവിടെ ചാർജുകൾ വെച്ചിരിക്കുന്നത് വൈസിൽ 1 മീറ്റർ, ഇവിടെ y 0 ആണെങ്കിൽ ഫസ്റ്റ് ചാർജ് ഇവിടെ y 1 മീറ്ററിലാണ്. ചാർജ് Q എന്നെടുക്കാം, ഇത് 1 മീറ്ററിൽ. അപ്പോൾ അടുത്തതിരിക്കുന്നത് 2 മീറ്ററിലാണ്. ചാർജുകൾ അഗൈൻ ഐഡൻറ്റിക്കൽ Q തന്നെയാണ്. അപ്പോൾ അടുത്ത 4 മീറ്റർ അങ്ങനെ വരും. നമുക്ക് ഇൻഫിനിറ്റ് ചാർജസ് ഉണ്ട്. അപ്പോൾ വാല്യൂ ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എക്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, 1 കൂളം പോയിന്റ് ചാർജാണ്. 1 കൂളമ്പിലെ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് തന്നെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചാൽ ആൻസർ കിട്ടും. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമുക്കറിയാം ഈ എല്ലാ ചാർജുകളും ഐഡൻറ്റിക്കലാണ്. അവരുടെ ലെഫ്റ്റ് സൈഡ് ഒറിജിനിൽ ഇലക്ട്രിക് ഫീൽഡുകളെല്ലാം ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ റിസൾട്ടൻ്റ് ഫീൽഡ് കാണുമ്പോൾ വെറുതെ എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. വെക്ടർ സം ആണ് നമുക്ക് വേണ്ടിയത്. എല്ലാം ഒരേ ടൈപ്പ് ഓഫ് ചാർജ് ആയതുകൊണ്ട് ഇവരുടെ ലെഫ്റ്റ് സൈഡിൽ ഇവരെല്ലാം ഉണ്ടാക്കുന്ന ഫോഴ്സ് ഫീൽഡ് ഒരേ ഡയറക്ഷനിലാണ്, ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരും.
അപ്പോൾ E1ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം Q/4πε0 ഇൻറ്റു 1/R1² ആണ്. അടുത്തതിൽ പ്ലസ് 1/R2² വരും, പ്ലസ് 1/R3² പ്ലസ് എക്സെട്ര. ഇവിടെ ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 1 മൈക്രോ കൂളമ്പാണ്. ഇപ്പോൾ Q 1 മൈക്രോ കൂളമ്പ്, 1 × 10⁻⁻6 വരും. 1/4πε0 നമുക്ക് 9 × 10⁻9 തന്നിട്ടുണ്ട്. ഇവിടെ R1 R2 എടുത്താൽ ഈ ഫസ്റ്റ് ചാർജ് ചെയ്യുന്ന ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R1, അത് 1 ആണ്. അപ്പോൾ 1/1² 1 വരും. അടുത്ത രണ്ടാമത്തെ ചാർജ് ചെയ്യുന്ന ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ് 2 ആണ്. അപ്പോൾ 1/R2², 1/2², 1/4 വരും. R3യുടെ വാല്യൂ 4 ആണ്. അപ്പോൾ 4² 16 വരും. നമുക്കറിയാം അതൊരു ഇൻഫിനിറ്റ് ടേമുള്ള GPയുടെ സമ്മല്ലേ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ അത് യൂസ് ചെയ്താൽ മതി. ഇവിടെ 9 × 10⁻3 ഇൻറ്റു ഇൻഫിനിറ്റ് ടേമുള്ള GPയുടെ സം എന്ന് പറയുന്നത് A/1 - R ആണ്. A ഫസ്റ്റ് ടേമാണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ഡിവൈഡഡ് ബൈ 1 - R R കോമൺ റേഷ്യോ ആണ്. ഇവിടെ 1/4/1, 1/16/1/4, 1/4 വരും. അപ്പോൾ 1 - 1/4 വരും. ദാറ്റ് ഈസ് ഇക്വൽ ടു 9 × 10⁻3 ഇൻറ്റു 4 - 1/4 3/4 വരും. അപ്പോൾ 4/3 വരും. അപ്പോൾ 9/3 3 × 4 12 × 10⁻3 വരും. അപ്പോൾ 12 × 10⁻3 ആണ്. അപ്പോൾ X × 10⁻3 ന്യൂട്ടൺ ആണ് ഫോഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ 12 ആണ് വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ അതും വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് പോയിന്റ്സ് A and B. ഇവിടെ എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്കവിടെ ഒരു 42 വോൾട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജനറലി ഒരു V0 എന്നങ്ങ് എടുക്കാം. അപ്പോൾ ഈ കപ്പാസിറ്റേഴ്സ് എല്ലാം ചാർജ് ചെയ്യും. നമുക്കിവിടെ ഒരു ചാർജ് Q1 ഉണ്ട്. ഇത് രണ്ടും സീരീസിലായതുകൊണ്ട് ചാർജ് Q2 സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും സീരീസിലായതുകൊണ്ട് ചാർജ് സെയിം ആണ്. ഇത് Q3 വരും. ഇതാണ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഇവിടെ എളുപ്പമുണ്ട്. ഈ സിയും 2Cയും എങ്ങനെയാണ്? സീരീസിലാണ്. അപ്പോൾ അവരുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 2C/3 വരും. അപ്പോൾ ഇത് രണ്ടും സീരീസിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C1 C2/C1 C1 പ്ലസ് C2 2C/3. ഇതും 2C ആണ്. അപ്പോൾ ഇതും 2C/3 വരും. ഈ 2C/3യും 2C/3യും പാരലലാണ്. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 4C/3 വരും. അപ്പോൾ എൻ്റയർ സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണുമ്പോൾ ഇവരുടെ കോമ്പിനേഷൻ സിയുമായിട്ട് സീരീസിലാണ്. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എടുക്കുമ്പം 1/Cequivalent ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2. ഇവിടെ 1/C1 പകരം C ആണ്. ഇവിടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 4C/3 ആണ്. പ്ലസ് 3/4C വരും. അപ്പോൾ അതിനകത്ത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടും 4C/7 വരും. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കിട്ടിയ 4C/7. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാർജ് Q ഇവിടെ Q1 ആണ്. നമുക്ക് ടോട്ടൽ സിസ്റ്റത്തിന് കിട്ടുന്ന ചാർജ് ഈ കപ്പാസിറ്റർ Cക്ക് കിട്ടും. മനസ്സിലായല്ലോ. ഈ ബാറ്ററിയിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ ചാർജ് ഫസ്റ്റ് കപ്പാസിറ്ററിന് കിട്ടും. അത് Q1 എന്ന് എടുത്തു. Q1 കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അപ്ലൈഡ് വോൾട്ടേജ് V0 ഇൻറ്റു എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എടുത്താൽ മതി. അപ്പോൾ 4C/7 ഇൻറ്റു V0 എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് ടോട്ടൽ ചാർജ് ത്രൂ ദി ബാറ്ററി കിട്ടുന്നത്. അതാണ് നമുക്ക് ഈ ഫസ്റ്റ് കപ്പാസിറ്ററിന് കിട്ടുന്നത്. ഇനി നമുക്കറിയാം ഇവിടെ Q1 ആണെങ്കിൽ ഇത് രണ്ടും ഈക്വലി ഷെയർ ചെയ്യപ്പെടും. കാരണം എന്തുവാ? ഇവരുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസും ഇവരുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസും സെയിം ആണ്. അതുകൊണ്ട് നമുക്കിവിടെ വളരെ ഈസിയാണ്. Q2യും Q3യും സെയിം ആണ്. അത് ഈ ടോട്ടൽ ചാർജ് Q1ൻ്റെ പകുതിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2CV0/3 വരും, 7 വരും. ഇത് നമുക്ക് എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുമ്പോൾ കിർച്ചോഫ്സ് വോൾട്ടേജിലും അപ്ലൈ ചെയ്യാം. എയിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VA, ബിയിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് BB. നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയിലെ പൊട്ടൻഷ്യൽ VA. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കപ്പാസിറ്റർ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് വരുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് എടുക്കണം. പ്ലസ് Q2 കപ്പാസിറ്റൻസ് C വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം കപ്പാസിറ്റർ പോസിറ്റീവ് ടു നെഗറ്റീവ് പ്ലേറ്റിലാണ് വരുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നെഗറ്റീവ് എടുക്കണം നമുക്കറിയാം. അപ്പോൾ അത് -Q3/2C വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു VB. നമ്മൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു,
പോകുന്ന വഴിക്കുള്ള കപ്പാസിറ്റർ ഈ വഴിയെ വരുമ്പോൾ സൈൻ കൊടുത്തിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് ബി കിട്ടും. അപ്പോൾ ഇവിടെ മൈനസ് Q2/C, ഇവിടെ പ്ലസ് Q2/C, ഇവിടെ മൈനസ് Q3/C ആഡ് ചെയ്യുമ്പോൾ നമുക്ക് VA VBയുടെ റിലേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ VA മൈനസ് VB എടുക്കുവാണെങ്കിൽ നമുക്ക് അതിൽ മാഗ്നിറ്റ്യൂഡ് 6 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 6 ആണ് വരുന്നത്. നിങ്ങൾ കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കിയാൽ അത് Q2 Q3 നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ 6 കിട്ടും. V0 നമുക്ക് 42 തന്നിട്ടുണ്ട്, അതിനകത്ത് 6 കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 capacitors C1 is equal to 1 microfarad, C2 is 2 microfarad connected in series. Their breakdown voltages are 12 kilowatt and 8 kilowatt respectively. Find maximum save voltage which can applied across A and B. അപ്പോൾ നമുക്ക് എക്കും ബിക്കും അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് V0 അല്ലെങ്കിൽ V കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഓരോ കപ്പാസിറ്ററിനും കിട്ടുന്ന വോൾട്ടേജുകൾ V1 V2 ആണ്. അപ്പോൾ ആ V1ൻ്റെ ഇക്വേഷനൊക്കെ നമ്മളറിയാം. സീരീസ് കോമ്പിനേഷനിൽ അപ്ലൈഡ് വോൾട്ടേജ് V ആണെങ്കിൽ ഫസ്റ്റ് കപ്പാസിറ്ററിന് കിട്ടുന്ന വോൾട്ടേജ് V1 ഈസ് ഈക്വൽ ടു V ഇൻറ്റു C2/C1 പ്ലസ് C2 വരും. V2 ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു V ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 വരും. അപ്പോൾ നമുക്ക് നേരെ തിരിച്ചെഴുതാം. ഇത് നമുക്ക് പഠിച്ചല്ലോ. അപ്പോൾ നേരെ തിരിച്ചെഴുതിയാൽ V ഈസ് ഈക്വൽ ടു V1 ഇൻറ്റു C1 പ്ലസ് C2/C2 വരും. ഇവിടെ V ഈസ് ഈക്വൽ ടു V2 ഇൻറ്റു C1 പ്ലസ് C2 ഡിവൈഡഡ് ബൈ C1 എന്ന് വരും. ഇത് നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. C1ഉം C2 നമുക്കുണ്ട്, 1ഉം 2ഉം ആണ്. ഇനി V1ൻ്റെ മാക്സിമം വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ V1ൻ്റെ മാക്സിമം വാല്യൂവിൽ നിന്ന് അപ്ലൈഡ് വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. ഫോർ ഫസ്റ്റ് കപ്പാസിറ്റർ എടുത്താൽ അപ്ലൈഡ് വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂ ഫസ്റ്റ് കപ്പാസിറ്ററിന് കിട്ടുന്ന മാക്സിമം വോൾട്ടേജ് ഇൻറ്റു C1 പ്ലസ് C2 ഡിവൈഡ് ബൈ C2. ഈ V1 മാക്സിമം നമുക്ക് തന്നിട്ടുണ്ട്. 1 മൈക്രോഫാരഡിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് 12 കിലോ വോൾട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ V1ൻ്റെ മാക്സിമം വാല്യൂ വെച്ചിട്ട് ഈ V മാക്സിമം കണ്ടുപിടിക്കുക. അതേപോലെ V2ൻ്റെ മാക്സിമം വാല്യൂ 8 കിലോ വോൾട്ടാണ്. ആ V2ൻ്റെ മാക്സിമം വാല്യൂ വെച്ചിട്ട് V കണ്ടുപിടിക്കുക. ഇപ്പോൾ 2 വാല്യൂസ് കിട്ടും. അതിൽ കുറഞ്ഞ വാല്യൂ ഏതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം എന്തുവാ, ഇവിടെ വിയുടെ വാല്യൂ മാക്സിമം വരുമ്പോൾ ഈ ഫസ്റ്റ് കപ്പാസിറ്ററിന് മാക്സിമം വോൾട്ടേജ് കിട്ടുന്നു. അതിലും കൂടിയ വോൾട്ടേജ് കൊടുത്താൽ കപ്പാസിറ്റർ ഡാമേജ് ആയി പോകും. അപ്പോൾ ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ കിട്ടുന്ന ഏതാണോ അത് വേണം നമ്മുടെ ആൻസർ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ എടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് 18ഉം അടുത്തത് 24ഉം കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ 18 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Last question, 4 identical rectangular plates with area are arranged as shown. The effective capacitance between A and C ആണ്. നമ്മൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് വരച്ചാൽ മതി. വളരെ സിമ്പിളാണ്. നമുക്കിതിനെ ഫസ്റ്റ് പ്ലേറ്റ്, സെക്കൻഡ് പ്ലേറ്റ്, തേർഡ് പ്ലേറ്റ്, ഫോർത്ത് പ്ലേറ്റ് എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എയിലേക്ക് ഏതൊക്കെ പ്ലേറ്റുകൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. എയിലേക്ക് നമുക്ക് ഏത് പ്ലേറ്റാണ്? ഫസ്റ്റ് പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എയിലേക്ക് നമുക്ക് ആ പടം ഒരു പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. ആ 1ഉം 2ഉം കൂടെ ഒരു കപ്പാസിറ്റർ ഫോം ചെയ്യും. അപ്പോൾ ആ പടം ഒരു കപ്പാസിറ്റർ മാത്രമേ നമ്മൾ എയിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ളൂ. ഈ 1ഉം 2ഉം കൂടെ ഒരു കപ്പാസിറ്റർ ഉണ്ടായി. ആ കപ്പാസിറ്റർ ഒരു പ്ലേറ്റ് എയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുക, രണ്ടാമത്തെ പ്ലേറ്റ് ബിയിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? ആ രണ്ടാമത്തെ പ്ലേറ്റ് എങ്ങോട്ട് കണക്ട്? ഫോർത്ത് പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പ്ലേറ്റ് നമ്മൾ ഫോർത്ത് പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ 4ഉം 3ഉം കൂടെ ഒരു കപ്പാസിറ്റർ ഉണ്ടാകും. ആ 3 എന്ന് പറഞ്ഞ പ്ലേറ്റ് നമ്മൾ സിയിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4ഉം 3ഉം കൂടെ കപ്പാസിറ്റർ എടുത്തു. ഫോർത്ത് പ്ലേറ്റ് സെക്കൻഡ് പ്ലേറ്റിലേക്കാണ്. അപ്പോൾ ആ 4ഉം 3യുടെയും കണക്ഷൻ ഇങ്ങനെ വരും. പിന്നെ അടുത്ത 2ഉം 3ഉം ഉണ്ട്. അത് ഒന്ന് സിയിലേക്കാണ്. 3 എന്ന് പറഞ്ഞ പ്ലേറ്റും സെക്കൻഡ് പ്ലേറ്റും കൂടെയാണ് അടുത്ത കപ്പാസിറ്റർ. അപ്പോൾ അവരുടെ കണക്ഷൻ ഇങ്ങനെ വരും. അപ്പോൾ ഇത്രയുള്ള ആ പ്ലേറ്റുകൾ ഓരോന്നും ഓരോ കപ്പാസിറ്റേഴ്സ് ഉണ്ടാക്കുന്നതായിട്ട് അസ്യൂം ചെയ്യുക. എന്നിട്ട് അവരുടെ കണക്ഷൻ ഡയഗ്രത്തിൽ നോക്കി ഒന്ന് മാറ്റി വരയ്ക്കുക. അത്രേ ഉള്ളൂ. ഇതെല്ലാം ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് കപ്പാസിറ്റൻസ് സെയിമാണ്. അപ്പോൾ ഈ സിയും സിയും പാരലലാണ്, 2C വരും. 2Cയും സിയും സീരീസിലാണ്. അപ്പോൾ CAC ഈസ് ഈക്വൽ ടു നമുക്ക് ഇത് 2C ആണ്. 2Cയും സിയും സീരീസിലാണ്. അപ്പോൾ 2C/3 വരും. അപ്പോൾ 2ε0 A/3D വരും. അപ്പോൾ നമ്മുടെ ആൻസർ 2 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നില്ല. അപ്പോൾ എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. നിങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എക്സാമിനായിട്ട് കൂടുതൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് നിങ്ങൾ അജയ് സാർ വരുന്നുണ്ട്. അപ്പോൾ അജയ് സാറിനെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഹായ് ഹലോ മൈ നെയിം ഈസ് അജേഷ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന JEE മെയിൻസ് പേപ്പറിൻ്റെ ഇന്നത്തെ നടന്ന എക്സാമിൻ്റെ കെമിസ്ട്രി സെക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് ആസ് സിംപ്ലി ഗുഡ് ആസ് ദി ഒറിജിനൽ JEE മെയിൻ പേപ്പർ. സാധാരണ നമ്മളുടെ JEE മെയിൻ പേപ്പറൊക്കെ ശരിക്കും JEE അഡ്വാൻസ്ഡ് പേപ്പറിൻ്റെ ഒരു ക്വാളിറ്റിയിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലേ. നിങ്ങൾ JEE മെയിൻസുകാരാണെങ്കിലും അല്ലേ നമ്മൾ അഡ്വാൻസ്ഡ് രീതിയിലുള്ള കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കാറ്. പക്ഷേ ഇത് ചെയ്തപ്പോൾ മനസ്സിലൊരു നല്ല ഫീലിംഗ് ഉണ്ട്. കാരണം നമ്മളുടെ JEE മെയിൻസിൻ്റെ അതേ പാറ്റേണിൽ, അതായത് അത്രയും ആ ഒരു ക്വാളിറ്റിയോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തൊരു പേപ്പറാണിത്. വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. സാധാരണ നമ്മളോട് JEE മെയിൻസിന് ചോദിക്കുന്നത് ഇപ്പോൾ സിൽവർ അക്വാ റീജിയിൽ ഇടുമ്പോൾ കിട്ടുന്ന കോംപ്ലക്സിൻ്റെ സ്ട്രക്ചർ എന്ത്. അഡ്വാൻസിന് ചോദിക്കുന്നത് ഈ ഒരു സിൽവർ കോയിൻ നിങ്ങൾക്ക് തന്നു, അത് നമ്മൾ അക്വാ റീജിയിൽ ഇട്ടു, റിയാക്ട് ചെയ്ത് കോംപ്ലക്സ് ഉണ്ടായി, അതിലേക്ക് നമ്മൾ ഇത്ര സിങ്ക് ആഡ് ചെയ്തു, അപ്പോൾ അത്ര ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്തു, ആ ഹൈഡ്രജൻ ഇങ്ങനെ കോക്കുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ മോണോക്സൈഡ് ഇങ്ങനെ ഫോം ചെയ്തെങ്കിൽ ഒറിജിനൽ കോയിൻ്റെ അകത്ത് എത്ര സിൽവർ ഉണ്ടാവും, അങ്ങനെയാണ് ചോദിക്കുക. മനസ്സിലായോ? പക്ഷേ അങ്ങനെയല്ല ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലുള്ള ഭയങ്കര സിമ്പിൾ എന്നാൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വളരെ മനോഹരമായിട്ടുള്ളൊരു പേപ്പറാണ്. നമുക്ക് പേപ്പറിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദി എമൗണ്ട് ഓഫ് H2SO4 present in 0.25 liter of 1 normal solutions ആണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് അതായത് സ്വന്തമായിട്ട് ഞാൻ ചെയ്തു നോക്കിയപ്പം ആക്സിഡൻ്റലി ഞാനത് മോളാറിൽ ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ ഐ ഗോട്ട് ദി ആൻസർ ആസ് 24.5. യു നോ ദി ആൻസർ ഈസ് 12.25 ബിക്കോസ് ഞാൻ 1 മോളാറിലിട്ടാണ് ചെയ്തത്. ഞാൻ നോർമൽ എന്നുള്ള പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. നോർമൽ ആണെങ്കിലാണ് ആൻസർ ഓപ്ഷൻ എ വരിക, മോളാറിൽ ചെയ്താൽ ആൻസർ ഓപ്ഷൻ 2 വരും. ഞാൻ 2 ടിക്ക് ചെയ്ത് പിന്നെ ഫൈനലി കീ ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് തെറ്റ് മനസ്സിലായത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിച്ച് വായിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമുക്കിതിൽ നോക്കാം. ആദ്യം നോർമലാണ് തന്നേക്കുന്നത് അല്ലേ. സോ നോർമാലിറ്റി ഈസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം, ഗിവൺ മാസ് ഓഫ് ദി സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. ഇതിന് പകരം നമ്മളിവിടെ കൊടുക്കുന്ന ഗ്രാമിക്വലൻ മാസ് ഓഫ് ദി സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് ദി സൊല്യൂഷനാണ്. പക്ഷേ ഇവർ തന്നിരിക്കുന്നത് ലിറ്റേഴ്സിലായതുകൊണ്ട് നമ്മൾക്ക് ഈ 1000ൻ്റെ ആവശ്യമില്ല. സോ ഗിവൺ മാസ് ഓഫ് ദി സൊല്യൂട്ട് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. സോ നോർമാലിറ്റി ഈസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു W2 അറിയില്ല. ഇക്വലൻ വെയിറ്റ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് നിങ്ങൾക്കറിയാം. ഇക്വലൻ വെയിറ്റ് ഈസ് ഈക്വൽ ടു മോളാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ N ഫാക്ടർ ആണ്. ഈ N ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ആസിഡിൻ്റെ കേസിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ആസിഡിന് ബേസിസിറ്റി വിച്ച് ഇസ് ദി നമ്പർ ഓഫ് റീപ്ലേസബിൾ H+ അയോൺ ആണ്. സോ മോളാർ മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈസ് 98 ഗ്രാം. ബേസിസിറ്റി അതായത് സൾഫ്യൂരിക് ആസിഡിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. ഈ 2 ഹൈഡ്രജൻ ആറ്റങ്ങളെ നമുക്ക് H+ അയോണുകളായിട്ട് റീപ്ലേസ് ചെയ്യാം. സോ എത്ര ഹൈഡ്രജൻ ആറ്റം ഒരു ആസിഡിന് ഉണ്ട് എന്നുള്ളതല്ല അയാളുടെ N ഫാക്ടർ, അതിൽ എത്ര H+നെ നമുക്ക് ഇറക്കി കൊണ്ടുവരാൻ പറ്റും. 2 H+ നമുക്ക് സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാം. So the N factor will be 2. So answer is 49 gram, which is the gram equivalent mass of the sulfuric acid. So we can substitute 49 here into volume is 0.25. So W2 is equal to 49 into 1.25 is actually 1/4. So 1 times 2 times then 10 varum 2 times 8 to 5 times. So 12.25 gram. So answer is option 1. സോ ഡയറക്റ്റ് പ്രോബ്ലം ആണ്, നോർമാലിറ്റി ബേസ്ഡ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന 0.25 ലിറ്ററാണ്. നിങ്ങൾക്കത് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അതായത് 1 നോർമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 ലിറ്ററിൽ 1 ഗ്രാം ഇക്വലൻസ് വരുന്നതാണ്. 1 ഗ്രാം ഇക്വലൻ്റ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് 49 ഗ്രാമാണ്. സോ 49 ഗ്രാം 1 ലിറ്ററിൽ 1 മോളാർ ആണെങ്കിൽ അല്ലേ, നമ്മൾ നേരെ പകുതിയാക്കുവാണ്. ഈ 1 ലിറ്റർ എന്നുള്ളതിനെ നമ്മൾ 0.25 ലിറ്റർ ആക്കി, അതായത് 1/4 ലിറ്റർ ആക്കിയപ്പോൾ by4 ആണ്. 1/4 ലിറ്റർ ആക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഇതേ 49 ആണെങ്കിൽ എത്രയാണ്, 4 ഇരട്ടി കൂടുക ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആ ഒരു നോളജ് അനുസരിച്ച് 1 നോർമൽ തന്നെ വേണം, പക്ഷെ നിങ്ങൾക്ക് 1/4 ലിറ്റർ മതി. 1 നോർമൽ ഉണ്ടാക്കിയത് എങ്ങനെയാണ്, 49 in 1 ലിറ്ററാണ്. പക്ഷെ നിങ്ങൾക്ക് എന്താ പറയുക 0.5 ലിറ്റർ 0.25 ലിറ്റർ ആണെങ്കിൽ by4 ആണല്ലോ ചെയ്തത്. അപ്പോൾ 49/4 ചെയ്താൽ മതി അല്ലേ. 49/4 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നിങ്ങൾക്ക് 12.25. ഇത് ചെയ്ത് നോക്കേണ്ട പോലും ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും നല്ല ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ആൻസർ ഇസ് ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. ദി വേപ്പർ പ്രഷർ ഓഫ് എ
2% weight by weight aqueous solution of a non-volatile, non-dissociative solute. ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും this solute is non-electrolyte ആണ്. I value taken as 1. Then at 373 Kelvin is 755 mm of Hg. So this is the vapor pressure of particular solution. Then assuming the vapor pressure of water, that is a solvent used for making this particular solution at 373 Kelvin to be 760 mm, then the molar mass of the solute in gram per mole is closest to. So ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന colligative property relative lowering of vapor pressure ആണ്. So first of all നമ്മൾ അതിൻ്റെ ആ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. Delta P1 divided by P10. This is actually we call it as relative lowering of vapor pressure, which is equal to P10 minus PS divided by P10, and fortunately this is exactly equal to chi2, and chi2 is equal to N2 divided by N1 plus N2, but this concept colligative properties are always applicable for dilute solutions. So this chi2 can be written as N2 divided by N1 plus N2, but N2 is very small compared to N1, so we can take it as N2 by N1, which is equal to W2 by M2 into W1 by M1, so M1 can be written like this. So ഇതാണ് relative lowering of vapor pressure. ഇനി P10 vapor pressure of the pure solvent ഉണ്ട്, vapor pressure of the solution ഉണ്ട്, and this is also okay. Then weight of the solute തന്നിട്ടുണ്ട് 2% നമുക്ക് കിട്ടും. മോളാർ മാസ് aqueous solution ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ മോളാർ മാസ് M2 ആണ് നമ്മളുടെ ചോദ്യം. W1 നമുക്ക് മാസ് പെർസെൻറ്റേജ് എന്ന് കണ്ടുപിടിക്കാം. സോ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം 2% W by W എന്ന് പറഞ്ഞാൽ അല്ലേ ഇതിൻ്റെ മീനിങ് 2 gram ഓഫ് സൊല്യൂട്ട് അല്ലേ, പെർസെൻറ്റേജ് പറയുമ്പോൾ 100-ലാണല്ലോ. 2 gram ഓഫ് സൊല്യൂട്ട് ഇൻ 98 gram ഓഫ് സോൾവെൻറ്റ് വാട്ടർ എന്നാണ് മീനിങ്. സോ ദിസ് ഈസ് യുവർ W2 ആൻഡ് ദിസ് ഈസ് യുവർ W1. 1 ഈസ് ഓൾവേസ് ഫോർ സോൾവെൻറ്റ്, 2 is for solute. ഇനി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ P10 is 760 minus PS is 755 divided by 760 into weight of the solute 2 into molar mass 18 by molar mass of solute we don't know, and W1 is 98. So we can calculate M2. So M2 is equal to 760 into 2 into 18, ഇതിൻ്റെ ഡിഫറൻസ് 5 ആണ്, ഇൻറ്റു 98. നമ്മളിത് 2 വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇത് 49 വരും, ഇത് 9 വരും. പിന്നെ 5 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 1 25 152 ശരിയല്ലേ. 5 വെച്ച് കട്ട് ചെയ്താൽ 26 വരും, പിന്നെ 25 10 ഓക്കെ 152 വരും. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റൂലായിരിക്കും അല്ലേ, 9 ഓക്കെ 2 വെച്ചും പറ്റില്ല, അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 152 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 49 എന്ന് വന്നു. അപ്പോൾ 152 ഇൻറ്റു 18 എന്ന് പറയുമ്പം 6 റിമൈൻഡർ 1 4 2 ദെൻ 2 5 1 6 3 7 2 വരും അല്ലേ, 6 3 7 2 ആൻഡ് ഡിവൈഡഡ് ബൈ 2736 ഡിവൈഡഡ് ബൈ 49 എടുത്താൽ ഏകദേശം ഒരു 5 4 അല്ലേ 24 വരെ. അപ്പോൾ 5-ൽ തുടങ്ങുന്ന ആൻസർ ആയിരിക്കും. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ആൻസർ ഈസ് ഓപ്ഷൻ 1, വെരി ക്ലോസ് ടു 56. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 അഗെയിൻ. സോ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇസ് ക്ലോസസ്റ്റ് ടു 56 ആണ്. ഷാർപ്പ് 56 കിട്ടില്ലായിരിക്കും, 55.8 അല്ലെങ്കിൽ 56.1 ആ റേഞ്ചിലായിരിക്കും. പക്ഷേ ഫസ്റ്റ് ഡെസിമൽ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ഓപ്ഷൻ 1 എന്ന് എഴുതാം. ഓക്കെ, ദിസ് ഇസ് ഫ്രം ദി ചാപ്റ്റർ സൊല്യൂഷൻ. ഫസ്റ്റ് വൺ ഈസ് ഓൾസോ ഫ്രം ദി ചാപ്റ്റർ സൊല്യൂഷൻസ്. Second one, electrochemistry. The cell Zn bar Zn2 plus 1 molar double bar Cu2 plus bar Cu E0 cell 1.1 volt. അതിപ്പോൾ അവർ പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം, this is our famous Daniel cell. Then was allowed to be completely discharged. അതായത് നിങ്ങളുടെ സെല്ല് മുഴുവൻ ഡിസ്ചാർജായി അല്ലേ, കംപ്ലീറ്റ്ലി ഡിസ്ചാർജ്ഡ് മീൻസ് ഈസ് ഈ സെൽ ബിക്കം 0 അല്ലേ. ഈ സെൽ എന്ന് പറഞ്ഞാൽ എന്തായിപ്പോയി 0. ദെൻ ദ റിലേറ്റീവ് കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ആൻഡ് ടു Cu2 പ്ലസ് ഈസ്. അതായത് നിങ്ങളുടെ സെല്ലെന്ന് പറയുന്നത് ഇതാണ്, സിങ്ക് ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ സിങ്ക് ബാർ Zn2 പ്ലസ് ഡബിൾ ബാർ Cu2 പ്ലസ് ബാർ Cu ആണ്. അപ്പോൾ ആനോഡിൽ നടന്ന റിയാക്ഷൻ എഴുതുമ്പം ആനോഡിൽ ഓക്സിഡേഷൻ ആണ്, അതായത് സിങ്ക് കൺവേർട്ടഡ് ടു Zn2 പ്ലസ് 2 ഇലക്ട്രോൺ ആയിട്ടും അറ്റ് ക്യാതോഡിൽ നടക്കുന്നത്
Cu2++2 ഇലക്ട്രോൺ ഗീവ്സ് കോപ്പർ ആയിട്ട് നടക്കും. ഇനി ഇത് നമ്മൾ നെറ്റ് റിയാക്ഷൻ എടുത്തു കഴിയുമ്പം അല്ലേ, നെറ്റ് റിയാക്ഷൻ എടുത്തു കഴിയുമ്പം ഇലക്ട്രോൺ ഉണ്ടാവാൻ പാടില്ല. Zn plus Cu2 plus gives Zn2 plus Cu വരും. ആൻഡ് റിയാക്ഷൻ കോഷ്യൻ്റ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Zn2 plus ഇൻറ്റു കോപ്പർ എടുക്കണ്ട, ബിക്കോസ് ദാറ്റ് ഇസ് എ പ്യുവർ സോളിഡ്, ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് Cu2 plus ഇതാണ് കിട്ടുന്നത്. ഇനി നമുക്കറിയാം E cell is equal to, as per the Nernst equation, E0 cell minus 0.059 by n log Q. So this is actually the Nernst equation for a cell. അല്ലേ, അപ്പോൾ ഒരു സെല്ലിൻ്റെ Nernst equation കിട്ടി. ബട്ട് യു നോ E0 cell, E cell 0 ആയിപ്പോയി. സോ E0 cell is equal to 0.059 by n ൻ്റെ വാല്യൂ 2, that is log Q means Zn2 plus by Cu2 plus. So we need to find out this ratio. Like Zn2 plus ൻ്റെ കോൺസെൻട്രേഷൻ മുതൽ Cu2 plus ൻ്റെ കോൺസെൻട്രേഷൻ വരെയുള്ള ആ ഒരു റേഷ്യോ ആണ് വി നീഡ്. സോ നമ്മൾ എന്ത് ചെയ്തു, E0 സെല്ലിന് പകരം നമ്മൾ മാക്സിമം പൊട്ടൻഷ്യൽ വാല്യൂ ഓഫ് 1.1. സോ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2 plus by കോൺസെൻട്രേഷൻ ഓഫ് Cu2 plus is equal to 1.1 into 2 divided by 0.059 equal to 37.3 റേഞ്ചിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ മക്കളെ കോൺസെൻട്രേഷൻ ഓഫ് Zn2 plus by കോൺസെൻട്രേഷൻ ഓഫ് Cu2 plus equal to anti-log, or you can return 10 raised to 37.3. So as per the given option, the answer will be option 4. അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പം അവർ നേരെ തന്നിട്ടില്ലാത്തതുകൊണ്ട് ഈ കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് എന്നൊക്കെ പറഞ്ഞ് തരുന്നതുകൊണ്ടായിരിക്കും നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഡിസ്ചാർജ്ഡ് മീൻസ് E cell becomes equal to 0. സോ Nernst equation reduces. പിന്നെ ചില ആളുകൾ Nernst equation പഠിച്ചു വെക്കുന്ന രീതി എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ആനോഡ് ബൈ കാഥോഡ് അങ്ങനെ പഠിക്കണ്ട. നിങ്ങൾ ഏത് സെൽ റിയാക്ഷൻ തന്നാലും അതിൻ്റെ Q എഴുതുക. Q is called reaction quotient. So E cell is equal to E0 cell minus 0.059 by n log anode by cathode എന്ന് പറഞ്ഞതിന് പകരം log Q എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഇനി ഗ്യാസ് ആണെങ്കിലോ കോൺസെൻട്രേഷൻ്റെ സ്ഥാനത്ത് നിങ്ങൾ പാർഷ്യൽ പ്രഷർ എടുത്ത് ചെയ്താൽ മതി, നോ പ്രോബ്ലം. ഓക്കെ, സോ വി ആർ മൂവിങ് ഇൻ ടു ഫോർത്ത് വൺ. വിച്ച് ഓഫ് ദി ഫോളോയിങ് or given relation of the half cell is incorrect. ഇതിലെ ഏത് ഓഫ് ദി ഹാഫ് ലൈഫ് ഇസ് ഇൻകറക്റ്റ്. ഹാഫ് ലൈഫിൽ ഏത് റിലേഷൻഷിപ്പാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ആദ്യത്തെ ഹാഫ് ലൈഫ് T ഹാഫ് ആണല്ലോ അല്ലേ. സോ T ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/R0. അവർ കൊടുത്തേക്കുന്ന A0 ആണെങ്കിൽ A0 1/A0 raised to n minus 1 where n is the order. So this is the general representation ആണ്. 0 ഓർഡറിൻ്റെ കേസിൽ നമുക്ക് ഓപ്ഷൻ 1 നോക്കാം. n is equal to 0 ആണ്. സോ T half is directly proportional to A0 അല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. സോ T half proportional to A0 raised to 1, അത് കറക്റ്റ് റിലേഷൻ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഫസ്റ്റ് ഓർഡർ ഓക്കെ T half അല്ലെ n is equal to 1 ആണ്. T half is proportional to A0 raised to 0 ആണ്. That is also correct option. Third one, second order n is equal to 2. So T half is proportional to A0. നോക്കാം, ഇവിടെ നോക്കിയോ, ഇവിടെ ഓർഡർ 2 ആണല്ലോ. 2 minus 1 1 വരും. സോ മേളിൽ -1 ആണ്. സോ അത് കൊടുത്തിരിക്കുന്ന തെറ്റിപ്പോയി. അടുത്ത നാലാമത്തെ ഓപ്ഷനിൽ n is equal to 3 ആണ്. സോ T half is proportional to A0 raised to, ഇവിടെ n -1 3 - 1 2 മേളി വരുമ്പോൾ -2. സോ കൊടുത്തിരിക്കുന്ന കറക്റ്റാണ്. അപ്പോൾ ഈ മൂന്ന് ഓപ്ഷൻ കറക്റ്റാണ്. ഇതിൽ തെറ്റിപ്പോയ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണല്ലോ അല്ല, ഇത് തെറ്റാണ്. അപ്പോൾ ആൻസർ ഇസ് ആക്ച്വലി ഓപ്ഷൻ 3. സോ ഹാഫ് ലൈഫിൻ്റെ റിലേഷൻ വെച്ചിട്ട് ഇൻകറക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, കൈനറ്റിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാഫ് ലൈഫ് of a chemical reaction at a particular concentration is 50 minutes. When the concentration of reactant is doubled, the half-life is also doubled. So what is the order of the reaction? Simply it is option 4. അതായത് നിങ്ങൾ നോക്കിക്കോണം, ആദ്യത്തെ T1 എന്ന് പറയുന്നത് 50 minutes ആണ് അല്ലേ. ആ സമയത്ത് എന്താ പറയുക, ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട് ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ. ദാറ്റ് കോൺസെൻട്രേഷൻ ഇസ് ഡബിൾഡ് ആണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ എക്സ് ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നമുക്ക് R0 തന്നെ
തന്നെ ഇടാം അല്ലേ. ഇതാണ് R0 ആണ് ആ കോൺസെൻട്രേഷൻ. ഇനി ഞാനിത് 2R0 ആക്കി മാറ്റിയപ്പോൾ T12 എന്ന് പറയുന്നത് 100 മിനിറ്റ് ആയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന റിലേഷൻ എന്താണ്? T12 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ വിച്ച് ഈസ് എ പ്രോപ്പർട്ടി ഫോർ സീറോ ഓർഡർ ആണ് അല്ലേ. ഇതൊരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 എന്ന് ധൈര്യമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. From the following, select the incorrect pair with respect to the reaction A gives product. നമുക്ക് അതിൽ തന്നെ ചെയ്തു നോക്കാം. നോക്കണം കേട്ടോ, A gives productൽ തന്നെ ചെയ്തു നോക്കാം. അതിൽ ആദ്യത്തെ T12ഉം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എയും കൂടെ നേരെ വരയ്ക്കുകയാണ്. സോ ദാറ്റ് ഈസ് എ സീറോ ഓർഡർ റിയാക്ഷൻ. T12 നോ, ഇത് തെറ്റിപ്പോയി. അവർ ചോദിച്ചേക്കുന്നത് ഇൻകറക്റ്റ് ആയതുകൊണ്ട് ആൻസറും കിട്ടി. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചോളൂ T12 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ ആണ്. അങ്ങനെ വരുമ്പം ആസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇൻക്രീസസ് T12 ഇസ് ഓൾസോ ഇൻക്രീസസ്. സോ ദിസ് ഇസ് റോങ്. അടുത്ത സീറോ ഓർഡറിൻ്റെ എ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷനിൽ ഫോർ n is equal to 0 ദാറ്റ് ഈസ് സീറോ ഓർഡർ റിയാക്ഷൻ. T is equal to 1/k or K is equal to 1/t. ഏതാ വരച്ചേക്കുന്നത്? ടൈമാണ് വരച്ചേക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് K is equal to 1/t into 1/R0 minus 1/R എന്ന് എഴുതാം. ഞാൻ NCERT-ലുള്ളൊരു രീതിയിലാണ് ഈ R0/R എന്ന് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആസ് പെർ ദി ക്വസ്റ്റ്യൻ പേപ്പർ ദിസ് ഇസ് A0/A മൈനസ് എ എങ്ങനെ എടുക്കാം. ഇനി നമുക്കിത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ KT is equal to 1/A0 മൈനസ് 1/A വരും. സോ ഇതിൽ എന്താ പറയുക, സീറോ ഓർഡർ റിയാക്ഷൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് എയും ഇതും നമ്മൾ റിലേഷൻ അല്ലേ. അപ്പം നമുക്ക് R0 ഇത് നമ്മുടെ സെക്കൻഡ് ഓർഡറിൻ്റെ ഇക്വേഷൻ ആയിപ്പോയി. നോക്കിക്കോണേ, K is equal to R0 പിന്നെ R0 അല്ലല്ലോ A0 മൈനസ് എ ഡിവൈഡഡ് ബൈ ടി. സോ ദിസ് ഇസ് ആക്ച്വലി ഫോർ സീറോ ഓർഡർ. മറ്റേത് സെക്കൻഡ് ഓർഡറിൻ്റെ ഇക്വേഷൻ ആയിപ്പോട്ടോ, ഇത് സീറോ ഓർഡർ. ഇനി നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം KT is equal to കോൺസെൻട്രേഷൻ ഓഫ് A0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് എ. സോ കോൺസെൻട്രേഷൻ ഓഫ് എ is equal to അല്ലേ കോൺസെൻട്രേഷൻ ഓഫ് A0 മൈനസ് KT വരും. സോ ഇത് നമ്മൾ y ആക്സിസിലും ടൈം നമ്മൾ എക്സിലും വരച്ചപ്പോൾ ദിസ് ഇസ് mx, ഇത് മൈനസ് ആണ് C വരും. സോ y ഇൻ്റർസെപ്റ്റും ഉണ്ട്, സ്ലോപ്പ് നെഗറ്റീവും. സോ ഈ ഗ്രാഫ് കറക്റ്റാണ് അല്ലേ. ഓപ്ഷൻ 2 എന്ന് പറയുന്ന ഗ്രാഫ് കറക്റ്റാണ്. അപ്പോൾ അത് ആൻസർ അല്ല. അടുത്ത സീറോ ഓർഡറിൻ്റെ തന്നെ മൈനസ് DA/DTയും ടൈമും കൂടെ വരച്ചു. മൂന്നാമത്തത് ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ മൈനസ് DA/DT വിച്ച് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A0 ഓർ കോൺസെൻട്രേഷൻ ഓഫ് A ദ ഹോൾ 0 ഇങ്ങനെ വരും അല്ലേ. സീറോ മേളിൽ വരും. ഇനി നമുക്കതിനെ ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷനെ ഇതിലേക്ക് റേറ്റിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈനസ് DA/DT ഈസ് ഈക്വൽ ടു റേറ്റ് ആണ്. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, റേറ്റ് കോൺസ്റ്റൻറ്റ് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A0. അപ്പോൾ K എന്ന് എഴുതാം. ഇനി ഈ K എന്ന് പറയുന്നത് ശരിക്കും എന്ത് തന്നെയാണ്, നമ്മളുടെ 1/A0 മൈനസ് എ ഡിവൈഡഡ് ബൈ ടി തന്നെയാണ്. അപ്പോൾ ഇതും ടൈമും തമ്മിലുള്ള ഗ്രാഫ് വരും. അപ്പോൾ നിങ്ങൾ ടൈം എടുക്കുന്നതനുസരിച്ച് സീറോ ഓർഡർ റിയാക്ഷൻ്റെ പ്രത്യേകത എന്താണ്, റേറ്റ് ഒരിക്കലും മാറത്തില്ല. കോൺസെൻട്രേഷൻ എങ്ങനെ മാറിയാലും റേറ്റിനെ ബാധിക്കത്തില്ല. സോ ടൈം നിങ്ങൾ മാറും തോറും റേറ്റ് ഓഫ് ദി റിയാക്ഷൻ റിമൈൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ദാറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ഓപ്ഷൻ 3 എന്ന് പറയുന്നതും കറക്റ്റാണ് അല്ല. ഇത് എന്തിനെ കാണിക്കുന്ന, റേറ്റ് ആണ്. ആൻഡ് റേറ്റ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ് ബിക്കോസ് ദിസ് ഈസ് R⁻0 ഈക്വൽ ടു K. സോ റേറ്റ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അടുത്തത് ഫസ്റ്റ് ഓർഡറിൻ്റെ എയും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്. ഫസ്റ്റ് ഓർഡറിൻ്റെ എയും ടൈമുമാണ്. ഫസ്റ്റ് ഓർഡർ നോക്കാം, കോൺസെൻട്രേഷൻ ഓഫ് എയും ടൈമിനനുസരിച്ച് അത് എക്സ്പോണൻഷ്യലി ഡിക്രീസസ് അല്ലേ. ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ ടൈം പോകുന്നതനുസരിച്ച് കോൺസെൻട്രേഷൻ ഓഫ് എ വിൽ ബി എക്സ്പോണൻഷ്യലി ഡിക്രീസസ്. സോ ഈ 3 ഓപ്ഷൻസും കറക്റ്റാണ്. ഇതിൽ ഇൻകറക്റ്റ് പെയറായിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ 1 ആണ് അല്ലേ. അപ്പോൾ 1 വിൽ ബി യുവർ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Resistance of a conductivity cell filled with a 0.1 mole per liter KCl solution is 100 ohms. If the resistance of the same cell when filled with the 0.02 mole per liter solution is 520 ohm, the conductivity of the solution is, the conductivity of previous solution is 1.29 Siemens meter inverse. നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. അതിൽ ആദ്യം നമുക്ക് ചെയ്യാം. 0.1 മോളാർ KCl സൊല്യൂഷൻ്റെ കേസിൽ റെസിസ്റ്റൻസ് നിങ്ങൾ മെഷർ ചെയ്തത് 100 ഓമും ആ സമയത്ത് ഇയാൾ
ഇയാളുടെ കാപ്പ വാല്യൂ എന്ന് പറയുന്നത് 1.29 സീമൻ മീറ്റർ ഇൻവേഴ്സുമാണ്. യു നോ ദി ഫേമസ് ഇക്വേഷൻ കാപ്പ ഇസ് ഈക്വൽ ടു ജി ജി സ്റ്റാർ, ഇങ്ങനെ ഓർക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു ജി സ്റ്റാർ, ആൻഡ് ജി ഈസ് ആക്ച്വലി 1/r അല്ലേ. അപ്പം ജി സ്റ്റാറിൻ്റെ വാല്യൂ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ബിക്കോസ് ജി സ്റ്റാർ ഈക്വൽ ടു കാപ്പ ഇൻറ്റു ആർ ആണ്. കാപ്പ 1.29 സീമൻ മീറ്റർ ഇൻവേഴ്സും റെസിസ്റ്റൻസ് 100 ഓമുമാണ്. ഓം ആൻഡ് സീമൻ ആർ ഓപ്പോസിറ്റ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 129 മീറ്റർ ഇൻവേഴ്സ് ഈസ് ദി സെൽ കോൺസ്റ്റൻറ്റ്. ഇനി ഒരിക്കലും ആ ഒരു പർട്ടിക്കുലർ സെല്ലിൻ്റെ കോൺസ്റ്റൻറ്റ് മാറാൻ പോകുന്നില്ല. ഇനി നമ്മൾ രണ്ടാമത്തെ സൊല്യൂഷനിലേക്ക് വന്നു. ആരുടെ 0.2 മോളാർ KCl സൊല്യൂഷനിലേക്ക് വന്നപ്പം ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 520 ഓം ആണെന്ന് കിട്ടി. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി കാപ്പ വിച്ച് ഈസ് ഈക്വൽ ടു ജി സ്റ്റാർ ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു ജി സ്റ്റാർ ഡിവൈഡഡ് ബൈ R എടുക്കുവാണ്. സോ ജി സ്റ്റാർ യു ഗോട്ട് 129 മീറ്റർ ഇൻവേഴ്സ്, റെസിസ്റ്റൻസ് 520 ഓം ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു അല്ലേ, നമുക്ക് ഏകദേശം ഒരു 129ഉം 520 ആണ്. ഇപ്പോൾ 125ഉം 500 ആണെങ്കിൽ തന്നെ ഏകദേശം ഒരു 1/4.25 വരും. അപ്പോൾ ഏകദേശം ഒരു അതെവിടെ കിടപ്പുണ്ട് അല്ലേ, 0.248 ഓം ഇൻവേഴ്സ് എന്ന് വെച്ചാൽ സീമൻ മീറ്റർ ഇൻവേഴ്സ്. സോ യു ഗോട്ട് ദി ആൻസർ ആസ് ഓപ്ഷൻ 3. കണ്ടോ, ഓപ്ഷൻ 3 കിട്ടും. അപ്പോൾ ആദ്യത്തെ സൊല്യൂഷൻ നിങ്ങൾക്ക് തരുന്നത് ഫോർ ഫൈൻഡിങ് ഔട്ട് ദി സെൽ കോൺസ്റ്റൻ്റ് ആണ്. ആ സെൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുക. പിന്നെ നിങ്ങൾ അതിൽ നിന്ന് 0.1 മോളാർ KCl ഒഴിച്ച് കളഞ്ഞതിന് ശേഷം 0.2 മോളാർ KCl അതിലേക്ക് ആഡ് ചെയ്താലും സെൽ കോൺസ്റ്റൻറ്റിന് മാറ്റം ഉണ്ടാവില്ല. ഈ രണ്ട് സൊല്യൂഷനിൽ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തിനു വേണ്ടി തരുന്ന കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ തരുന്നതാണ്, മീൻസ് സെൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ തരുന്നതാണെന്ന് ഓർക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The given curve represent solubility of HCl in cyclohexane in terms of its mole fraction at 298 Kelvin. HCl-നെ സൈക്ലോഹെക്സൈനിൽ ഡിസോൾവ് ചെയ്താണ്. ഭയങ്കര പാടായിരിക്കും ഡിസോൾവ് ചെയ്യാൻ. ബിക്കോസ് HCl പോളാറും സൈക്ലോഹെക്സൈൻ നോൺ പോളാർ ആയതുകൊണ്ട് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് പ്രിൻസിപ്പിൾ വർക്ക് ആവാത്തത് കൊണ്ട് സോലുബിൾ ആകാൻ കുറച്ച് പാടായിരിക്കും. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. അതിൽ ഒന്നാമത്തത് ദി ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് ഫോർ ദി സിസ്റ്റം അറ്റ് 293 Kelvin ഈസ് 50 കിലോടോർ. നമുക്ക് ഇതിൽ നോക്കാവേ. 293 കെൽവിനിലുള്ള ഡേറ്റ തന്നേക്കുന്നത്. ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് നിങ്ങളപ്പോൾ ഒരു കാര്യം ചെയ്തു. അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ പാർഷ്യൽ പ്രഷർ ഓഫ് HCl ഗ്യാസ് ഇസ് ഈക്വൽ ടു KH of HCl into mole fraction of HCl. So from the graph നിങ്ങൾക്ക് പാർഷ്യൽ പ്രഷർ ഏത് വേണമെങ്കിലും എടുക്കാം. ഫോർ എക്സാമ്പിൾ 500 ഈക്വൽ ടു സോ KH of HCl കണ്ടുപിടിക്കണമെങ്കിൽ ആ സമയത്തുള്ള മോൾ ഫ്രാക്ഷൻ വേണം 0.01. സോ KH of HCl will be 50,000. 50,000 means 50 into 10 raised to 3 യൂണിറ്റ് ഏതാ ടോറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അത്രയും ടോർ എന്ന് എഴുതാം. ദിസ് ഇസ് ഓൾസോ ടോർ. പക്ഷെ അവർ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന 50 കിലോ ടോർ എന്നാണ്. അതെ അല്ലേ, 10 raised to 3 is കിലോ ടോർ. സോ ഓപ്ഷൻ 1 കറക്റ്റാണ്. അവർ ചോദിച്ചേക്കുന്നത് ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ 1 കറക്റ്റാണ്. അടുത്ത് ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് ഫോർ ദി സിസ്റ്റം അറ്റ് 325 Kelvin വിൽ ബി ലെസ്സർ ദാൻ 50 കിലോ ടോർ. അത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം എന്ത് KH ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് ഫോർ HCl is equal to പാർഷ്യൽ പ്രഷർ ഓഫ് HCl ഡിവൈഡഡ് ബൈ മോൾ ഫ്രാക്ഷൻ ഓഫ് HCl. നിങ്ങൾ എന്ത് ചെയ്തു, ടെമ്പറേച്ചർ കൂട്ടി. ടെമ്പറേച്ചർ കൂട്ടിയാൽ മോൾ ഫ്രാക്ഷൻ കുറയും. ബിക്കോസ് ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഓൾവേസ് എക്സോതെർമിക്. കുറേ ആളുകൾ ഈ ഒരു പോയിൻ്റ് കാര്യമായിട്ട് നോക്കാത്തതായിരിക്കണം. പക്ഷെ മറക്കരുത്, ഒരു സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ് ക്യാൻ ബി എക്സോതെർമിക് ഓർ എൻഡോതെർമിക്. പക്ഷേ ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സുകളും എക്സോതെർമിക് ആണ്. എക്സോതെർമിക്കിൻ്റെ പ്രത്യേകത എന്താ? നല്ല രീതിയിൽ സോലബിൾ ആകാൻ വി ഹാവ് ടു ഡിക്രീസ് ദി ടെമ്പറേച്ചർ ആസ് പെർ ദി വാൻ ഹോഫ്സ് ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഇനി ഓർക്കാത്ത ആളുകൾ, അങ്ങനെ സംശയമുള്ള ആളുകൾ ഇത് ഓർത്ത് വെച്ചോണം. ടെമ്പറേച്ചർ കൂടിയാൽ ഒരു ഗ്യാസിൻ്റെ സോലിബിലിറ്റി കുറയും. അപ്പോൾ ആലോചിക്കേ, 325 Kelvin വരുമ്പം മോൾ ഫ്രാക്ഷൻ കുറയും. അപ്പോൾ KH of HCl ഗ്രേറ്റർ ദാൻ 50 കിലോടോറിന് മേലെ വരും. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ 2 എന്ന് പറയുന്നത് 325 ലെസ്സർ ദാൻ 50 കിലോ, അത് തെറ്റാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ 2 ആണ്. മൂന്നാമത്തെ നോക്കിയേ, ദി ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് ഫോർ ദി സിസ്റ്റം അറ്റ് 193 Kelvin വിച്ച് ഈസ് ലെസ് ദാൻ 293. സോ ടെമ്പറേച്ചർ ഡൗൺ ആയി, അപ്പോൾ കൈ കൂടും.
മോൾ ഫ്രാക്ഷൻ കൂടിയാൽ KH കുറയും. സോ ലെസ്സർ ദാൻ 50 കിലോ ടൂർ കറക്റ്റാണ് അല്ലേ. ഓപ്ഷൻ 3 എന്ന് പറയുന്നത് കറക്റ്റാണ്. ദെൻ ഓപ്ഷൻ 4 അണ്ടർ ഐഡൻറ്റിക്കൽ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ മോൾ ഫ്രാക്ഷൻ ഓഫ് HCl ഇൻ വാട്ടർ വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ സൈക്ലോഹെക്സേൻ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് പ്രിൻസിപ്പിൾ, ബിക്കോസ് HCl is polar, water is also polar, but cyclohexane is non-polar. So ഇതിൽ ഏറ്റവും കൂടുതൽ solubility കാണിക്കുന്ന HCl എവിടെയായിരിക്കും? വെള്ളത്തിലായിരിക്കും than HCl in cyclohexane. So the option 4 is also correct. അവർ ചോദിച്ചേക്കുന്ന incorrect statement ആണ്. So answer will be option 2. Okay. അടുത്ത ക്വസ്റ്റ്യൻ, ബേരിയം നൈട്രേറ്റ് ഈസ് 80% അയോണൈസ്ഡ് ഇൻ ആൻ aqueous solution, then its Van Hoff factor is. ഇതും നമ്മൾ ചില ആളുകൾ തെറ്റിക്കുന്നതാണ്. ബേരിയം നൈട്രേറ്റ് is an electrolyte. It will produce 3 ions when dissolved in water, 1 barium 2+ and 2 nitrate ion. So the answer will be 3, but ഓക്കെ ഫോർച്ചുനേറ്റ്ലി അതിൻ്റെ അകത്ത് 3 ഇല്ല അല്ലേ. 3, അതായത് ഒരു ബേരിയം 2+ഉം 2 നൈട്രേറ്റ് എന്ന് വിചാരിച്ച് 3 ആൻസർ എഴുതാൻ ട്രൈ ചെയ്യും. പക്ഷേ മക്കളെ കംപ്ലീറ്റ് അസോസിയേഷൻ ഓർ കംപ്ലീറ്റ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാലാണ് ഐയുടെ വാല്യൂ തിയറട്ടിക്കലി പറയാൻ പറ്റൂ. ഇപ്പം നിങ്ങളോട് പറയാണ് ബേരിയം നൈട്രേറ്റ് ഈസ് 100% അയണൈസ്ഡ്, ദെൻ ഇറ്റ്സ് വാൻ ഹോഫ് ഫാക്ടർ വിൽ ബി 3. പക്ഷെ ഇവിടെ 80% ആകുമ്പം ദറ്റ് ഈസ് പെർസെൻറ്റേജ് ആൽഫ അല്ലേ, ഓർ ആൽഫ ഇസ് ഈക്വൽ ടു എത്രയായിരുന്നു? I-1 ഓർ 1 - I. നിങ്ങൾ ആ 2 ഇക്വേഷൻ ഓർമ്മയുണ്ട്. I-1/n-1. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ഡിസോസിയേഷൻ. അതിൽ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.8 ആണ്. ദെൻ I-1/n ബേരിയം നൈട്രേറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 നൈട്രേറ്റും 1 ബേരിയം 2+ഉം അടക്കം 3 അയോൺസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്പർ ഓഫ് അയോൺസ് ഇസ് ഈക്വൽ ടു 3. സോ 3 - 1 2. സോ I-1/2. സോ I-1 ഇസ് ഈക്വൽ ടു 1.6. സോ I ഇസ് ഈക്വൽ ടു 2.6. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും. കണ്ടോ, അപ്പോൾ 3 അല്ല ആൻസർ. മീൻസ് വാൻ ഹോഫ് ഫാക്ടർ 3ക്കും താഴെ പോയി, കാരണം അവിടെ പെർസെൻറ്റേജ് അയണൈസേഷൻ 100% ഇല്ല അല്ലേ. ഓക്കെ, അടുത്തത് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് ഓഫ് 3 metals A, B, C, R respectively plus 0.34, -0.76 and -0.44 volt. Reducing power is in the order, you know the concept അല്ലേ. Reducing power will be inversely proportional to SRP, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇതിൻ്റെ ഒരു വാല്യൂ നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ലീസ്റ്റ് SRP ഉള്ളതാണ് ഹയസ്റ്റ്. സോ ദാറ്റ് വിൽ ബി B ഗ്രേറ്റർ ദാൻ C ഗ്രേറ്റർ ദാൻ A. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 4. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് തന്നെയാണ്. റിഡക്ഷൻ പവറും അതുപോലെ നമ്മളുടെ ഈ ഒരു എന്താ പറയുക റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ദി സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് വിൽ ബി ഓപ്ഷൻ മീൻസ് B, then C, then A. അപ്പോൾ ഈ ഒരു വാല്യൂ ഒരു റൂൾ ഓർത്ത് വെച്ചാൽ ധൈര്യമായിട്ട് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, 100 ml of a solution prepared by dissolving 1.755 gram sodium chloride in water is mixed with a 100 ml solution prepared by dissolving 2.775 gram calcium chloride in water. Then the molarity of Cl chloride ion in the final solution. So first of all we need to find out the molarity of 2 solutions. ആദ്യത്തെ 100 ml volume, then weight of solute 1.755 gram and sodium chloride ആണല്ലേ. So molarity will be number of moles by volume. So number of moles can be written as W2 into 1000 വേണം അല്ലേ, കാരണം അവിടെ ml തന്നിരിക്കുന്നത്. മോളാർ മാസ് 58.5 into വോളിയം 100. So this will be cancelling 10 കിട്ടും. So W2 is equal to W2 നമുക്കറിയാം. ഒന്നുകൂടെ ഇക്വേഷൻ വേണ്ടായിരിക്കും അല്ലേ. മൊളാരിറ്റീസ് അല്ലേ വേണ്ട, ഇക്വേഷൻ ഒന്നുകൂടെ എഴുതിയേക്കാം. W2 into 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം. സോ W2 1.755 into 1000 divided by molar mass of sodium chloride is 58.5 into volume 100. So this will be cancelling 10. So 17.55 divided by 58.5 ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു 3 times ആണെന്ന് തോന്നുന്നു. 58.5 into 3 times or 585 into 3 times 5 remainder അല്ലേ 152 കണ്ടോ 1755 കിട്ടും അല്ലേ 1755. അപ്പോൾ നമുക്കിവിടെ
3 എന്നായിരിക്കും അല്ലേ, 0.3 മോളാർ എന്ന് കിട്ടും. ശരി, ഇനി അടുത്ത ഇത് ഫസ്റ്റ് സൊല്യൂഷനാണ്. സെക്കൻഡ് സൊല്യൂഷൻ വോളിയം സെയിം ആണ്, 100 ml ആണ്. ഇത് ആരുടെ ഡേറ്റ മക്കളെ? സോഡിയം ക്ലോറൈഡിൻ്റെ ഡേറ്റ കേട്ടോ. അടുത്ത വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ 2.775 ഗ്രാം. ഇത് കാൽഷ്യം ക്ലോറൈഡിൻ്റെ ഡേറ്റയാണ്. അപ്പോൾ മൊളാരിറ്റി ഈക്വൽ ടു, ഇനി ഞാൻ ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമില്ലായിരിക്കും, W2 2.775 ആണ്. 775 into 1000 divided by molar mass of calcium chloride 111 into 100. So this will be cancelling 10. So this is 27.75 divided by 111 ആണ്. അപ്പോൾ നമുക്ക് 2775 divided by 111. So 2 times 222 വരും. So this is 555 വരും. So 5 times 555 വരും. ഓക്കെ, അപ്പോൾ 25. സോ ദിസ് ഇസ് എത്രയാ? 0.10⁻² ഉണ്ട് അല്ലേ, 0.02 2 ഡെസിമൽ പോയിൻ്റ് മാറ്റി, താഴെ ഒന്നുമില്ല. ഇപ്പോൾ 277 25 ടൈംസ് ആണ്. 2775 25 into 10⁻², 0.025 അല്ലേ. ഇത് കറക്റ്റാണോ നോക്കട്ടെ. 1755 divided by 58.5 എന്ന് പറയുമ്പോൾ 3 times 5571 കിട്ടും. അപ്പോൾ ഇവിടെ 10⁻⁻1 0.025. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊളാരിറ്റി ഓഫ് ദി മിക്സ്ചർ CL മൈനസ് ഇൻ ദി മിക്സ്ചറാണ്. ആദ്യം M1 0.3 ഇൻറ്റു അതിൻ്റെ വോളിയം 100, ബട്ട് ഇൻ ക്ലോറൈഡ് ഒരു ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡിലുള്ളൂ. അടുത്തത് 0.025 ഇൻറ്റു വോളിയം അഗെയിൻ 100 ഇൻറ്റു 2 അയോൺസ് ഉണ്ട് ഡിവൈഡഡ് ബൈ 200 അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നോക്കട്ടെ, ഇതെത്രയാണ്? 0.30 പ്ലസ് 100 2.55 divided by 200 വരും. So this is 35 by 200 വരും. So 35 by 200 എന്ന് പറയുമ്പം ഇല്ല, നമ്മുടെ കാൽക്കുലേഷൻ എവിടെയോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇത് 0.3 ആണല്ലേ. 17.55 by 58.5 എന്ന് പറയുന്നത് 1755. 5 റിമൈൻഡർ 1, 5 റിമൈൻഡർ 17. അപ്പോൾ 3 ടൈംസ് കിട്ടി. ഇപ്പോൾ ഇവിടെ 10⁻², 10⁻⁻1 ഇത് 0.3 ആണ്. ഇവിടെ നമ്മൾ ചെയ്യുമ്പം 25 ആണോ എന്ന് നോക്കട്ടെ, ഒന്നുകൂടി ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യുവാണേ. 2775 ഡിവൈഡഡ് ബൈ 111 ആണുള്ള കാൽഷ്യം ക്ലോറൈഡിൻ്റെ 71 പ്ലസ്. ഓക്കെ, 111. അപ്പോൾ ഇത് 2 ടൈംസ് വരുമ്പോൾ 222 വരും. സോ ദിസ് ഇസ് 555 വരും. സോ ഇത് 5 വരുമ്പം ഓക്കെ 555 വരും. 25 ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു 10⁻⁻2 കൂടെ ഉണ്ട്. അപ്പം ഓക്കെ, ഞാനിവിടെ തെറ്റിപ്പോയി. 0.025 പകരം 25 ഇൻറ്റു 10⁻⁻2 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 0.0025 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ, 0.0025. അപ്പം നമുക്കിവിടെ ഇതൊന്ന് മാറ്റിയേക്കാം. 0.0025 ഇൻറ്റു 100 ഇൻറ്റു 2 ക്ലോറൈഡ് ആകുമ്പോൾ 2 ഇടണം. ഇനി നമ്മളിതിൽ ഇത് എത്രയാണ്? 30 വരും പ്ലസ് അല്ല 30 പ്ലസ് ഇത് 0.25 ഇൻറ്റു 2 0.5 വരും ഡിവൈഡഡ് ബൈ 200. സോ ദിസ് ഇസ് 30.5 ഡിവൈഡഡ് ബൈ 200. എന്തെങ്കിലും കാൽക്കുലേഷൻ എറർ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തതിൻ്റെ 1.755 സോഡിയം ക്ലോറൈഡ് ഇൻറ്റു 100 ml മൊളാരിറ്റി കണ്ടുപിടിച്ചു. പിന്നെ രണ്ടാമത്തത് 17.55 ബൈ 58.5 അല്ല സോറി 2.755 ബൈ കാൽഷ്യം ക്ലോറൈഡ് 111 ഇൻറ്റു 1000 ബൈ 100 27.75 ഡിവൈഡഡ് ബൈ 111 0.0025. ചെയ്ത് നോക്കട്ടെ. സോ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു 1.755 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 58.5 ഇൻറ്റു 100 ml. സോ ദിസ് ഇസ് 10 ml. സോ 17.55 ഡിവൈഡഡ് ബൈ 58.5. ഞാൻ
ഒന്ന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യണേ, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കാൻ വേണ്ടി. 17.55 divided by 58.5, this is 0.3 molar, that is correct. അടുത്ത 2.775 by 111 0.025 ആണ്, ഇൻറ്റു 10 0.25 ആണ്. ഇവിടെ നമ്മൾ ചെയ്തതിലൊരു മിസ്റ്റേക്ക് പറ്റി. 2.755 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 111 divided by 100. 2.775 into 1000 divided by 111 divided by 100. ഇത് 0.25 ആണ്, ഞാൻ ചെയ്തതിലൊരു മിസ്റ്റേക്ക് പറ്റി. ഇത് 0.25 ആണ്. അതായത് ഇവിടെ നമ്മൾ ചെയ്ത കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്നാണ്. സോ ദിസ് ഇസ് 0.25 വരും. സോ ഇവിടെ 2 മൊളാരിറ്റി കിട്ടി. ഇനി നമ്മൾ മൊളാരിറ്റി ഓഫ് Cl മൈനസ് ഇൻ ദി മിക്സ്ചർ. ഫസ്റ്റ് മൊളാരിറ്റി 0.3 ഇൻറ്റു 100 ml ഇൻറ്റു 1 ഒരു ക്ലോറൈഡ്. മറ്റേത് 0.25 ഇൻറ്റു 100 ml ഇൻറ്റു 2 ക്ലോറൈഡ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് 100 200. സോ വിച്ച് ഇസ് ഈക്വൽ ടു 30 പ്ലസ് 50 ഡിവൈഡഡ് ബൈ 200 വിച്ച് ഇസ് ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ 200. 30 plus 50 divided 30 plus 50 divided by 0.3 0.5 0.8 by 2 30 50 80. ഓക്കെ, അപ്പോൾ 8 നമ്മൾ 4 വെച്ച് കട്ട് ചെയ്താൽ 2 5 2.5 0.4 മോളാർ. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ 3 വരും. ഞാനിവിടെ ചെയ്തൊരു കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് പറ്റിയതാണ്. അതായത് ഇവിടെ ചെയ്തതിൽ ഞാൻ 0.25 വരെ 0.0025 രണ്ട് പവർ മാറിപ്പോയതാണ്. ഇപ്പോൾ ഇത് രണ്ടും ഇട്ടിട്ട് ഇവിടെ ഈ 2 ഇടാൻ മറക്കരുത്. കാരണം കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് CaCl2 ആണ്. NaCl എന്ന് പറഞ്ഞാൽ ഒറ്റ ക്ലോറിനും കാൽഷ്യം ക്ലോറിൽ 2 Cl ഉണ്ട്. 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇവിടുത്തെ പവർ മാറിപ്പോയത് കേട്ടോ, നമുക്ക് വേണ്ട. ആൻസർ ഓപ്ഷൻ 3 വരും, 0.4 മോളാർ. പിന്നെ ഒരു കാര്യം കൂടെ, ഈക്വൽ വോളിയം ആകുമ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്ത പോലെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 100 പ്ലസ് 100 എന്ന് എടുക്കണ്ട. 0.3 ഇൻറ്റു 1 പ്ലസ് 0.25 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്താൽ മതി. ഈക്വൽ വോളിയം ആകുമ്പോൾ ടോട്ടൽ കോൺസെൻട്രേഷൻ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താലും മതി. സോ ദാറ്റ് ഈസ് 0.4. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ്. ഇതിൽ ആദ്യത്തെ സെല്ലെന്ന് പറയുന്നത് കാഡ്മിയം. ഇത് കാണുമ്പോഴേ അറിയാം ഇത് നിക്കൽ കാഡ്മിയം ബാറ്ററിയാണ്. ദിസ് ഈസ് ആക്ച്വലി എ സെക്കൻഡറി ബാറ്ററി. ഇത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തുള്ള റിയാക്ഷനാണ്. കാഡ്മിയം അല്ലേ, നിക്കൽ ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്ത് കാഡ്മിയം ഓക്സൈഡും നിക്കൽ ഹൈഡ്രോക്സൈഡും ഉണ്ടാകുന്ന ഒരു സെക്കൻഡറി സെല്ലിൻ്റെ ഡിസ്ചാർജിങ് ടൈമാണ്. സോ ഡിസ്ചാർജിങ് ഓഫ് സെക്കൻഡറി ബാറ്ററി എ എന്നുള്ളത് 2ന് മാച്ചിങ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം കട്ടായി. അടുത്ത സിങ്ക് അമാൽഗം HgO. ഇത് കാണുമ്പോൾ അറിയാം മെർക്കുറി സെല്ലാണ്. ഇതൊരു പ്രൈമറി സെല്ലാണ് അല്ലേ, പ്രൈമറി സെല്ലാണ്. ഈ പ്രൈമറി വേറൊന്നും പറഞ്ഞിട്ടില്ല. ചാർജിങ് ആൻഡ് റീചാർജിങ് എന്നുള്ള വാക്ക് പ്രൈമറിക്ക് മാച്ച് ആവില്ല. പ്രൈമറിക്ക് ചാർജിങ് ഇല്ല, എൻ്റെ ഡിസ്ചാർജിങ് മാത്രമേ ഉള്ളൂ. റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ടോർച്ചിൻ്റെ ബാറ്ററി അല്ലെങ്കിൽ നമ്മുടെ വാച്ചിൻ്റെ ബാറ്ററിയൊക്കെ ഒരു തവണ പവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കളയുക, വേറെ യൂസ് ചെയ്യുക. പക്ഷേ നിക്കൽ കാഡ്മിയം ബാറ്ററി ചാർജ് കഴിഞ്ഞാൽ നമ്മളതിനെ റീചാർജ് ചെയ്യാം. അതുപോലെ ലെഡ് സ്റ്റോറേജ് ബാറ്ററി ചാർജ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് റീചാർജ് ചെയ്യാം. അപ്പോൾ ഇത് പ്രൈമറി ആയതുകൊണ്ട് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ 1 കണക്റ്റ് ആവും. സോ ഇത് ഓൾറെഡി 1 ആണ്. അടുത്ത PbSO4, ഇതാണ് നമ്മൾ പറഞ്ഞ LSB, ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ദിസ് ഇസ് ഓൾസോ എ സെക്കൻഡറി ബാറ്ററി. ഇതിൽ തിരിഞ്ഞ് കിടക്കുന്നത് PbSO4 2 ഒരെണ്ണം ആനോഡിലേക്കും ഒരെണ്ണം കാഥോഡിലേക്കും തിരിച്ചു പോവുക. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ വയ്ക്കുന്ന ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയാണ്. ഈ ബാറ്ററി റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയല്ല, റിയാക്ട് ചെയ്യുന്ന സമയത്ത് തിരിച്ചാണ്. നമ്മുടെ ബാറ്ററി ഡൗൺ ആയി കഴിയുമ്പം തിരിച്ച് നമ്മൾ കറണ്ട് കയറ്റിയിട്ട് ഈ നടന്ന റിയാക്ഷൻ റിവേഴ്സ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ചാർജിങ് ആണ്, അതായത് റീചാർജിങ്. ചാർജ് ഇറങ്ങി പോവല്ല ചെയ്യുന്നത്, തിരിച്ച് ചാർജ് കയറ്റുവാണ്. സോ ഇതിൻ്റെ കോഡ് 4 ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. ഇനി ഇത് H2+O2 ഇത് ഫ്യൂവൽ സെല്ലാണ് അല്ലേ. ഫ്യൂവൽ സെല്ല് ഏത് ഫ്യൂവൽ സെല്ല? ഇഷ്ടംപോലെ ഫ്യൂവൽ സെല്ലുണ്ട്. അതിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് നമ്മുടെ ആദ്യത്തെ അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച അല്ലേ, പവർ കൊടുക്കാൻ, സ്പേസ് ക്രാഫ്റ്റിന് പവർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ച സെല്ലാണ് ഫ്യൂവൽ സെല്ല്. ഫ്യൂവൽ സെല്ല് ഉപയോഗിച്ചത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. സോ ഇത് ആൻസർ ഓപ്ഷൻ 3 വരും. മാച്ച് ദി ഫോളോയിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
if a solute X undergoes dimerization and solute Y undergoes trimerization, the minimum values for the Van Hoff factor ആണ് ചോദ്യം. അത് അപ്പം തന്നെ അറിയാം, ആൻസർ ഇസ് ഓപ്ഷൻ 3 ആണ്. അതായത് നിങ്ങളുടെ മിനിമം വാല്യൂ എന്ന് ചോദിച്ചാൽ പെർസെൻറ്റേജ് അസോസിയേഷൻ എന്ന് പറയുന്നത് 100 ആണ്. പെർസെൻറ്റേജ് അസോസിയേഷൻ 100 ആണെങ്കിൽ ഡൈമറൈസേഷൻ്റെ വാൻ ഹോഫ് ഫാക്ടർ 1/2ഉം ട്രൈമറൈസേഷൻ്റെ വാൻ ഹോഫ് ഫാക്ടർ 1/3ഉം. സോ 0.5 ആൻഡ് 0.33 വിൽ ബി യുവർ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഫ്രം ദി ചാപ്റ്റർ ഇലക്ട്രോകെമിസ്ട്രി ആണ്. ഇതിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് കറക്റ്റ് ഫോർ ദി കോൺസെൻട്രേഷൻ സെൽ ഫോർ ദി സ്പോണ്ടേനിയസ് സെൽ റിയാക്ഷൻ. കോൺസെൻട്രേഷൻ സെല്ല് നമുക്ക് അങ്ങനെ എടുത്ത സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്ക് നാൻസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം, ഒരു ഭാഗമാണ് കോൺസെൻട്രേഷൻ സെല്ല്. അപ്പം നിങ്ങൾക്ക് ഇത് ഒറ്റയടിക്ക് ആൻസർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. സ്പോണ്ടേനിയസ് സെൽ ആവണമെങ്കിൽ രണ്ടാമത്തെ കോൺസെൻട്രേഷൻ ആദ്യത്തെ കോൺസെൻട്രേഷനേക്കാൾ വലുതാവണം എന്നാണ് ആൻസർ 2 വരിക. നമുക്ക് വേണമെങ്കിൽ ചുമ്മാ ഒന്ന് ചെയ്തു നോക്കാം. ആദ്യം എ ഗീവ്സ് A++1 ഇലക്ട്രോൺ, ഇത് ആനോഡിലെ റിയാക്ഷനാണ്. രണ്ടാമത് കാഥോഡിലെ റിയാക്ഷൻ എന്ന് പറയുമ്പം അല്ലേ A++1 ഇലക്ട്രോൺ ഗീവ്സ് എ ആണ്. നെറ്റ് റിയാക്ഷൻ എടുക്കുമ്പം എയും A+ ഇതെല്ലാം കൂടെ വെട്ടിക്കളഞ്ഞേക്കരുത്, ഓർത്തോണം. ദീസ് A+ ആർ ഇൻ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ. ആദ്യത്തത് C1ഉം രണ്ടാമത്തെ അല്ലേ ഇത് C1 കോൺസെൻട്രേഷനിലും രണ്ടാമത്തെ C2 കോൺസെൻട്രേഷനിലാണ്. അപ്പം നമ്മൾ നെറ്റ് റിയാക്ഷൻ എടുക്കുന്ന സമയത്ത് A+ അറ്റ് C2 കോൺസെൻട്രേഷൻ ഗീവ്സ് A+ അറ്റ് C1 കോൺസെൻട്രേഷനായി. അപ്പം നമ്മളുടെ Q എന്തായി? കോൺസെൻട്രേഷൻ ഓഫ് A+ അറ്റ്, അത് ഇനി ഫുൾ എഴുതണ്ട, C1 ഡിവൈഡഡ് ബൈ C2 എന്നായി. ഇനി നമ്മൾ നെക്സ്റ്റ് ഇക്വേഷൻ എടുക്കുവാണ്. ഇ സെൽ ഇസ് ഈക്വൽ ടു മക്കളെ E0 സെല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 കാരണം എന്താ? കോൺസെൻട്രേഷൻ സെൽ എന്ന് പറയുന്നാൽ ലെഫ്റ്റിലും റൈറ്റിലും ഇരിക്കുന്ന ആളുകൾ സെയിം ആയതുകൊണ്ട് E0 അതായത് സ്റ്റാൻഡേർഡ് EMF ഈസ് ഓൾവേസ് ഈക്വൽ ടു 0. കണ്ടോ, ഇയാളുടെ പൊട്ടൻഷ്യൽ എത്രയാണോ അത് തന്നെയാണ് ഇയാളുടെയും പൊട്ടൻഷ്യൽ, ഡിഫറൻറ്റ് കോൺസെൻട്രേഷൻ ആണെന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും 0 ആയി കിട്ടുള്ളൂ. അപ്പോൾ കോൺസെൻട്രേഷൻ സെല്ലാണ് ചോദ്യമെങ്കിൽ E0 സെൽ ക്യാൻ ബി ടേക്കൺ ആ 0, ദെൻ -0.059 ബൈ n ഞാനിപ്പോൾ തൽക്കാലം 1 എന്ന് കൊടുക്കുവാണ്. ലോഗ് Q എന്ന് വെച്ചാൽ എന്താ? C1 ഡിവൈഡഡ് ബൈ C2 ആണ് അല്ലേ, C1 ഡിവൈഡഡ് ബൈ C2. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇവിടെ E0 സെല്ല് ഇതായിപ്പോൾ ഇത് പോസിറ്റീവ് കിട്ടണം. സോ -0.059 ബൈ 1 ലോഗ് നോക്കിക്കോണേ, C1 ഗ്രേറ്റർ ദാൻ C2 ആണ് എന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ വാല്യൂ എന്താവും? പോസിറ്റീവും പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് ആവും. അവർ ചോദിച്ച E0 സെല്ല് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് അല്ല. സ്പോണ്ടേനിയസ് പ്രോസസ്സിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് എന്താ? ഈ സെൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. പക്ഷേ ഈ കണ്ടീഷനിൽ ഈ സെൽ എന്തായി പോവും? നോൺ സ്പോണ്ടേനിയസ് ആയി പോവും. തിരിച്ച് C2 ഗ്രേറ്റർ ദാൻ C1 ആണെങ്കിൽ ഈ വാല്യൂ നെഗറ്റീവ് ആവും. ഇത് നെഗറ്റീവ് ആയാൽ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താവും? പോസിറ്റീവ് ആവും. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഏത് റിയാക്ഷൻ്റെ ലക്ഷണമാണ്? സ്പോണ്ടേനിറ്റിയുടെ ലക്ഷണമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ കോൺസെൻട്രേഷൻ സെല്ലുകൾ കുറേ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The following data is given by 27 degrees Celsius for the reaction XA plus YB gives product. ഇത് നമ്മൾ വിളിക്കുന്ന പേര് ഇനീഷ്യൽ റേറ്റ് മെത്തേഡ് എന്നാണ്. നിങ്ങൾ അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല. NCERT-ലുണ്ട് ഇനീഷ്യൽ റേറ്റ് മെത്തേഡ്. നമ്മൾ ആ പേര് അങ്ങനെ വലിയ കാര്യമായിട്ട് യൂസ് ചെയ്ത് പറഞ്ഞില്ലെങ്കിലും മെത്തേഡിൻ്റെ പേര് ഇങ്ങനെയാണ്, ഇനീഷ്യൽ റേറ്റ് മെത്തേഡ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒരു റേറ്റ് ലോ സജസ്റ്റ് ചെയ്യുക. സോ റേറ്റ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു concentration of A raised to something X അല്ലേ, ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് B raised to Y. നമുക്കറിയില്ല അതെന്താണ്. ഇനി നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ഇയാളുടെ കോൺസെൻട്രേഷൻ ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതോ ഡബിളായി, അപ്പോൾ ഇതോ ഡബിളായി. സോ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു B എത്രയാണ് മക്കളെ? B1. ഇനി വീണ്ടും അടുത്തതിലേക്ക് പോവാണ്. ഇതിൽ ഈ രണ്ട് പേരുടെ കോൺസെൻട്രേഷൻ നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ ഇയാളുടെ കോൺസെൻട്രേഷൻ 4 times ആയി. അപ്പോൾ ഇയാളുടെ കോൺസെൻട്രേഷൻ 8 times ആയി അല്ലേ? 2 8 അല്ല അല്ലേ, 2 × 32 ആണ്. എത്രയാണ്? 16 times ആയി. ഒന്നുകൂടെ പറയാം, ഇത് 4 times ആയപ്പോൾ ഇത് 16 times ആയി. 4 raised to 2 ആണല്ലോ 16. അപ്പോൾ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു 2 ആയി. അങ്ങനെ നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എക്സും വൈയും നമ്മൾ റിലേഷനാണ്. നിങ്ങൾക്ക് എക്സ് എന്ത് കിട്ടി? 2ഉം കിട്ടി, വൈ എന്ന് പറയുന്ന 1ഉം കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്താ? 2y. സോ ആൻസർ 4 ഈസ് ദി ഓപ്ഷൻ അല്ലേ. അപ്പം നിങ്ങൾ ചുമ്മാ ഇത് എക്സ് ഇത് ഒന്നും കണ്ട് കൺഫ്യൂഷൻ അടിക്കണ്ട. ഇനീഷ്യൽ റേറ്റ് മെത്തേഡ് നോക്കുക, എന്നിട്ട് ഈ 2 കൊടുക്കുക. ഇത് എക്സും ഇത് വൈയും ആണ്. സോ 2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡബിളാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2y.
സോ കൈനറ്റിക്സ് എന്നുള്ള ചോദ്യം. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് aqueous solution has the highest boiling point. നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ബോയിലിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വാൻ ഹോഫ് ഫാക്ടർ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് osmotic pressure അല്ല വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വാൻ ഹോഫ് ഫാക്ടർ. എങ്ങനെ? ഫോർ ദി സെയിം കോൺസെൻട്രേഷൻ സെയിം ആണ് എങ്കിൽ പിന്നെ നിങ്ങൾ വാൻ ഹോഫ് ഫാക്ടർ നോക്കിയാൽ മതി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വാൻ ഹോഫ് ഫാക്ടർ ഫോർ പൊട്ടാസ്യം നൈട്രേറ്റ് ഇസ് 2 if it is completely ionized, sodium phosphate 4, barium chloride 3, potassium sulfate is also 3. So the answer is option 2. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹയസ്റ്റ് അല്ല ചോദിച്ചേക്കുന്നത്. സോ ഹയസ്റ്റ് ബോയിലിംഗ് പോയിൻറ്റും ഹയസ്റ്റ് ഓസ്മോട്ടിക് പ്രഷറും ഓപ്ഷൻ 2-നാണ്. അതുപോലെ ഹയസ്റ്റ് ഫ്രീസിംഗ് പോയിൻറ്റും ഹയസ്റ്റ് വേപ്പർ പ്രഷറും ഓപ്ഷൻ 1-നാണ്. അപ്പോൾ ഇവർ ചോദിച്ചേക്കുന്ന ഓപ്ഷൻ ആൻസർ അനുസരിച്ചുള്ളത് ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി മാക്സിമം മാസ് ഓഫ് കോപ്പർ ഡിപ്പോസിറ്റഡ് അറ്റ് കാഥോഡ് if current of 1 ampere is used to electrolyze the solution of copper sulfate for 80 minutes. Atomic mass of copper 63.5 യൂണിറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഫാരഡേസ് ഫസ്റ്റ് ലോ, വെയിറ്റ് ഡിപ്പോസിറ്റഡ് വിൽ ബി ഈക്വൽ ടു മോളാർ മാസ് ഓഫ് ദി മെറ്റൽ ഇൻറ്റു current into time divided by number of electron transferred into Faraday with 100% current efficiency. ഇനി 100% ഇല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഈറ്റയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. ഈറ്റ വിൽ ബി എന്താണ്? പെർസെൻറ്റേജ് ഓഫ് എഫിഷ്യൻസി ഒന്നും ഇണ്ടാത്തതുകൊണ്ട് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 100. ഇനി അവർ ചോദിച്ചേക്കുന്ന വെയിറ്റ് ആണ്. മോളാർ മാസ് 63.5, കറണ്ട് എത്ര ആംബിയറാ? 1 ആംബിയർ ഇൻറ്റു ടൈം 80 മിനിറ്റിലായതുകൊണ്ട് നമ്മൾ സെക്കൻഡ്സിലേക്ക് മാറ്റണം. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് 2 കോപ്പർ സൾഫേറ്റ് ഇന്ന് കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 96,500. സോ ഇതിൽ 2 സീറോസ് ക്യാൻസലായിപ്പോയി, ഇത് 2 ക്യാൻസലായിപ്പോയി, 4 വരും. ദെൻ ഇത് 63.5 ഇൻറ്റു 4, ഇവിടെ ഒരു 10⁻⁻1 കൊടുക്കാം. ദിസ് ഇസ് 965 ആണ്. 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 193 വരും. ഇത് 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 127 വരും. സോ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പം 127 ഇൻറ്റു 4 എന്ന് പറയുമ്പം 8 റിമൈൻഡർ 2, 0 റിമൈൻഡർ 1 ആൻഡ് ദിസ് ഇസ് 508. സോ 508 ഡിവൈഡഡ് ബൈ 193 ഇൻറ്റു 10⁻⁻1. സോ 508 ഡിവൈഡഡ് ബൈ 193 എന്ന് പറയുമ്പം എന്തായാലും 3 ടൈംസ് വരുമല്ലോ, 2 ടൈംസ് വരുള്ളായിരിക്കും. 2 ടൈംസ് ആയിരിക്കും വരുന്നത്, നോക്കാം. അപ്പം 2, 6 റിമൈൻഡർ 1, 9 റിമൈൻഡർ 1, 396 വരും അല്ലേ? 396 അല്ലേ വരുള്ളൂ. അപ്പം 2.5 ആയിരിക്കും ആൻസർ. നോക്കാം നമുക്ക്. 8 2 വരും, 0 വരും, 1 പോയി, 4 1 വരും, 102. ഒരു 5 വരുമോ നോക്കാം അല്ലേ? 5 വരുമോ നോക്കാം. 25 5 2.5 നോക്കട്ടെ. കാൽക്കുലേറ്റ് ചെയ്യുമ്പം തെറ്റ് വരണ്ട. 63.5 ഇൻറ്റു 1 ആംബിയർ ഇൻറ്റു 80 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 2/96500 അല്ല 1 പോയിൻ്റാണ് കിട്ടുന്നത് അല്ലേ? അപ്പം ഞാൻ ഇവിടെ ചെയ്തതിൽ എന്തോ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്ന് നോക്കാം. ഈ കാൽക്കുലേഷൻ ചിലപ്പം തെറ്റിപ്പോവും, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ ഈ 2 വെച്ചൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ മിസ്റ്റേക്ക് വരും. നമുക്കിത് ആദ്യം തൊട്ടും ചെയ്തേക്കാം. 63.5 ഇൻറ്റു കറണ്ട് 1 ആംബിയർ ആണ്, ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 80 മിനിറ്റ് ഇൻറ്റു 60 സെക്കൻഡ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് 2 ഇൻറ്റു 96,500. ആദ്യം ഞാൻ തന്നെ 63.5 ഇൻറ്റു 8 ഇൻറ്റു 60 എന്നെഴുതി ബൈ 2 ഇൻറ്റു 96500 എന്നെഴുതി. 0 ക്യാൻസലായി. പിന്നെ ഇത് 5 വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ 5 1 5 വരും, 13 2 10 വരും, പിന്നെ 127 വരും. ഇത് നമ്മൾ 5 വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ 1 അല്ലേ? പിന്നെ 46 9 വരും, 15 5 3 വരും അല്ലേ? പിന്നെ 0 1930. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്യുവാണെങ്കിൽ 4 വരും അല്ലേ?
പിന്നെ ഇവിടെ ഒരു 6ഉം കൂടെ ഉണ്ടായിരുന്നു. ആ 6 ഇത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ 127 × 24 ഡിവൈഡഡ് ബൈ 1930. അപ്പോൾ ഞാൻ ആ 6 മിസ്സായി പോയതാണെന്ന് തോന്നുന്നു. ഇൻറ്റു 24, 8 റിമൈൻഡർ 2, 0 റിമൈൻഡർ 1 ആൻഡ് ദിസ് ഇസ് 5, 4 റിമൈൻഡർ 1, ദിസ് ഇസ് 5, ദിസ് ഇസ് 2, 8 4 0 3, 3048 അല്ലേ. അപ്പോൾ 3048 ഡിവൈഡഡ് ബൈ 1930. അപ്പോൾ ഇതിൻ്റെ ഡബിൾ എടുത്താൽ പറ്റൂല അല്ലേ, 38 ആയിപ്പോൾ 1 ടൈംസ് ഉള്ളൂ. 1 ടൈംസ് വരുന്ന ആൻസർ ഇതേ ഉള്ളൂ, 1930. ഓക്കെ, 1 പോയിൻറ്റ് സംതിങ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 വരും. ഇപ്പം ഞാൻ അവിടുത്തെ ഒരു 6 മിസ്സാക്കി കളഞ്ഞു കേട്ടോ. വെട്ടിക്കളയുമ്പം അവിടുത്തെ ഒരു 6 ഞാൻ എടുത്തില്ല, അതുകൊണ്ടാണ് മാറിപ്പോയത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. അടുത്ത് 2 liquids X and Y forms an ideal solution. Ideal solution എന്ന് വെച്ചാൽ Rolle's law obey ചെയ്യും. Rolle's law obey ചെയ്യും. At 300 Kelvin, the vapor pressure of the solution containing 1 mole of X and 3 mole of Y is 550. So PS is equal to P0X into chi X plus P0Y into chi Y എന്നാണ്. സോ PS 550 എന്ന് തന്നിട്ടുണ്ട്, ഈക്വൽ ടു P0X അറിയില്ല, chi X 1/4 പ്ലസ് P0Y അറിയില്ല, ദാറ്റ് ഈസ് 3/4. LCM എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ P0X പ്ലസ് 3P0Y is equal to 550 into 4 എത്രയാ, 0 റിമൈൻഡർ 2 and 2 the equation number 1. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ. അടുത്ത, അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ഇഫ് 1 mole of Y is further added to the solution, vapor pressure of the solution increases by 10 millimeter mercury. അതായത് ഞാൻ ഒരു വൈയും കൂടെ ആഡ് ചെയ്തു, അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് എക്സ് 1 തന്നെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് വൈ ഞാൻ 4 ആക്കിയപ്പം വേപ്പർ പ്രഷർ 10 മില്ലിമീറ്ററും കൂടെ കൂടിയെന്ന് വെച്ചാൽ ഇത് 560 മില്ലിമീറ്റർ ആയി. അപ്പോൾ P0X ഇൻറ്റു 1/5 പ്ലസ് P0Y ഇൻറ്റു 4/5 എന്നായിട്ട് ഇക്വേഷൻ മാറും. അപ്പോൾ P0X പ്ലസ് 4P0Y ഇസ് ഈക്വൽ ടു ഇത് 5 വെച്ച് LCM എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 30, 0 റിമൈൻഡർ 3 ആൻഡ് ദിസ് ഇസ് 2800. ഇക്വേഷൻ നമ്പർ 2 എന്ന് വന്നു. ഇനി നിങ്ങൾ ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യണം. അവർ ചോദിച്ചേക്കുന്ന P0X ഉം P0Y ഉം. അങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് 2 - 1 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടും അല്ലേ. 4PY0 3PY0 എന്ത് കിട്ടി, PY0 ഈക്വൽ ടു 2800 നിന്ന് ഇത് പോയാൽ 600. സോ PY0 600 കിട്ടി. 600 ഉള്ള 2 ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് PX0 കൂടെ കണ്ടുപിടിക്കണം. അതിന് ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് കൊണ്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ P0X പ്ലസ് 3 ഇൻറ്റു 600 ഇസ് ഈക്വൽ ടു 2200. സോ P0X ഇസ് ഈക്വൽ ടു 2200 മൈനസ് 1800 ആണ്. എത്രയാ, 1800, 400 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ്. സോ P0X 400ഉം P0Y 600ഉം ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. സോ ഇത് റോൾസ് ലോയുടെ ആപ്ലിക്കേഷനാണ്. റോൾസ് ലോ വെച്ചിട്ട് നേരെ കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്തത് ദി റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് 3.25 ഇൻറ്റു 10⁻³ മോൾ (-2) ലിറ്റർ സ്ക്വയർ പെർ മിനിറ്റ്. ചോദിച്ചേക്കുന്ന ഓർഡർ ഓഫ് ദി റിയാക്ഷൻ ആണ്. ആൻസർ 4. കാരണം നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഓർഡർ ഇസ് ഈക്വൽ ടു ഏതാ, പവർ ഓഫ് ലിറ്റർ. ലിറ്ററിൻ്റെ പവർ ഏതാന്ന് നോക്കുക, പവർ ഓഫ് ലിറ്റർ, എന്നിട്ട് അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ പവർ ഓഫ് ലിറ്റർ എന്ന് പറയുന്നത് 2ൻ്റെ കൂടെ 1 കൂട്ടിയാൽ ഓർഡർ കിട്ടി. ഓർഡർ ഇസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾ ആ യൂണിറ്റ് കണ്ടു കഴിയുമ്പോൾ തന്നെ ഓർഡർ പിടികിട്ടിക്കോളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാ, ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, given below are 2 statements. Coal dust burns at a faster rate than a large piece of coal. ശരിയാ, ഒരു വലിയ കോൾ പീസിനേക്കാളും നല്ലത് കോൾ ഡസ്റ്റ് ആണ് പെട്ടെന്ന് കത്തുന്നത്. കാരണം എന്താ, സർഫസ് ഏരിയ കൂടുമ്പം റിയാക്ടിവിറ്റി കൂടും. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് പ്രപ്പോർഷണൽ ടു സർഫസ് ഏരിയ ഓഫ് ദി സോളിഡ് റിയാക്ടൻറ്റ്. സോ ബോത്ത് റിയാക്ടൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് 2 is the correct explanation for statement 1. ആൻസർ ഈസ് ഓപ്ഷൻ 1. അടുത്തത് ന്യൂമറിക്കൽ ടൈപ്പാണ്. അതിൽ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി pH ഓഫ് ദി ഹാഫ് സെൽ platinum bar H2 bar H2SO4
ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഈസ് പ്ലസ് 0.177 വോൾട്ട്. നിങ്ങൾക്കറിയാം SRP സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു 0.059 pH മൈനസ് 0.059 pH ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ SRP ഈക്വൽ ടു SRP എന്ന് വെച്ചാൽ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്, പക്ഷെ അവർ തന്നേക്കുന്ന ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ്. അപ്പം നിങ്ങളത് റിഡക്ഷൻ പൊട്ടൻഷ്യലാക്കുമ്പം മൈനസ് 0.177 ഈക്വൽ ടു മൈനസ് 0.059 pH. So pH of the particular solution will be 0.177 divided by 0.059. So 177 divided by 59 approximately 3 27 അല്ല 7 15 2 17. ഓക്കെ, ആൻസർ 3 എന്ന് കിട്ടും. സോ pH of the solution will be 3. ഓക്കെ, അടുത്ത് the Van Hoff factor of an electrolyte A3B is undergoing dissociation is 2.14. നമ്മൾ നേരത്തെ ചെയ്താണ്. Percentage alpha is equal to I minus 1 by N minus 1 if it is percentage into 100. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 2.14 മൈനസ് 1. ഇത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്താ 3A പ്ലസ് ആൻഡ് B3 മൈനസ് ആണ്. മൊത്തം നമ്പർ ഓഫ് അയോൺസ് എന്ന് പറയുന്നത് 4 ആണ്. സോ ദിസ് ഇസ് 4 മൈനസ് 1. സോ ഈക്വൽ ടു 0.14 ഡിവൈഡഡ് ബൈ 3 വരും. ഓർ ഇൻറ്റു 100 ഉണ്ട് കേട്ടോ, ഇൻറ്റു 100 വരും. സോ ദിസ് ഇസ് 14 ബൈ 2.14 14 ബൈ 3 ആണ്. 14 ബൈ 3 എന്ന് പറയുമ്പം 2.14 മൈനസ് 1 ഇത് 1.14 അല്ലേ 2.14 ഇത് 1.14 ഇൻറ്റു ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 100. സോ 114 ഡിവൈഡഡ് ബൈ 3 വരും. ഇപ്പോൾ 3 9 വരും. 24 38% അല്ലേ 38% ആണ്. അപ്പോൾ 38 ഇൻറ്റു 3 4 2 9 2 10. ഓക്കെ, സോ ആൻസർ 38. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഗിവൺ ഇലക്ട്രോകെമിക്കൽ ഡേറ്റ. അയോൺ തന്നിട്ടുണ്ട്, ലാംഡ എം തന്നിട്ടുണ്ട്. ലാംഡ എമ്മിൽ ക്യാപിറ്റൽ ലാംഡ അല്ല സ്മോൾ ലെറ്റർ ലാംഡയാണ്. ദറ്റ് ഈസ് ദി കണ്ടക്ടൻസ് ഡ്യൂ ടു അയോൺ ആണ്. ക്യാപിറ്റൽ ലാംഡ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സൊല്യൂഷൻ്റെ മോളാർ കണ്ടക്ടിവിറ്റിയാണ്. പൊട്ടാസ്യം Na+ഉം Cl- എല്ലാം ലാംഡ എം വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എ സൊല്യൂഷൻ വിച്ച് ഈസ് 0.1 മോളാർ ഇൻ KCl and 0.2 molar in NaCl has conductivity of kappa Siemens meter centimeter inverse. Find the value of 1000 kappa to the nearest integer neglecting conductivity of water. നിങ്ങൾക്കറിയാം, ആദ്യം KCl സൊല്യൂഷൻ എടുക്കാം. ഇതിൻ്റെ ലാംഡ M0 എന്ന് പറയുന്നത് ഏതാ ലാംഡ M0 for K plus ലാംഡ M0 for Cl minus, so which is equal to 74 plus 76 0 remainder 1 and this is 150 Siemens സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആണ്. ശരി, അടുത്തത് NaCl സൊല്യൂഷൻ എൻ്റെ ലാംഡ M0 എന്ന് പറയുന്നത് ലാംഡ M0 ഫോർ Na പ്ലസ് ലാംഡ M0 ഫോർ Cl മൈനസ് ആണ്. Na പ്ലസിൻ്റെ 49ഉം Cl മൈനസ് 76ഉം ആണ്. 5 റിമൈൻഡർ 1 വരും. 8 4 125 Siemens സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആണ്. ഇനി അവർ ചോദിച്ചേക്കുന്ന അവരുടെ രണ്ട് സൊല്യൂഷനും കാപ്പയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ആദ്യം ടോട്ടൽ കാപ്പ അല്ലേ ഓർ കാപ്പ ഫോർ KCl കണ്ടുപിടിക്കാം. സോ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം, ലാംഡ എം is equal to kappa, lambda m is equal to kappa divided by concentration, that is molarity, centimeter ആകുമ്പോൾ into 10 raised to 3 so kappa is equal to എന്ത് വരും lambda m into molarity divided by 10 raised to 3 വരും. അപ്പോൾ ഇവിടെ lambda 150 ആണ്. molarity എന്ന് പറയുന്ന KCl എത്രയാണോ 0.1ഉം 2 പോയിന്റ് മറ്റേ NaCl 0.2 ഡിവൈഡഡ് ബൈ 1000 വരും. സോ ദിസ് ഇസ് 15 ഇൻറ്റു 10 raised to -3 വരും. സോ കാപ്പ ഡ്യൂ ടു NaCl ഇസ് ഈക്വൽ ടു എത്രയാ 1 ഇത് KClൻ്റെ ആണല്ലേ. ഇനി അടുത്ത NaCl ആകുമ്പോൾ 125 സോ 125 ഇൻറ്റു 0.2 ഡിവൈഡഡ് ബൈ 1000 ആണ്. അപ്പോൾ 0.2 എന്ന് പറയുമ്പം
250 125 ഇൻറ്റു 2 എന്ന് പറയുന്നത് 250. സോ 25 ഇൻറ്റു 10⁻³ എന്ന് വരും. സോ കാപ്പ ഇസ് ഈക്വൽ ടു എത്രയാ 40 ഇൻറ്റു 10⁻³ ടോട്ടൽ വരും. ഇനി അവർ ചോദിച്ചേക്കുന്ന 1000 കാപ്പയാണ്. 1000 കാപ്പ ഇസ് ഈക്വൽ ടു 1000 ഇൻറ്റു 40 ഇൻറ്റു 10⁻³ വിച്ച് ഇസ് ഈക്വൽ ടു 40 അല്ലേ. അപ്പോൾ ആൻസർ ഏത് വരും 40 വരും. അവർ ആ ഇൻറ്റീജറിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ 1000 കാപ്പ എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ ഇൻഡിവിജ്വൽ കാപ്പ എടുക്കുക, ആഡ് ചെയ്യുക, എന്നിട്ട് 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ സെറ്റ് 295 Kelvin for the following half cell are given below. Nitrate 1Adn2 plus Fe3 plus Ag plus Au3 plus. The number of metal which will be oxidized by NO3 minus ion. ഇതിനൊക്കെ സൊല്യൂഷൻ നിങ്ങൾ NO3 minus ion നോക്കിയേ. NO3 minus ion വാല്യൂ ഹൈലി പോസിറ്റീവാണ്. സോ ഇവർക്ക് എന്ത് നടക്കും? ഓക്സിഡേഷൻ. സോറി, ഇത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലേ. എന്ത് നടക്കും? ഇതെല്ലാം തന്നിരിക്കുന്ന എല്ലാം റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. സോ ഇവർക്ക് റിഡക്ഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇവരൊരു നല്ല സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. നോക്കിയോണേ, ഇനി ഇയാൾക്ക് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്ന ആരെയാണെന്ന് നോക്കണം. അപ്പോൾ ഇയാളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂവിനേക്കാൾ കുറഞ്ഞ ആളുകളെ, ഇയാളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂവിനേക്കാൾ കുറഞ്ഞ 3 പേരാണ് ഇത്. പക്ഷേ ഇയാളുടെ വാല്യൂ കൂടുതലാണ് 1.40. അപ്പോൾ എത്ര മെറ്റലുകളെ ഇവർക്ക് അല്ലെങ്കിൽ എത്ര പേരെ ഓക്സിഡൈസ് ചെയ്യാം? 3 പേരെ ഓക്സിഡൈസ് ചെയ്യാം. വനേഡിയത്തിനെ ഓക്സിഡൈസ് ചെയ്യാം, അയണിനെ ഓക്സിഡൈസ് ചെയ്യാം, സിൽവറിനെ പറ്റും, പക്ഷേ ഗോൾഡിനെ പറ്റില്ല. ബിക്കോസ് അത് 0.97ഉം ഇത് 1.40 റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെങ്കിൽ അതിനേക്കാൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റാണ് ഈ സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ ആൻസർ 3. അടുത്ത, റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് എ റിയാക്ഷൻ ഇൻക്രീസസ് ബൈ 5 times ഓൺ ഇൻക്രീസിങ് ദി ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് K2 എന്ന് പറയുന്നത് 5 K1 ആയി എന്ന് പറയുന്നു. എപ്പം T1 300-ൽ നിന്നും T2 കെൽവിനിൽ നിന്നും T2 എങ്ങോട്ടേക്ക് മാറ്റിയപ്പോഴാണ് 52 എന്ന് പറയുമ്പോൾ 273 + 52 5 2 3 325 അല്ലേ. 325 കെൽവിനിലേക്ക് മാറി. ഡിഫറൻസ് എത്രയാണോ 52 27 ഡിഫറൻസ് എന്ന് പറയുമ്പം 5 25 കെൽവിൻ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം വാല്യൂ ഓഫ് ആക്ടിവേഷൻ എനർജി. ലോഗ് അറീനിയസ് ഇക്വേഷൻ അല്ലേ. K2/K1 = EA ഡിവൈഡഡ് ബൈ 2.303 R ഇൻറ്റു T2 - T1/T1 T2. ഓക്കെ, ഇനി ലോഗ് K2/K1 എന്താ? ലോഗ് 5. ലോഗ് 5 is 0.7 is equal to EA. കിലോ ജൂളിലായിരിക്കണം ആൻസർ. ആൻഡ് ദാറ്റ് ഈസ് 2.303 ഇൻറ്റു 8.314 19.15 ഇൻറ്റു ഡിഫറൻസ് 25 ആണ് ബൈ 300 ഇൻറ്റു 325 വരും. ഓക്കെ, നമുക്ക് EA കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ 325 ആണോന്ന് കറക്റ്റ് നോക്കട്ടെ കേട്ടോ. 5 2 റിമൈൻഡർ 1. ഓക്കെ, 50 to 20. ഓക്കെ, ഇനി നമ്മൾ EA കാൽക്കുലേറ്റ് ചെയ്യുമ്പം 0.7 ഇൻറ്റു 19.15 ഇൻറ്റു 300 ഇൻറ്റു 325 ഡിവൈഡഡ് ബൈ 25 വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ ഇതിനെ 0.7 ഇൻറ്റു 1915 ഇൻറ്റു 3 ഇൻറ്റു 325 ഡിവൈഡഡ് ബൈ 25 എടുക്കാം. നമുക്ക് 5 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 5 30 വരും, 6 5 65 വരും. ഇത് 5 വെച്ച് കട്ട് ചെയ്താൽ 1 15 13 വരും. ഇനി നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ അല്ലേ 1915 ഇൻറ്റു 21 നോക്കാം അല്ലേ. 3 7 21. സോ 5191 0 റിമൈൻഡർ 1 2 3 8 റിമൈൻഡർ 1 ദിസ് ഇസ് 3. സോ 512 0440215 എന്ന് കിട്ടി. ഒരു പോയിൻ്റ് ഇട്ടു. ഇനി ഇൻറ്റു ഒരു 13 ഉണ്ട് അല്ലേ, ഒരു 13 കൂടെ ഉണ്ട്. സോ 5 റിമൈൻഡർ 1 4 6 0 12. സോ 51204 40215. സോ 597225 വരും. അപ്പോൾ നമ്മൾ എത്രയാ ഒരു ഡെസിമൽ പോയിൻറ്റും കൂടെ മാറ്റിയിടണമല്ലോ അല്ലേ, ഇവിടെ വരും. അപ്പോൾ നമുക്ക് 5227.9.5 ജൂൾ പെർ മോളാണ്. പക്ഷെ അവർ കിലോ ജൂളാണ് ചോദിച്ചേക്കുന്നത്. കിലോ ജൂളാകുമ്പോൾ 52.279.5 കിലോ ജൂൾ പെർ മോളാണ്. നിയറസ്റ്റ് ഇൻറ്റീജർ ആക്കാൻ പറഞ്ഞാൽ 52 കിലോ ജൂൾ പെർ മോൾ. ആൻസർ 52 വരും അല്ലേ. ആൻസർ 52 വരും. അപ്പോൾ അവർ കിലോ ജൂളിലേക്കാണ് നിയറസ്റ്റ് ഇൻറ്റീജർ, റൗണ്ടഡ് ഓഫ് ടു നിയറസ്റ്റ് ഇൻറ്റീജറും ഉണ്ട്. അപ്പോൾ അതിലേക്ക് മാറ്റി എഴുതാം. സോ കാൽക്കുലേഷൻ ഇതാണ്, അറിയൻസ് ഇക്വേഷൻ. ഓക്കെ, അടുത്തത് എ ഗേഷ്യസ് റിയാക്ഷൻ ഹാവിങ് റേറ്റ് കോൺസ്റ്റന്റ് ആസ് റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു B. വോളിയം ഓഫ് ദി വെസൽ ഈസ് സഡൻലി റെഡ്യൂസ്ഡ് ടു ഹാഫ്
its initial value, then the rate. Okay, നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, വോളിയം നിങ്ങൾ സഡൻലി റെഡ്യൂസ്ഡ് ടു ഹാഫ് ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഡബിൾ ആവും. കാരണം എന്താ, കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. സോ വോളിയം പകുതിയായാൽ കോൺസെൻട്രേഷൻ ഇരട്ടിയാവും. അപ്പം നിങ്ങളുടെ പുതിയ റേറ്റ് എന്ന് പറയുന്നത് അല്ലെ, റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് 2A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് 2B എന്ന് വരും. സോ 4 ഇൻറ്റു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി വരും മക്കളെ. അപ്പോൾ 4 ഇൻറ്റു ഓൾഡ് റേറ്റ് എന്ന് വരും. അപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് പഴയ റേറ്റിൻ്റെ 4 ടൈംസ് ഇൻക്രീസ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് 4 വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി വാൻ ഹോഫ് ഫാക്ടർ ഫോർ എ സ്പീഷ്യസ് അണ്ടർഗോയിങ് 50% അസോസിയേഷൻ ഇസ് 0.67. Then the number of monomer unit in the associated compound is. ഇത് അസോസിയേഷൻ ആണ്. ആൽഫ ഇസ് ഈക്വൽ ടു 1 മൈനസ് ഐ ബൈ 1 മൈനസ് 1 ബൈ എൻ ആണ്. ആൻഡ് ദേ ടോക്ക് അബൌട്ട് എൻ അല്ലെ, എത്ര അസോസിയേറ്റഡ് മോണോമർ യൂണിറ്റുകളാണ് ഉള്ളത്. ആൽഫ എന്ന് പറയുന്ന 0.5 ആണ്, 1 മൈനസ് ഐ 0.67 ആണ്, ബൈ 1 മൈനസ് 1 ബൈ എൻ. സോ 1 മൈനസ് 1 ബൈ എൻ ഇസ് ഈക്വൽ ടു ഇത് എത്രയാ, 0.33 ആണല്ലേ, 0.33 അല്ലേ, 67 70. ഓക്കെ, ബൈ 0.5 ആണ് എന്ന് വെച്ചാൽ 0.66 ആണ്. സോ 1 ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1 ബൈ എൻ 1 മൈനസ് 0.6 0.34 വരും അല്ലേ. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു എന്താണ്, 1 ബൈ 0.34 വരും എന്ന് വെച്ചാൽ 100 ബൈ 34 വരും അല്ലേ. 100 ബൈ 34 എന്ന് പറയുമ്പം നമുക്ക് 50 ഡിവൈഡഡ് ബൈ 17 വരും. സോ 50 ഡിവൈഡഡ് ബൈ 17 എന്ന് പറഞ്ഞാൽ 17 3 ആണെന്ന് നോക്കാം, 2 5 ഏകദേശം 3 അടുത്ത് വരും. സോ നമ്പർ ഓഫ് അല്ലെ മോണോമറിക് യൂണിറ്റ് 3 ആണ്. അപ്പം മിക്കവാറും ഈ പ്രോസസ്സ് ട്രൈമറൈസേഷൻ ആയിരിക്കാം അല്ലെ, ട്രൈമറൈസേഷൻ ആയിരിക്കാം. സോ ആൻസർ 3. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ഓഫ് ആൻ അസിഡിക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ യൂസിങ് ഇനർട്ട് ഇലക്ട്രോഡ് 1.27 gram of copper is deposited at cathode. If the volume at STP of oxygen gas evolved at anode is xml, then the value of x by 4 is. ഇതിൽ ഇത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റഡും നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് കോപ്പർ ഡിപ്പോസിറ്റഡും സെയിം ആയിരിക്കും. നമ്പർ ഓഫ് ഇക്വലൻസ് ഈസ് വെയിറ്റ് ബൈ ഇക്വലൻറ്റ് വെയിറ്റ്. വെയിറ്റ് 1.27 ആണ്. ഇക്വലൻറ്റ് വെയിറ്റ് ഓർത്തോണം, നിങ്ങൾ കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്യുന്ന കേസിൽ കോപ്പർ 2++2 ഇലക്ട്രോൺ ഗീവ്സ് ആണ് കോപ്പർ. സോ എൻ ഫാക്ടർ എന്ന് പറയുന്നത് 2 ആ. സോ ഇക്വലൻറ്റ് വെയിറ്റ് ഇസ് ഈക്വൽ ടു 63.5 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ നമ്മളിവിടെ 63.5 ഡിവൈഡഡ് ബൈ 2 നമ്മൾ ഇൻറ്റു 2 ചെയ്തു. സോ ദിസ് ഇസ് ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 4 റിമൈൻഡർ 1 then 5 then 2.54 by 63.5 വരും. ഇവിടെ നമുക്ക് 254 into 10 raised to minus 2 divided by 63.5 into 10 raised to minus 1. ഇത് രണ്ടും കട്ടായി പോയി 10 raised to minus 1. സോ ഇവിടെ 254 divided by 635 0.0 ഇട്ടു. നമുക്ക് നോക്കാം 5 6 4 നോക്കാൻ പറ്റുമോന്ന്. 0 റിമൈൻഡർ 2 4 0 റിമൈൻഡർ 2 12 4 1 6 4 ഓക്കെ 25 കറക്റ്റ് 0.4. ഇപ്പോൾ ഇവിടെ 0.4 അല്ല കേട്ടോ, ഇത് 0.4ഉം പിന്നെ ഒരു 10.04 വരും. ഇത്രയും ഇക്വലൻസ് ആണ് ഉള്ളത് ഹൈഡ്രജൻ്റെ. ഇനി നിങ്ങൾക്ക് ഹൈഡ്രജൻ്റെ ഇക്വലൻ്റ് വോളിയം അറിയാം. ഒരു ഇക്വലൻ്റ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണോ ഓക്സിജൻ ആണോ നോക്കട്ടെ കേട്ടോ. ഒരു ഇക്വലൻ്റ് വോളിയം ഓഫ് ഓക്സിജൻ ഗ്യാസ് ഇവോൾവ് ആണ്. സോ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ഓക്സിജൻ ഗ്യാസ് ഇവോൾവ് ആണ്. ഇപ്പോൾ ഒരു ഇക്വലൻ്റ് ഓക്സിജന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം എന്ന് പറയുന്നത് 5.6 ലിറ്റർ ആണ്. അവർ ചോദിച്ചേക്കുന്നത് ml ലാണ്. അപ്പം ഞാനിതിനെ 5600 ml എന്നാക്കും. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. 32 gram ഓക്സിജൻ്റെ മോളാർ വോളിയം എന്ന് പറയുന്നത്, അതായത് ഇതൊരു മോളാണ്, മോളാർ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ് STPയിൽ. ഇനി ഇക്വലൻ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 8 gram ഓക്സിജൻ ആണ്. അപ്പം 32/4 ആണല്ലോ വെയിറ്റ്. അപ്പോൾ ഇത് ബൈ 4 ചെയ്താൽ നിങ്ങൾക്ക്
ഞാൻ ഇതൊന്നുകൂടെ ചെയ്യുവാണേ, പേജ് ക്യാൻസലായിപ്പോയി. നോക്കിയോ, ഇവിടെ the number of equivalents of oxygen is equal to number of equivalents of copper deposited. So given mass divided by equivalent mass 63.5 by 2 ചെയ്തപ്പോൾ നിങ്ങൾക്ക് 0.04 ഇക്വലൻ്റ് എന്ന് കിട്ടി. ഇനി 1 ഇക്വലൻ്റ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 5.6 ലിറ്റർ ആണ് STPയിൽ എന്ന് പറഞ്ഞാൽ 5600 ml ആണ് ഒരു ഇക്വലൻറ്റിന്. ദെയർഫോർ 0.04 ഇക്വലൻ്റ് എന്ന് പറയുമ്പം 5600 ഇൻറ്റു 0.04 ml വരും. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 56 ഇൻറ്റു 4 വരും. സോ 24 2 20 224 ml എന്ന് വരും. സോ ഇതാണ് നിങ്ങളുടെ എക്സ്. ഇനി അവർ പറഞ്ഞ x/4 എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ 224/4 എത്രയാണ്? 4 5 20 6 56 എന്ന ആൻസർ വരും. അപ്പോൾ x/4ൻ്റെ ആൻസർ എത്രയാണ്? 56 ആണ്. പിന്നെ ഞാൻ ഇക്വലൻ്റ് വോളിയത്തിൻ്റെ കാര്യം പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ 32 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നതാണ് 1 മോൾ ഓക്സിജൻ. ഈ 32 ഗ്രാം ഓക്സിജൻ്റെ മോളാർ വോളിയമാണ് 22.4 ലിറ്റർ അറ്റ് STP. അങ്ങനെയാണെങ്കിൽ ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 8 ആണല്ലോ. അപ്പോൾ 8 ഗ്രാമിലേക്ക് വരണമെങ്കിൽ /4 ആണ്. അപ്പോൾ ഇതിനെ നിങ്ങൾ /4 ചെയ്താൽ 5.6 ലിറ്റർ എന്ന് കിട്ടും. ആ 5.6 ആണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വാല്യൂ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നേരെ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി റെസിസ്റ്റൻസ് ഓഫ് 0.2 നോർമൽ സൊല്യൂഷൻ ഓഫ് ഫോമിക് ആസിഡ് ഇസ് 300 ohm and cell constant is 2 centimeter inverse. If the equivalent conductivity in Siemens centimeter square per equivalent of 0.2 normal formic acid is x, then the value of 3x/10 is. ഇതിൽ ഇക്വലൻ്റ് കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ ലാംഡ ഇക്വലൻ്റ് ഈക്വൽ ടു കാപ്പ ബൈ മൊളാരിറ്റിക്ക് പകരം നോർമാലിറ്റി സെൻറ്റിമീറ്ററിലായതുകൊണ്ട് ഇൻറ്റു 10⁻3. ഇനി അവർ ചോദിച്ചേക്കുന്ന ഇക്വലൻ്റ് കണ്ടക്ടിവിറ്റിയാണ്. കാപ്പ തന്നിട്ടുണ്ടോ? കാപ്പ ഇല്ല. അപ്പോൾ കാപ്പ കണ്ടുപിടിക്കാനുള്ള ഫേമസ് ഇക്വേഷൻ എന്ന് പറയുന്നതാണ് GG സ്റ്റാർ. അപ്പോൾ G ഇല്ല. അപ്പം നമ്മൾ അതിനെ G സ്റ്റാർ ഡിവൈഡഡ് ബൈ R എന്നെടുക്കും. G സ്റ്റാർ അവർ തന്നിട്ടുണ്ട് 2 centimeter inverse. റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ എന്ന് പറയുന്നത് 300 ohm ആണ്. അപ്പോൾ നിങ്ങൾക്കിതിനെ 2/300 സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് എഴുതാം. സോ ഇതിനെ നമുക്ക് വേണമെങ്കിൽ വെട്ടി 1/150 സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് എഴുതാം. അതവിടെ കിടക്കട്ടെ. ഇനി നമ്മൾ കാപ്പയിലേക്ക് കൊണ്ടുവരുവാണ്. 1/150 ഇൻറ്റു നോർമാലിറ്റി അവർ 0.2 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റു 1000 ആണ് അല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1000 ഡിവൈഡഡ് ബൈ ഇതെത്രയാണ്? 330 വരും. സോ ഇത് രണ്ടും കൂടെ വെട്ടിക്കളയുമ്പം 100/3 വരും. ഇതാണ് നമ്മളുടെ എക്സ്. ഇനി അവർ പറയുന്ന 3x/10 എത്രയാണ്? സോ 3 ഇൻറ്റു 100/3 ഒരു 10 വരും. സോ ഇവിടെ എത്രയാണ്? 300/30 10 ആൻസർ അല്ലേ. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3x/10 ആണല്ലോ. സോ 3/10 ഇൻറ്റു 100/3 3 ക്യാൻസൽ 10 ആൻസർ ഇവിടെ 10 വരും. ഓക്കെ, അടുത്തത്. വാട്ട് വുഡ് ബി ദി pH ഓഫ് 0.1 മോളാൽ അക്വസ് സൊല്യൂഷൻ? സോ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 0.1 ആണ്. ഓഫ് എ മോണോപ്രോട്ടിക് ആസിഡ് എന്ന് വെച്ചാൽ ഒറ്റ H+നെ മാത്രമേ റിലീസ് ചെയ്യത്തുള്ളൂ, ഒറ്റ H+. HA ദാറ്റ് ഫ്രീസസ് അറ്റ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സൊല്യൂഷൻ ഈസ് -0.2046 ഡിഗ്രി സെൽഷ്യസ്. വെള്ളത്തിലായതുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്നറിയാം. സോ ടെമ്പറേച്ചറിലുണ്ടാകുന്ന ഡിപ്രഷൻ എന്ന് പറയുന്നത് 0.2046 ആണ്, വിച്ച് ഈസ് കോൾഡ് ΔTF. ഇനി ചോദിച്ചിരിക്കുന്ന എന്താണ്? pH. പിന്നെ തന്നിരിക്കുന്ന KF വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ മൊളാരിറ്റികളുടെ മൊളാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മൊളാരിറ്റി ഈസ് ഓൾസോ 0.1. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ΔTF ഇസ് ഈക്വൽ ടു വാൻ ഹോഫ് ഫാക്ടർ ഇൻറ്റു KF ഇൻറ്റു M എന്നെടുക്കാം. മൊളാലിറ്റി ഓർ മൊളാലിറ്റി വട്ടവർ ഈക്വൽ ടു ΔTF 0.2046 ഈക്വൽ ടു I ഇൻറ്റു 1.86 ഇൻറ്റു മൊളാലിറ്റി എന്ന് പറയുന്നത് 0.1. സോ ദിസ് ഇസ് I ഇസ് ഈക്വൽ ടു 0.2046 ഡിവൈഡഡ് ബൈ 1.86 ഇൻറ്റു 0.1. സോ ഇവിടെ നമുക്ക് 204.6 ഡിവൈഡഡ് ബൈ 186 എന്ന് എഴുതാം. അല്ലെങ്കിൽ 2046 ഡിവൈഡഡ് ബൈ 186 ഇൻറ്റു 10⁻⁻1 എഴുതാം. 2 വെച്ച് കട്ട് ചെയ്താൽ ഇത് 93, 2 വെച്ച് കട്ട് ചെയ്താൽ 1023 വരും. സോ 1023 ഡിവൈഡഡ് ബൈ 93 എന്ന് പറയുമ്പോൾ 1 × 93. സോ 2
9 വരും, 93 1. സോ ദിസ് ഇസ് 1.1. സോ നിങ്ങൾക്ക് ഐയുടെ വാല്യൂ 1.1 എന്ന് കിട്ടി. ഇനി ഇത് ഡിസോസിയേഷൻ്റെ കേസ് ആയതുകൊണ്ട് ഇത് മുറിയുന്ന കേസിൽ എച്ച് എ വിൽ ബി കൺവേർട്ടഡ് ടു എച്ച് പ്ലസ് പ്ലസ് എ മൈനസ്. സോ എൻ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. സോ ആൽഫ ഇസ് ഈക്വൽ ടു ഐ മൈനസ് 1 ബൈ എൻ മൈനസ് 1. സോ ആൽഫ 1.1 മൈനസ് 2 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 0.1 ഡിവൈഡഡ് ബൈ 2 0.05 എന്ന് വരും അല്ലേ. ഇത് 0.1 0.1 ഡിവൈഡഡ് ബൈ 2 അല്ല 1, 0.1 ഡിവൈഡഡ് ബൈ 1. സോ ദിസ് ഇസ് 0.1. അപ്പോൾ ആൽഫ കിട്ടി. ഇനി നിങ്ങൾക്കറിയാം വീക്ക് ആസിഡിൻ്റെ പി എച്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡിനെ പോലെ തന്നെ ഇതാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഇത് സി ആണെങ്കിൽ ഇത് 0 ഇനി സി മൈനസ് സി ആൽഫ ആണെങ്കിൽ ഇത് സി ആൽഫ, ഇത് സി ആൽഫ, ഓസ്റ്റുവാൾഡ് ഡൈലൂഷനിലോ. സോ മൈനസ് ലോഗ് സി ആൽഫ എന്ന് എടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ദി ആസിഡ് 0.1, ആൽഫ ഓഫ് ദി ആസിഡ് ഈസ് ഓൾസോ 0.1. സോ മൈനസ് ലോഗ് 10⁻², വിച്ച് ഈസ് ഈക്വൽ ടു 2 കിട്ടും. സോ സൊല്യൂഷൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അതിൽ നമ്മുടെ സാധാരണ JEE പേപ്പറിന് ചോദിക്കുന്ന അതേ പാറ്റേണിലുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാൽക്കുലേഷൻ പാർട്ട് മാത്രം ശ്രദ്ധിക്കുക. എന്തായാലും എന്നെപ്പോലെ നിങ്ങൾ തെറ്റിക്കാലായിരിക്കും. ചെറിയ ഒരു വാല്യൂ 2 അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പവർ മാറിപ്പോയിരിക്കാൻ നോക്കിക്കോണം. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി നിങ്ങൾക്ക് മാത്സിൻ്റെ ഡിസ്കഷനാണ്. മനു സാർ വെയിറ്റിംഗ് ആണ്. നമുക്ക് മനു സാറിനെ വിളിക്കാം. ഹലോ, നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അജയ് സാർ പറഞ്ഞ പോലെ തന്നെ ഇതാണ് JEE മെയിൻസിൻ്റെ എക്സാക്റ്റ് പാറ്റേൺ ക്വസ്റ്റ്യൻസ്. അതായത് നമ്മുടെ ഫേസ് 1 വന്ന് കണ്ടതും അതുപോലെ തന്നെ. അതായത് നമുക്ക് വലിയ ഒരു പരിധിയിൽ കൂടുതൽ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഉള്ള ചോദ്യങ്ങളില്ല. എന്നാൽ ലെങ്തി ആണോ എന്ന് ചോദിച്ചാൽ അല്പം ലെങ്തി ആണെന്ന് നമുക്ക് പറയാം. അതായത് ആ 2 വേർഡ് നമ്മളൊരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നതാണ്. മാത്തമാറ്റിക്സിൻ്റെ ഇപ്പം JEE മെയിൻസിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്തമാറ്റിക്സിൻ്റെ പാടാണ് എന്ന് കുട്ടികളിങ്ങനെ പറയുമ്പോഴത്തേനും ചാടിക്കർ പറയുമ്പോഴത്തേനും ഒന്നുകൂടെ ചോദിക്കണം, പാട് തന്നെയാണോ? അങ്ങനെ പാടല്ല സാറേ, ആൻസർ കിട്ടും, പക്ഷേ ലെങ്തിയാണ്. അപ്പോൾ അതാണ് JEE മെയിൻസ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. നിങ്ങൾ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ എക്സാം എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അറൗണ്ട് ഒരു 15 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു നല്ല നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഫ് സംതിങ് ഫൈൻ ഡിഫിക്കൽട്ട് ലീവ് ഇറ്റ്, ആ ഒരു കാര്യം. അതായത് ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ സ്പീഡിൽ ചെയ്യുക എന്ന് പറയുന്നതാണ് JEE മെയിൻസിൻ്റെ എക്സാമിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിൽ കേട്ടോ. ചോദ്യങ്ങളെല്ലാം എളുപ്പമാണ്. അപ്പോൾ ഞാൻ ചെയ്യാം. അത്യാവശ്യം കൺസെപ്ഷ്യലായിട്ട് പറഞ്ഞ് ഞാൻ ചെയ്യാം. അതായത് ആൻസറിനേക്കാൾ കൂടുതൽ ഞാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ്, ഒരു ക്വസ്റ്റിൻ്റെ ഒരു കൺസെപ്റ്റ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിഫ്രഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി എന്നതിനേക്കാൾ ഉപരി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിനകത്ത് ഒരു കൺസെപ്റ്റ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് റിഫ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല ആൻസർ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ആരും ചെയ്യുന്നില്ല. K ഹരികൃഷ്ണ, അത് ഇതിൻ്റെ ആൻസർ ആണോ ബി വന്നേക്കുന്നത്? അതെനിക്കറിയത്തില്ല. ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു കൺഫർമേഷനും പറയാൻ പറ്റില്ല. ശരി. അപ്പം നമുക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പിള്ളേരെ, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ കീ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി നമ്മൾ ഇതിൻ്റെ കൺസെപ്റ്റിനെക്കൂടെ വെച്ചാണ് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 വായിക്കാമല്ലോ അല്ലേ? The area of the parallelogram having vectors 2i minus 3j and 3i minus k as adjacent sides is. സിമ്പിൾ ചോദ്യം അല്ലേ? പാരലലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡുകൾ തന്നാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് നമ്മൾ എ എന്ന് പറയുന്നത് 2i minus 3j എന്നും ബി എന്ന് പറയുന്നത് വെക്ടർ ബി എന്ന് പറയുന്നത് 3i minus k എന്നും കൊടുത്താൽ വളരെ പാരലലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തുവാ? മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ വരുമ്പോഴത്തേനും
ഹാഫും കൂടി വരുമെന്നേ ഉള്ളൂ. ഇനി അതേസമയം പാരലലോഗ്രാമിൻ്റെ ഏരിയ ഡയഗണൽസ് ആണ് തരുന്നതെങ്കിൽ ഹാഫ് ഇൻറ്റു D1 ക്രോസ് D2 ആണ് കേട്ടോ. I J K 2 -3 0 ദെൻ ഇതിനൊരു മോഡുലസും കൂടെ ഉണ്ടേ. ഇത് ഡിറ്റർമിൻ്റ് ആണ് ഞാൻ എഴുതിയത് കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. 3 0 -1. കെയർലെസ് മിസ്റ്റേക്കിന് നമ്മൾ ഈക്വലി റെസ്പോൺസിബിൾ ആണ്. ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്താൻ നിങ്ങളൊന്ന് പറഞ്ഞാണ് കേട്ടോ. I ഇൻറ്റു -3 ഇൻറ്റു -1 എന്ന് പറയുന്നത് 3 ആണ്, -0 മൈനസ് J ഇൻറ്റു 2 ഇൻറ്റു -1 എന്ന് പറയുന്നത് -2 -0 -2 കിട്ടും, പ്ലസ് K ഇൻറ്റു 2 ഇൻറ്റു 0 0 പ്ലസ് 9 ദരിസിക്കൽ 3i. ഇതിനൊരു മാഗ്നിറ്റ്യൂഡും കൂടെ നമ്മൾ എടുക്കേണ്ടത്. 3i പ്ലസ് 2j പ്ലസ് 9k ഇൻസൈഡ് ദ മാഗ്നിറ്റ്യൂഡ് ദരിസിക്കൽ അണ്ടർ ദ റൂട്ട് ഓഫ് 3 സ്ക്വയർ 9 പ്ലസ് 4 പ്ലസ് 81. 84 85 9 94 94 അണ്ടർ ദ റൂട്ടാണ്. 94 എന്ന് റൂട്ട് 94 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 2 ആണ്. ഞാനൊന്ന് ചെയ്യുന്ന ആൻസർ കംപ്ലീറ്റ് ചെയ്യുന്ന ആൻസറുകൾക്ക് നമുക്കൊന്ന് കീ ഒന്ന് കൺഫേം ചെയ്തേക്കാം. കീയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നിങ്ങളൊന്ന് പറഞ്ഞു വെക്കണേ. ക്വസ്റ്റ്യൻ നമ്പർ 61 ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. 61ൻ്റെ ആൻസർ ഓപ്ഷൻ 2 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 തന്നെയാണ് നമുക്ക് കിട്ടിയത്. സീനൊന്നുമില്ല. സെറ്റല്ലേ? നോ ഇഷ്യൂസ്. ഓക്കെ, അത് ആൾക്കാരൊന്ന് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി ചാറ്റിലേക്ക് പോകുന്നില്ല. അടുത്ത ചോദ്യം. Let x not be the point of local maxima of f of x is equal to a into അതായത് a ഡോട്ട് കേട്ടോ. a ഡോട്ട് ഇത്രയും സൈസ് ചെറുതാക്കി നിങ്ങൾക്ക് വായിക്കാൻ പാടായിരിക്കും അല്ലേ? വായിച്ചതിന് ശേഷം ഞാൻ ചെറുതാക്കാവേ. Let x not be the point of local maxima of f of x is equal to a dot b cross c where a is equal to xi minus 2j plus 3k, b is equal to minus 2i plus xj minus k, c is equal to 7i minus 2j plus xk, then the value of a dot b plus b dot c plus 3 dot i. ഇതിനകത്തൊരു ചെറിയ മിസ്സിംഗ് ഫാക്ടർ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സ് നോട്ടിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടില്ല. എക്സ് നോട്ട് എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമം പോയിൻ്റ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഒബ്വിയസ് ആയതുകൊണ്ട് ഞാൻ ആ രീതിക്ക് തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ അല്ലേ? അതായത് നമുക്ക് തൽക്കാലം എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് ബി ക്രോസ് സി കണ്ടുപിടിക്കണം. ബി ക്രോസ് സി എന്ന് പറയുന്നത് ബിയുടെയും സിയുടെയും കൂടെ ക്രോസ് പ്രൊഡക്റ്റ്. ബി എന്നാടാ പിള്ളേരെ? ബി എഴുതുന്നതിന് മുന്നേ ഞാൻ ഐ ജെ കെ എഴുതണമല്ലോ. ഐ ജെ കെ -2 x -1 -2 x -1 പിന്നെ സി എന്ന് പറയുന്നത് 7 -2 x 7 -2 x ഐ ഇൻറ്റു ഇത് എക്സ് സ്ക്വയർ പ്ലസ് 2 അല്ലേ? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 2. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഔട്ട് ഓഫ് സിലബസ് ആയതുകൊണ്ട് അത് ബോക്സ് പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ എഴുതിക്കോട്ടെ. അങ്ങനെ എഴുതുന്നല്ലേ നല്ലത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ബോക്സ് എ ബി സി ഔട്ട് ഓഫ് സിലബസ് അല്ലല്ലോ. ഇത്തവണത്തെ JEE മെയിൻസിൻ്റെ എക്സാമിലല്ല ചോദിച്ചിട്ടില്ലേ? ഞാൻ അങ്ങനെ എഴുതിക്കോട്ടെ. അതല്ലേ നല്ലേ? എ ഡോട്ട് ബി ക്രോസ് എന്ന് പറയുന്ന ബോക്സ് എ ബി സി അല്ലേ? അപ്പോൾ ഞാൻ അങ്ങനെ എഴുതിക്കോട്ടെ അല്ലേ? അതല്ലേ ഇതിൻ്റെ ഒരു രസം. നമുക്കറിയാമല്ലോ, കോൺസെപ്റ്റ് അറിയാമല്ലോ. അത് ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് പറഞ്ഞാൽ അതുണ്ട് കേട്ടോ, കാരണം അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം വരും. സോ ഡിറ്റർമിനൻറ്റ് എയുടെ കമ്പോണൻസ് x -2 3 x -2 3 -2x -1 then 7 -2 x 7 -2 x that is equal to x into x square -2 plus 2 into minus ആയിരുന്നു -2 എന്ന് പറയുന്നത് plus 2 into -2x plus 7 -2x plus 7 plus 3 into plus 3 into 4 minus 7x that is equal to x cube minus 2x minus 4x plus 14 plus 12 minus 21x that is equal to x cube x square ടൈം ഇല്ലടാ പിള്ളേർ ഇതിനകത്ത് ഇല്ല. -2x -21x കൂടെ -2x -4x കൂടെ -6x 6 -27x -27x പ്ലസ് 14 10 24 26. ഒരു സെക്കൻഡേ അശോക് ചേട്ടാ, കെയർലെസ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കിയാണ് കേട്ടോ.
ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. നമുക്ക് മാക്സിമം ആണ് വേണ്ടത്. എഫ് ഡാഷ് എക്സ് ഈസിക്കൽ ടു 0 കൊടുത്താൽ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 3x² മൈനസ് 27 ഈസിക്കൽ ടു 0 കൊടുത്താൽ ദാറ്റ് ഇംപ്ലൈസ് x² ഈസ് ഈക്വൽ ടു 27/3 9 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു +or-3 എന്ന് കിട്ടും. നമ്മൾ എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കണം. എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. 3x² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 6x ആണ്. 6x എക്സ് ഈസ് ഈക്വൽ ടു -3 കൊടുക്കുമ്പോഴത്തേനും എഫ് ഡബിൾ ഡാഷ് ഓഫ് -3 എന്ന് പറയുന്നത് -6 × -3 -18 ആണ്. -18 ദാറ്റ് ഇസ് ലെസ് ദാൻ 0. ദാറ്റ് ഇംപ്ലൈസ് -3 എന്ന് പറയുന്ന പോയിൻ്റാണ് നമ്മുടെ ലോക്കൽ മാക്സിമം പോയിന്റ്. കാരണം 3 ഇട്ട് കൊടുക്കുമ്പോഴത്തേനും 18 കിട്ടും. ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0 മിനിമം ആണ് അവിടെ വരുന്നത്. പക്ഷേ എക്സ് ഈക്വൽ ടു -3 എന്ന് പറയുന്നതാണ് നമ്മുടെ ലോക്കൽ മാക്സിമം പോയിന്റ്. അപ്പോൾ എക്സ് ഈക്വൽ ടു -3 കൊടുക്കാം. ശരി, ആ എക്സ് ഈക്വൽ ടു -3 കൊടുക്കണം എന്നുള്ള കാര്യം അവർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എ എന്ന് പറയുന്നത് -3 ആയി -2j + 3k വെക്ടർ എ. വെക്ടർ ബി എന്ന് പറയുന്നത് -2i -3j -k. വെക്ടർ സി എന്ന് പറയുന്നത് 7i -2j -3k. നമുക്ക് കണ്ടുപിടിക്കേണ്ട a ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ. a ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ. കെയർലെസ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈക്വലി റെസ്പോൺസിബിൾ ആണെന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, സൈക്കിൾ a ഡോട്ട് ബി എന്ന് പറയുന്നത് 3 × 2 6 പ്ലസ് 3 × 2 6 പ്ലസ് 3 × -1 -3 പ്ലസ് ബി ഡോട്ട് സി എന്ന് പറയുന്നത് -14 പ്ലസ് 6 പ്ലസ് 3 പ്ലസ് എ ഡോട്ട് സി എന്ന് പറയുന്നത് -3 × 7 -21 പ്ലസ് 4 -9. ആഡ് ചെയ്യുമ്പം അച്ഛോ കേട്ടാ കാൽക്കുലേറ്റർ ഒന്നെടുത്ത് കൈ പിടിക്കാമോ? വേണ്ട, ഞാൻ പിടിക്കാം. -22 ആണോ പിള്ളേരെ കിട്ടുന്നത്? നോക്കട്ടെ. 6 പ്ലസ് 6 മൈനസ് 3 -14 പ്ലസ് 6 പ്ലസ് 3 -21 പ്ലസ് 4 -9 -22. ഈ പിള്ളേർ വിചാരിക്കും കേട്ടോ കൂട്ടാൻ കുറയ്ക്കാൻ അറിയത്തില്ലാത്ത ആൾക്കാരാണ് കൊണ്ട് നിർത്തിയേക്കുന്നതെന്ന്. -22 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 4 ആണോ നോക്കിക്കോട്ടെ നമ്മുടെ ആൻസർ. 62 ആൻസർ ഓപ്ഷൻ 4. നമ്മുടെ സമയപരിമിതി മൂലം ഇത്രയും സ്പീഡിൽ ചെയ്താൽ ഇത് ഇന്നെങ്കിലും തീരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ അല്പം കൂടെ സ്പീഡിൽ ചെയ്യും കേട്ടോ. ഞാൻ കൺസെപ്ഷൻ ഇത് പറഞ്ഞു പോക്കോളാം. ഒരല്പം കൂടെ സ്പീഡിൽ ചെയ്യും കേട്ടോ. അടുത്ത ചോദ്യം. നമ്പേഴ്സ് ആർ സെലക്ടഡ് റാൻഡം 1 at a time from the number 00, അതൊരു ഡിജിറ്റ് 0, 1, 2 up to 99 with a replacement. An event E occurs if and only if the product of the digits of a selected number is 18. If 4 numbers are selected, the probability that the event E occurs 3 times is equal to. അതായത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇതിലെ ടോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം 100 നമ്പറുകളാണുള്ളത്. ഈ 100 നമ്പറുകളിൽ നിന്നും 4 നമ്പറുകൾ ചൂസ് ചെയ്യണം. ആ 4 നമ്പറുകൾ എടുക്കുന്നത് 1 by 1 ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ 1 by 1 ആയിട്ട് വിത്ത് റീപ്ലേസ്മെൻറ്റ് 0 തൊട്ട് 99 വരെ 100 നമ്പറുകളാണുള്ളത്. വിത്ത് റീപ്ലേസ്മെൻറ്റ് ആകുമ്പോൾ 100C1 × 100C1 × 100C1 × 100C1. ഓക്കെ, ഇതാണ് നമ്മുടെ ടോട്ടൽ. ഫേവറബിൾ എന്ന് പറയുമ്പോൾ അതായത് ഈ എടുക്കുന്ന 4 നമ്പറുകളിൽ 3 എണ്ണത്തിൻ്റെ പ്രത്യേകതയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പ്രോഡക്റ്റ് ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ സെലക്ടഡ് നമ്പർ ഈസ് 18. അതായത് സെലക്ട് ചെയ്ത നമ്പറിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 18 ആയിരിക്കണം. 4 എണ്ണം എടുക്കുന്നുണ്ട്. അതിൽ 3 ഈ ഒരു പ്രോപ്പർട്ടി വരാനുള്ള കാര്യമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എക്സാക്റ്റ് 3 ഇവിടെ പിള്ളേരെ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് 18 വരണമെങ്കിൽ, പ്രോഡക്റ്റ് ഓഫ് ദ ഡിജിറ്റ്സ് 18 വരണമെങ്കിൽ 1 പറ്റത്തില്ല. 29 പറ്റും. 2 × 9 18 ആണ് അല്ലേ. 36 പറ്റും. പിന്നെ 4 ചേർത്ത് പറ്റത്തില്ല, 5 ചേർത്ത് പറ്റത്തില്ല. 63 പറ്റും, 92 പറ്റും. അങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്, 4 ചോയ്സ് ആണുള്ളത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഫേവറബിൾ ആയിട്ട് 4C1 × 4C1 × 4C1 എന്നെടുക്കും. അതായത് 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം, 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം, 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം, ഈ 4 എണ്ണത്തിൽ നിന്ന് ഓരോന്നെടുക്കും. അങ്ങനെ 3 എണ്ണം ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് റിമൈനിങ് 96 നിന്നും, അതായത് ഈ 4 എണ്ണം ഒഴികെ ബാക്കി 100 എണ്ണത്തിനകത്ത് 96 നമ്പറുകളുണ്ട്. അതിനകത്തുനിന്ന് ഒരെണ്ണം എടുക്കും.
സോ നമ്മുടെ റിക്വയർഡ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് 4 × 4 × 4 × 96 upon 100 × 100 × 100 × 100 എന്ന് പറയുന്നതാണ്. ഇതാണ് നമ്മുടെ പ്രോബിലിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക കേട്ടോ. ഇവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ശേ, എന്തെങ്കിലും കൺസെപ്ഷലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒന്നും ആ കൂടി ഹരീഷനുണ്ട്. ഹരീഷൻ ഇതിൻ്റെ ആൻസർ പറഞ്ഞുമില്ല. പിന്നെ ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം. ലെറ്റ് എ ബി സി ബി എ ട്രയാങ്കിൾ ആൻഡ് പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് എ ബി ആൻഡ് സി ആർ I + J, J + K and K + I respectively. Then a unit vector along the internal and angle bisector of angle ABC. ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ കണ്ടുപിടിക്കാനായിട്ട് സൈഡുകളുടെ ആവറേജ് എടുത്താൽ മതിയല്ലോ. നമുക്ക് തന്നിരിക്കുന്നത് ABC ട്രയാങ്കിള്, സൈഡുകളല്ല അവർ തന്നിരിക്കുന്നത്. എയുടെ പൊസിഷൻ വെക്ടർ I + J എന്ന് പറയുമ്പോൾ ഇത് 1 1 0 ആണ്. ബി ഇവിടെ വളരെ ഞാൻ ഇത്തിരി കൂടെ ലേമൻ കൺസെപ്റ്റിലാണ്, നന്നായിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഫ്രം ദ വെരി ബിഗിനിങ് എഴുതുന്നത്. ബി എന്ന് പറയുന്നത് J + K 0 1 1. അപ്പോൾ കെയർലെസ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തിക്കോണേ. സി എന്ന് പറയുന്നത് 0 K + I ആണ് 1 0 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതിൻ്റെയാണ് ആംഗിൾ ബൈസെക്ടർ കണ്ടുപിടിക്കേണ്ട? ആംഗിൾ ABC. ആംഗിൾ ABC എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. ഈ ആംഗിൾ വേണമെങ്കിൽ നമുക്ക് ഈ വെക്ടറും ഈ വെക്ടർ എടുക്കാം. ഈ വെക്ടർ എന്ന് പറയുന്ന വെക്ടർ BA എന്ന് പറയുന്നത് 0 - I ഇനീഷ്യൽ മൈനസ് ടെർമിനൽ ടെർമിനൽ മൈനസ് ഇനിഷ്യൽ 1 - 0 I + 1 + 1 - 1 0 J 0 - 1 - K. ഈ വെക്ടർ എന്ന് പറയുന്ന 1 - 0 I 0 - 1 J 1 - 1 0 K. ചെയ്യാനായിട്ട് ഈ രണ്ടിനെയും കൂടെ ആവറേജ് എടുത്താൽ മതി. ½ × 1 + 1 2I - J 0 - 1 - K. ഇത് സിമ്പിൾ ചോദ്യമായതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. 2I - J - K 2I - J - K ഇല്ലടാ പിള്ളേരെ. ഡിവൈഡർ ബൈ 2 അല്ല, ഡിവൈഡർ ബൈ 2 ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കാര്യം ഞാൻ മറന്നുപോയി. കാരണം ഇതിൻ്റെ യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടർ അലോങ് ദ ഇൻറ്റേർണൽ ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവറേജ് ഡിവൈഡർ വഴി നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. മറ്റേത് പോകേണ്ടത് അണ്ടർ ദ റൂട്ട് ഓഫ് 4 + 1 + 1 കേട്ടോ. അതിൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ്. 2I - J - K ഡിവൈഡർ ബൈ √6 എന്ന് പറയുന്നത് 3. നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഡയറക്ഷണൽ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ 2ൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അത് മീഡിയനിലേക്ക് പോകും കേട്ടോ. വിട്. ഓപ്ഷൻ 3 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ 3 ഇത് സിമ്പിൾ ചോദ്യമായിരുന്നു. നമുക്ക് 64ൻ്റെ ആൻസർ ഓപ്ഷൻ 3 തന്നെ. അടുത്ത ചോദ്യം 65. സിമ്പിൾ ചോദ്യങ്ങളെല്ലാം അവസാനം വരെ ചെയ്യുന്നതല്ല കേട്ടോ. സിമ്പിൾ ചോദ്യങ്ങളാണല്ലോ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ക്ലാസ് ചോദ്യമാണ്. A and C are unit vectors. Magnitude of B is equal to 4. Then the angle between A and C is cos inverse 1/4 and B - 2C is equal to lambda. Then the value of lambda r. അതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇത് ക്ലാസ് ചോദ്യമാണെന്ന് പറയാൻ കാര്യം ഇത്തവണത്തെ വെക്ടറിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം ഇത്തരത്തിലുള്ളൊരു ചോദ്യമാണ്. ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് തരത്തേ ഉള്ളൂ കേട്ടോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മൊമെൻ്റ് ആക്കി കഴിയുമ്പോഴത്തേനും ഞാൻ പരിപാടി നിർത്തും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി തന്നിട്ടുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ A and C നമുക്കൊരു തീറ്റ കൊടുത്താൽ, ആംഗിൾ ബിറ്റ്വീൻ A and C നമ്മളൊരു തീറ്റ കൊടുത്താൽ, ഈ ബോർഡിന് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, സാറിന് ഇത്തിരി കൂടെ മാറുന്ന എഴുതിക്കൂടെ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. അടുത്ത ദിവസം തൊട്ട് ഞാനിങ്ങനെ മാറുന്ന എഴുതിക്കോളെ. കോസ് തീറ്റ = ഇതിനകത്ത് ഗ്ലെയർ അടിക്കുന്നുണ്ട്, അപ്പുറത്തെ സൈഡ് കാണാൻ വേണ്ടിയാണ് ഇപ്പുറത്തെ സൈഡിലോട്ട് മാറുന്നത് എഴുതുന്നത്. കോസ് തീറ്റ എന്ന് പറയുന്നത് 1/4 നമുക്ക് കൊടുക്കാം. ശരിയല്ലേ? കോസ് തീറ്റ എന്ന് പറയുന്നത് 1/4. താങ്ക് യു അശോകേട്ട മുത്ത. ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം കോസ് തീറ്റ. ഇപ്പോൾ വീഡിയോ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ല. ആംഗിൾ ബിറ്റ്വീൻ A and C എന്ന് പറയുന്ന തീറ്റ കൊടുത്താൽ കോസ് തീറ്റ = 1/4. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന B - 2C എത്രയാണ് തന്നിരിക്കുന്നത്? ലാംഡ A എന്നാണ് തന്നിരിക്കുന്നത്. പിള്ളേരെ ഞാൻ ഈ 2C അപ്പുറത്തേക്കുണ്ടോ? B = ലാംഡ A + 2C എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതിയാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് B the whole square കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് ഇക്വൽ ടു mod lambda square into mod A square. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് A + B the whole square ഇത് രണ്ടും കൂടെ എക്സ്പാൻഡ് ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് B the whole square is equal to magnitude of lambda A plus vector 2C the whole square ആണ് കണ്ടുപിടിക്കുന്നത്. ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് B the whole square തന്നെയാണ്. equal to the lambda square into magnitude of A square plus 4 into magnitude of C square plus 2 into 2 lambda എന്ന് പറയുന്ന 4 lambda into A dot C.
എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ തന്നെയാണ് ഒരു പരിധി വരെ ഞാൻ എടുത്തിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ എത്രയാണ് പിള്ളേരെ 416 കിട്ടും. സീക്വൽ ടു ലാംഡ സ്ക്വയറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ടോ. എയും സി യൂണിറ്റ് വെക്ടേഴ്സാണ്. 1 + 4 × ഇതും 1 + 4 ലാംഡ ഇൻറ്റു ഇത് 1 × 1 × എ ഡോട്ട് സിയുടെ ഇക്വേഷൻ എന്താ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് സി ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറയുന്നത് 1/4 4 ക്യാൻസൽ ആയി പോയാൽ ലാംഡയുടെ ഇക്വേഷൻ ലാംഡയുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്താൽ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടും. സിമ്പിൾ ചോദ്യം. സെറ്റ്. ക്ലിയർ ആണല്ലോ? വലിയ ബന്ധപ്പാടൊന്നും ഇല്ലാത്ത ചോദ്യമായിരുന്നല്ലോ അല്ലേ? അതെ. അടുത്ത ചോദ്യം. 3 randomly chosen non-negative integers x, y and z are found to satisfy the equation x plus y plus z is equal to 10. Then the probability that z is even is. വളരെ തന്നിരിക്കുന്ന ചോദ്യം x plus y plus z is equal to 10 ആണ്. നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. x plus y plus z is equal to 10. അതിനകത്ത് ടോട്ടൽ എന്ന് പറയുന്നത് 10 ബോളും 3 ബാഗും ബാഗ് ക്യാൻ ബി എം ടി എന്ന് പറയുന്ന കേസ് n plus r minus 1c r minus 1 10 plus 3 minus 1c 3 minus 1 that is equal to 13 12c2 favorable z even z 0 ആകാം. z 0 ആയാൽ x plus y is equal to 10. മുന്നത്തെ ക്വസ്റ്റിൽ എന്തോ ചേഞ്ച് ഉണ്ടെന്ന് പിള്ളേർ പറയുന്നുണ്ട്. നോക്കാം. ഇത് 16 മാഗ്നിറ്റ്യൂഡ് ബി സ്ക്വയർ ആണ്. 16 ആണ് എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ അതിൻ്റെ പേര് ബ്രീത്ത് എയർ എന്നാണ്. ബ്രീത്ത് എയർ ചോദിച്ചിരിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയുടെ സ്ക്വയർ അല്ലേ മോഡ് ബി എന്ന് ചോദിച്ചിട്ടുണ്ട്. അതല്ല, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ ആണ് 4. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി 4 ആണെങ്കിൽ എൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 സ്ക്വയർ 16 കേട്ടോ. ബ്രീത്ത് എയറേ അത് പിന്നെ സ്ക്വയർ ചെയ്യണം കേട്ടോ. ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ, നമ്മൾ ഇപ്പുറത്തെ സ്ക്വയർ അല്ലേ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി തന്നിരിക്കുന്നത് 4 സ്ക്വയർ. ഇതിൻ്റെ മറുപടി ഒന്ന് കിട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ. ഇത് മനസ്സിലാകും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ ആണ്. രണ്ട് സൈഡിൽ നമ്മൾ മോഡുലസ് എടുത്ത് സ്ക്വയർ എടുക്കുന്നുണ്ട്. എന്നെങ്കിലും നമുക്ക് ഇവിടെ a plus b ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു സ്റ്റൈലിൽ. അപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി 4 തന്നിരിക്കുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 4 സ്ക്വയർ. മറുപടി പറ, എന്നിട്ട് എനിക്ക് പോകാൻ. നിനക്ക് കത്തിയെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ. അവൻ പോയോ? ചെക്കൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ചേട്ടാ. നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ മെസ്സേജ് ഇട്ടോ കേട്ടോ. ഞാൻ പക്ഷേ ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് തിരിച്ചു വന്നോളാം കേട്ടോ. പേടിക്കണ്ട. നോ ഇഷ്യൂസ്, നോ ഹാർഡ് ഫീലിങ്സ്. സോ നമ്മൾ z ഈക്വൽ ടു 0. z ഈവൻ ആണെങ്കിൽ 0 ഒരു ഈവൻ നമ്പറാണ്. x plus y ഈക്വൽ ടു 10ലേക്കായി വീണ്ടും ഇതേ ഫോർമുല തന്നെ 10 plus 2 minus 1 10 plus 2 minus 1c 2 minus 1 that is equal to 12 minus 1 12 minus 1 11c1 ഈക്വൽ ടു 11 എന്ന് കിട്ടും. എന്ന് പറയുന്ന പോലെ z അടുത്തത് z is equal to 2. അടുത്ത ഈവൻ നമ്പർ എന്ന് പറയുന്നത് z is equal to 2 ആണ്. z is equal to 2 ആണെങ്കിൽ x plus y is equal to z 2 കൊടുക്കുമ്പോൾ 8 എന്ന് കിട്ടും. ശരിയല്ലേ? ദാറ്റ് ഇംപ്ലൈസ് 8 2 10 minus 1 9c1 എന്ന് കിട്ടും. ഈ ഇക്വേഷൻ തന്നെയാണ് കേട്ടോ. z 4 ആണെങ്കിൽ x plus y is equal to 6 എന്ന് കിട്ടും. 6 plus 2 6 2 8 minus 1 7c1 7 എന്ന് കിട്ടും. അതുപോലെ z is equal to 6 കൊടുത്താൽ x plus y is equal to 4 എന്ന് കിട്ടും. 4 2 6 minus 1 5c1 5 എന്ന് കിട്ടും. അതുപോലെ z is equal to 8 ആണെങ്കിൽ x plus y is equal to 2 എന്ന് കിട്ടും. 2 കൊടുത്താൽ 2 2 4 minus 1 3c1 3 എന്ന് കിട്ടും. z is equal to 10 കൊടുത്താൽ x plus y is equal to 0 എന്ന് കൊടുക്കും. 0 എന്ന് പറയുന്നത് 0 plus 2 2 minus 1 1c1 എന്ന് കിട്ടും. that is 1. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം അതായത് 1 plus 3 plus 5 plus 7 plus 9 plus 11 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ് 12c2. 12c2 എന്ന് പറയുന്നത് എത്രയാണ് പിള്ളേരെ 12 × 11 ഡിവൈഡഡ് ബൈ 1 × 2 6 66 സീക്വൽ ടു 3 1 4 5 4 9 9 16 16 9 16 9 25 25 10 35 36/66 6 വെച്ച് കട്ട് ചെയ്താൽ 6/11 6/11 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ
1 കിട്ടും. ഇവിടെ പിള്ളേർ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഇതൊക്കെ അങ്ങനെ ചെയ്യുന്ന വഴി അങ്ങനെ ചെയ്തു പോകുന്നതാണ്. മറ്റേ പയ്യൻസ് എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ആ മിണ്ടാതെ പോയി. എന്നാ പരിപാടിയാണ് കാണിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് നിൽക്കാൻ സമയമില്ല കേട്ടോ, ഇത്തിരി തിരക്കിലാണേ. ദ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം P 1 - 2 3 ഓൺ ദ ലൈൻ. അതായത് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ, റിഫ്ലക്ഷൻ. ഈ 3 കാര്യങ്ങളും ഒരേ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തവണത്തെ JEE മെയിൻ ഫേസ് 1-ൽ 2 ചോദ്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ചെയ്തു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇതാ നോക്കിക്കോ, x - 4/2 ഈക്വൽ ടു y by -1 ഈക്വൽ ടു z - 5/1 ഈക്വൽ ടു ലാംഡ എന്ന് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് 2 ലാംഡ + 4, y എന്ന് പറയുന്നത് -λ, z എന്ന് പറയുന്നത് ലാംഡ + 5 എന്ന് കിട്ടും. അപ്പം അതിന് ശേഷം ദ ലൈൻ, ഈ ലൈനിലേക്ക് ഈ പോയിന്റ് ഏതാ? P 1 - 2 3. ഈ പോയിന്റിൽ നിന്നുള്ള ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാനായിട്ട് ഈ പോയിന്റ് ഞാൻ Q എന്ന് വിളിച്ചാൽ, ഇവിടെ പിള്ളേർ ഇതിനകത്ത് നമുക്ക് ജനറൽ പോയിന്റ് ആയിട്ട് 2 ലാംഡ + 4, -λ, ലാംഡ + 5 നമുക്ക് ഇതിനെ എടുത്താൽ PQ എന്ന് പറയുന്ന വെക്ടർ PQ എന്ന് പറയുന്നതായിട്ട് കണ്ടുപിടിക്കുന്നത് ഇതേ മൈനസ് ഇത് ടെർമിനൽ മൈനസ് PQ എന്ന് പറയുമ്പോൾ ഇതല്ലേ ടെർമിനൽ. 2 ലാംഡ + 3 ആയി. കെയർലെസ് മിസ്റ്റേക്കിന് നമ്മൾ ഈക്വലി റെസ്പോൺസിബിൾ ആണ്. -λ - 2 ദാറ്റ് ഈസ് 2 - λj പ്ലസ് ലാംഡ + 5 - 3 ലാംഡ + 2 ലാംഡ + 2k. ഇത്രയും സ്പീഡ് ചെയ്യുമ്പോൾ എന്തായാലും എനിക്ക് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നിരുന്നാലും ഞാൻ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ചെയ്യുവാണ്. മാത്രമല്ല ലൈൻ്റെ ഇക്വേഷൻ കിട്ടിയാൽ ആ ലൈനിൽ നിന്ന് നമുക്കൊരു പാരലൽ വെക്ടറും കൂടെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2i - j + k. ഈ വെക്ടർ 2 - 1 1 കമ്പോണൻസ് ആയിട്ട് വരുന്ന വെക്ടർ എന്ന് പറയുന്ന ലൈനോട് പാരലലായിരിക്കും. PQ എന്ന് പറയുന്ന വെക്ടറും V എന്ന് പറയുന്ന വെക്ടറും പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് ദാറ്റ് ഇംപ്ലൈസ് വെക്ടർ PQ ഡോട്ട് വെക്ടർ V എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് 2 ലാംഡ + 3 × 2 ദാറ്റ് ഈസ് 2 × 2 ലാംഡ + 3 പ്ലസ് 2 - λ × -1 ദാറ്റ് ഈസ് 2 - λ × -1 പ്ലസ് ലാംഡ + 2 × 1 ലാംഡ + 2 × 1 is equal to 0 ആയിരിക്കും. ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ഗീവ് യു ദ വാല്യൂ ഓഫ് ലാംഡ. ലാംഡയുടെ വാല്യൂ ഇതിനകത്ത് കൊടുത്താൽ Q എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ദാറ്റ് ഈസ് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. അതിനുശേഷം PQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് ടു ലൈൻ കിട്ടും. മാത്രമല്ല ഇപ്പോഴത്തെ താഴത്തെ ഒരു മിഡ് പോയിന്റ് ഫോർമുല വെച്ചിട്ട് ഇതേ + ഇതേ / 2 എന്ന് പറയുന്ന ഫോം എടുത്താൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും. സെറ്റ്. ആ ഒരു കാറ്റഗറി ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദിൽ മുഹമ്മദ് മാത്രം എന്തോ പറയുന്നുണ്ട്. ആദിൽ മുഹമ്മദ്, ഐ റിമെമ്പർ യു. കഴിഞ്ഞില്ലേ അച്ചോ കേട്ടാ? വേറെ ഡൗട്ടുകളൊന്നുമില്ലല്ലോ. നമ്മൾ 7:56 അല്ലേ? ഞാൻ ഇച്ചിരി കൂടെ സമയം എടുക്കേ. അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് ലാംഡ ബിലോങ്സ് ടു -2 - 1 0 1 2. Let the value of lambda, let a value of lambda is selected at random, then the probability that for this lambda and x y z not equal to 0. പിന്നെ ഇവർ തന്നിരിക്കുന്നത് I + j + 3k × x plus 3i - 3j + k × y plus -4i + 5j z is equal to lambda × -x plus jy plus kz, where I, j, k are unit vectors along x, y and z axis respectively. ഇതിനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഒറ്റ നോട്ടത്തിൽ എനിക്കും ആദ്യം മനസ്സിലായില്ല ഇതിനകത്ത് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഇതെന്നാ ചോദിച്ചിരിക്കുന്നത് അറിയോ? ഞാനേ ആ ലെഫ്റ്റ് സൈഡ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുവേ. അത് xi അല്ല, ഐയുടെ കമ്പോണൻസുകളെല്ലാം ഞാൻ ജോയിൻ ചെയ്ത് എഴുതാം. ഇവിടെ വളരെ ഐയുടെ കമ്പോണൻറ്റുകളാണ്. എക്സ് പ്ലസ് രണ്ടാമത്തെ വെക്ടറിൽ നിന്നും 3y, മൂന്നാമത്തെ വെക്ടറിൽ നിന്നും -4z ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലെ ഐയുടെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ലാംഡ എക്സ്. എഴുതിയിരിക്കുന്നത് ശരിയാണോ എന്ന് നോക്കിയേ. ജെയുടെ കമ്പോണൻസ് ആണ് എഴുതുന്നത്. അടുത്ത എക്സ് പ്ലസ് രണ്ടാമത്തേനകത്ത് -3y, ശരിയല്ലേ? ജെയുടെ കമ്പോണൻറ്റ് -3y, മൂന്നാമത്തെ ഇതിനകത്ത് ജെയുടെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് +5z ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലെ ജെയുടെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ലാംഡ y. അതുപോലെ തന്നെ മൂന്നാമത്തേനകത്ത് കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നോക്കണം. കെയുടെ കമ്പോണൻ്റ് ആണ്, അല്ല ആദ്യത്തെ കെയുടെ കമ്പോണൻ്റ് ആണ് എഴുതുന്നത് 3x, കെയുടെ കമ്പോണൻ്റ് അവിടെ y, മൂന്നാമത്തേനകത്ത് കെയുടെ കമ്പോണൻ്റ് ഇല്ല, അതായത് ഇതിനകത്ത് കെയുടെ കമ്പോണൻ്റ് ഇല്ല, 0z ഈക്വൽ ടു
റൈറ്റ് ഹാൻഡ് സൈഡിലെ കെയുടെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ലാംഡ ഇസഡ്. ഇതിനെ ഒരു ശകലം കൂടെ വൃത്തിക്ക് എഴുതിയാൽ 1 മൈനസ് ലാംഡ എക്സ് പ്ലസ് 3y മൈനസ് 4z ഇസിക്കൽ 0. ഇതിനെ വൃത്തിക്ക് എഴുതിയാൽ എക്സ് മൈനസ് ഓഫ് 3 പ്ലസ് ലാംഡ വൈ പ്ലസ് 5z ഇസിക്കൽ 0. കെയർലെസ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈക്വലി റെസ്പോൺസിബിൾ ആണ്. നിങ്ങൾ കൺസെപ്റ്റ് നോക്കിയാൽ മതി. ഇത് 3x പ്ലസ് വൈ മൈനസ് ലാംഡ ഇസഡ് ഇസിക്കൽ ടു 0. ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് എക്സ് വൈ ഇസഡ് നോട്ട് ഈക്വൽ ടു 0 0 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ വിത്ത് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. A system of linear equation with a non-trivial solution implies what? Coefficient determinant equal to 0. That is 1 minus lambda 3 minus 4 1 minus of 3 plus lambda 5 3 1 minus lambda is equal to 0 gives a value of lambda. അതേതൊക്കെയാണ് ലാംഡ എന്നുള്ള വാല്യൂ, എത്ര വാല്യൂ ഉണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ, ഇത്രയും ആണ് നമ്മുടെ പ്രോബബിലിറ്റി. സിമ്പിൾ തിങ്സ്. കുഴപ്പമില്ലല്ലോ, നോ ഇഷ്യൂസ്. അടുത്ത ചോദ്യം. ബാഗ് കണ്ടെയ്ൻസ് 10 balls, 2 red, 3 blue and 5 black. 3 are drawn at random. The probability that the 3 balls are of different color. ഒരു ബാഗിനകത്ത് 10 ബോൾ ഉണ്ട്. 2 റെഡ്, 3 ബ്ലൂ, 5 ബ്ലാക്ക്. 3 എടുത്താൽ അതിനകത്തെ 3 ഡിഫറെൻ്റ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതെന്നാ ചോദ്യം അല്ലേടാ പിള്ളേരെ? 2 റെഡ്, 3 ബ്ലൂ, 5 ബ്ലാക്ക്. ടോട്ടൽ എത്രയാണെന്നറിയോ? ഞാൻ ആ പ്രോബബിലിറ്റി അങ്ങ് എഴുതിക്കോളാം. 2c1 ഇൻറ്റു 3c1 ഇൻറ്റു 5c1 ഡിവൈഡഡ് ബൈ മൊത്തം 10 10c3. 1/1 ആണെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ പിള്ളേരെ? 3 are drawn at random ഉണ്ടല്ലോ, അത് തന്നെയാണല്ലോ. ഒന്ന് ഞാൻ കൺഫേം ചെയ്തോട്ടെ. അശോകേട്ടാ, ഇത് എത്രാമത്തെ ക്വസ്റ്റൻ ആയിരുന്നു അശോകേട്ടാ? 9 ക്വസ്റ്റനേ ഉള്ളല്ലേ നമ്മൾ ഇതുവരെ? 69. ശരിയാ, 1/4. ദറ്റ് ഇസ് ആൻസർ. അടുത്ത ചോദ്യം. 2 distinct numbers a and b are chosen at random from the set of 30 natural numbers. The probability that a square minus b square is divisible by 3. ഇതൊരു ഫെമിലിയർ ചോദ്യമാണ്. If it is familiar you can attend. If it is not familiar, never attend. A square minus b square divisible by 3 implies either a and b divisible by 3 or both a and b not divisible by 3. അതായത് ഒന്നുകിൽ എയും ബിയും 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ എയും ബിയും 3 കൊണ്ട് ഡിവിസിബിൾ ആകാൻ പാടില്ല. അതാണ് നമ്മൾ എടുക്കുന്നത്. എവിടെ നിന്നാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നാണ്. ഇപ്പോൾ രണ്ടായിട്ട് നമ്മൾ 30 നാച്ചുറൽ നമ്പേഴ്സിനെ മുറിക്കണം. 3 3 3 6 6 3 9 എക്സ്ട്രാ 30 വരെയുള്ള ഡിവിസിബിൾ ബൈ 3 നമ്പേഴ്സും, അല്ലെങ്കിൽ 1 2 3 4 5 എക്സെട്ര 29 വരെ നോൺ ഡിവിസിബിൾ നമ്പേഴ്സും 2 ഇവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ 2 ഇവിടെ നിന്ന് എടുക്കാം. ആ ഒരു ചൂസിങ് മാത്രം എടുത്താൽ മതി. ഈ ഒരു കണ്ടീഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ഏത് കണ്ടീഷനാണ്? എ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 3 ആവണമെങ്കിൽ ഒന്നുകിൽ എയും ബിയും 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ എയും ബിയും 3 കൊണ്ട് ഡിവിസിബിൾ ആകാൻ പാടില്ല. രണ്ടും എ കൊണ്ട് 3 കൊണ്ട് ഡിവിസിബിൾ ആകാൻ പാടില്ല, അല്ലെങ്കിൽ രണ്ടും 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. പിന്നെ അവർ 2 ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്ത നമ്പർ പിന്നെ എടുക്കാൻ ഒക്കത്തില്ല. ആ ഒരു കണ്ടീഷൻ കൂടെ ഒന്ന് ഓർത്തേക്കണം. അടുത്ത ചോദ്യം. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇത് അത്യാവശ്യം നല്ലൊരു ചോദ്യമാണേ. വായിക്കാനായിട്ട് ഞാൻ ഇത്തിരി സൈസൊക്കെ തന്നെ കാണിക്കാം. എടാ ബ്രദറേ, ബ്രദറല്ല ബ്രീത്തയറേ, സോറി സാർ, മറുപടി കുറച്ച് വഴുക്കിയോ? വൈകുന്ന ഉദ്ദേശിച്ചത്. എടാ മറുപടി പറഞ്ഞില്ല. എടാ നിനക്ക് കാര്യം മനസ്സിലായോ? ബ്രീത്തേറെ, നിനക്ക് കാര്യം മനസ്സിലായോ? ബി സ്ക്വയർ എന്ന് പറയുന്നത്, മോഡ് ബി സ്ക്വയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതായത് കാര്യം അവൻ മറുപടി പറയുന്നില്ല കേട്ടോ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഓർ നോട്ട്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. സോ ഇത് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഇഫ് എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി, അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറയുന്നത് 0 ആണേ. പി ഈസ് എ നോൺ സീറോ സ്കേലാർ സച്ച് ദാറ്റ് പി ഇൻറ്റു ആർ, പി സ്കേലാർ എന്നൊരു പി ആർ എന്ന് എഴുതാമല്ലോ. ആർ ഡോട്ട് ബി
ഇൻറ്റു എ ഈസ് ഈക്വൽ ടു സി. ദെൻ നമുക്ക് ആറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഞാനതിനെ ഒരു ബി തൊട്ട് എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി അല്ലേ, ടേക്കിംഗ് ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് ബി. ഇതിനെ ഞാൻ ബി വെച്ച് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തത്. സോ പി ഇൻറ്റു ആർ ഡോട്ട് ബി പ്ലസ് ആർ ഡോട്ട് ബി ഇൻറ്റു അതൊരു സ്കെയിലാറാണേ ഇൻറ്റു ഇത് എ ഡോട്ട് ബി വരും, മൾട്ടിപ്ലിക്കേഷൻ ആണേ, സീക്വൽ ടു സി ഡോട്ട് ബി എന്ന് വരും. ഇതെത്രയാണ്? 0 ആണ്. അപ്പോൾ ഹോൾ ടൈം 0 ആയിപ്പോവും. സോ പി ഇൻറ്റു ആർ ഡോട്ട് ബി സീക്വൽ ടു സി ഡോട്ട് ബി എന്ന് കിട്ടും. നമുക്ക് ആറല്ലേ കണ്ടുപിടിക്കേണ്ടത്. ആറ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആർ ഡോട്ട് ബി എത്രയാണെന്ന് നോക്കി. ആർ ഡോട്ട് ബി ഈക്വൽ ടു സി ഡോട്ട് ബി ഡിവൈഡഡ് ബൈ പി എന്ന് കിട്ടും. തന്നിരിക്കുന്നത് പി ഇൻറ്റു വെക്ടർ ആർ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ആർ ഡോട്ട് ബി ഇൻറ്റു എ ഈക്വൽ ടു സി എന്നാണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഈ ആർ ഡോട്ട് ബി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആൻസർ കിട്ടും. ആർ ഡോട്ട് ബിയുടെ വാല്യൂ ഇവിടെ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. സംഭവം സെറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. 0 വിട്ട് കളിക്കുന്ന പോലെ ഉണ്ടല്ലേ. ഇഫ് എ പ്ലസ് ബി ഈക്വൽ ടു പി ആൻഡ് എ മൈനസ് ബി ഈക്വൽ ടു ക്യൂ, ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയറിനെ കുറിച്ചാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. നമ്മളെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഇത് പ്രൈമറി ക്ലാസ് ചോദ്യം പോലെ ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്, ഞാൻ വെക്ടറിൻ്റെ സിമ്പിൾ ഇടുന്നില്ല, മടിയാണല്ലോ അടിസ്ഥാനപരമായ പ്രശ്നം. അങ്ങനെ ഇടാൻ പാടില്ല, പക്ഷേ ഇടാതിരിക്കാൻ പാടില്ല, പക്ഷേ തൽക്കാലം ഞാൻ ഇടുന്നില്ല കേട്ടോ. എ പ്ലസ് ബി സിക്കൽ പി ആണെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് പി സ്ക്വയർ. ഇത് എക്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഡോട്ട് ബി എന്ന് വരും, സിക്കൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് പി സ്ക്വയർ എന്ന് കിട്ടും. അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്യൂ അല്ലേ, ക്യൂ സ്ക്വയർ. ദാറ്റ് ഇംപ്ലൈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഡോട്ട് ബി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്യൂ സ്ക്വയർ ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 2 ടൈംസ് magnitude of a square plus magnitude of b square is equal to magnitude of p square plus magnitude of q square എന്ന് കിട്ടും. ഇതിനകത്ത് എന്ത് കണ്ടുപിടിക്കാം? magnitude of a square plus magnitude of p square വാല്യൂ അതിൻ്റെ ആവശ്യമില്ല. 2 ഇൻറ്റു magnitude of a square plus magnitude of p square is equal to p square plus q square കൊടുത്തിട്ട് ചെക്കൻ വല്ലതും പറഞ്ഞായിരുന്നോ? അത് എന്നുമുള്ള ഡൗട്ടായിരുന്നു. താങ്ക്സ്. ഓപ്ഷൻ 2 അത് ഇതിൻ്റെ ആയിരിക്കും അല്ലേ? സെറ്റടാ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടോ കേട്ടോ, ഞാൻ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ അശോകേട്ടനോട് ചോദിച്ചോളാം, അശോകേട്ടൻ എനിക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നോളൂ. നോ ഇഷ്യൂസ്. പിന്നെ ഞാൻ പറഞ്ഞു പോകുന്നതിനകത്ത് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൺസെപ്റ്റാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. പിന്നെ സമയത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മളോട് പറഞ്ഞിരുന്നത് എത്രയാണ് നമ്മളോട് പറഞ്ഞിരുന്നത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ കുഴപ്പമില്ല. സെറ്റ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് തീരാൻ വെയിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. എൻ്റെ പൊന്നു പിള്ളേർ, ഇതൊരു വല്ലാത്ത ചോദ്യമാണ് കേട്ടോ. ആ സിഗ്നൽ വിച്ച് ക്യാൻ ബി ഗ്രീൻ ഓർ റെഡ് വിത്ത് പ്രോബബിലിറ്റി 4/5 and 1/5 respectively is received by station A and then transmitted to the station B. The probability of each station receiving the signal correctly is 3/4. If the signal received as a station B is green, then the probability that the original signal was green is conditional probability ആണ്. Conditional probability എന്ന് പറയുന്നത് probability of received by station B green given that original green ആവണം, given green received, that is equal to probability received green, that is equal to probability of original green intersection received green divided by probability of received green. ഗ്രീൻ ആണ് റിസീവ്, ബി എന്ന് പറയുന്നത് ഗ്രീൻ ആണ് റിസീവ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒറിജിനൽ ഗ്രീൻ ആവാനുള്ള പ്രോബിലിറ്റി കണ്ടീഷണൽ പ്രോബിലിറ്റി ആണ്. നിങ്ങൾ ബേസ് തിയറം എന്ന് ഓമന പേരിട്ടാലും ഞാൻ അതിനെ കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് വിളിക്കത്തുള്ളൂ. അതായത് നമ്മുടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്റ്റേഷനിൽ നിന്നും 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നുകിൽ ഗ്രീൻ ആകാം അല്ലെങ്കിൽ റെഡ് ആകാം. ശരിയല്ലേ? ഗ്രീൻ ആകാൻ 4/5 റെഡ് ആകാൻ 1/5. ഓക്കെ, 4/5 1/5. ഇത് സ്റ്റേഷൻ എയിൽ റിസീവ് ചെയ്യുന്നതിനും 2 ചോയ്സുകളുണ്ട്. സ്റ്റേഷൻ എയിലേക്ക് കറക്റ്റായിട്ട് റിസീവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/4. അപ്പോൾ ഇവിടെ ഗ്രീൻ തന്നെ വരും. ഇത് സ്റ്റേഷൻ എ ആണ്. റോങ് ആയിട്ട് റിസീവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/4 ആണ് കറക്റ്റ് ആയിട്ടുള്ളതെങ്കിൽ, റോങ് ആയിട്ടുള്ളത് 1/4 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? റെഡ് വരും. എന്ന് പറയുന്നത് പോലെ തന്നെ രണ്ടാമത്തെ കേസിനും
ഇതേ രണ്ട് ചോയ്സുകളാണുള്ളത്. ഡബിൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്താണ് കേട്ടോ ഇങ്ങോട്ടേക്ക്. ഇവിടെ 2 ചോയ്സ്. കറക്റ്റ് 3/4 പ്രോബബിലിറ്റിയിൽ ഇവിടെ റെഡ് തന്നെ വരാം, ഇല്ലെങ്കിൽ ഒരു റോങ് ആയിട്ട് 1/4 അല്ലേ 1/4 പ്രോബബിലിറ്റിയിൽ ഇവിടെ ഗ്രീൻ വരാം. ഇതിപ്പോൾ എയിൽ റിസീവ് ചെയ്തിരിക്കുന്നതാണ്. ഇനി എയിൽ നിന്നും ബിയിലേക്ക് പോകുമ്പോൾ ഇതാ കഥ ഇവിടെയും തീരുന്നില്ല. ഞാനിനി ഇതെങ്ങനെ എഴുതി ഒപ്പിക്കുമെന്ന് ഒരാവേശത്തിൻ്റെ പുറത്ത് ആദ്യം ഇങ്ങനെ പടമൊക്കെ വരച്ചാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകും. റെഡ് അതായത് ഇങ്ങനെ പിള്ളേർ ഇതൊരു നടക്കി പോകുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല. അശോക് കേട്ടാ കയ്യിൽ നിന്ന് പോയ ലക്ഷണമാണ് കേട്ടോ. ഇത് വരച്ചൊരു കോലത്തിലാവുന്ന ലക്ഷണം കാണുന്നുണ്ടല്ലോ. ഇത് 6 ഞാൻ ഇത്തിരി അങ്ങോട്ടേക്ക് മാറ്റി എഴുതാവേ. ഇത് 6 നിന്നും ബിയിലേക്ക് റിസീവ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കൂ, 6 നിന്നും ഇത് കറക്റ്റായിട്ട് വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 3/4. അത് ഓർത്തോണേ. കറക്റ്റായിട്ട് ഇവിടെ ഗ്രീൻ തന്നെ വരാം, റോങ് ആയിട്ട് ഇവിടെ റെഡ് വരാം. ഇത് റെഡ് ആയിരുന്നു, കറക്റ്റായിട്ട് ഇവിടെ റെഡ് വരാം, റോങ് ആയിട്ട് ഇവിടെ ഗ്രീൻ വരാം. ഇവിടെ കറക്റ്റായിട്ട് റെഡ് വരാം, റോങ് ആയിട്ട് ഗ്രീൻ വരാം. ഇവിടെ കറക്റ്റായിട്ട് ഗ്രീൻ വരാം, റോങ് ആയിട്ട് റെഡ് വരാം. ഇതാണ് നമ്മുടെ പടം. ഇതിനകത്ത് കറക്റ്റ് ഒറിജിനൽ ഗ്രീൻ റിസീവ്ഡ് ഗ്രീൻ എന്ന് പറയുന്നത് ഗ്രീൻ 4/5 ഇൻറ്റു ഇവിടെ വന്നു കറക്റ്റായിട്ട് ഇവിടെ റിസീവ് ആയി 4/5 ആയിരുന്നു, ഗ്രീൻ ആയിരുന്നു, കറക്റ്റായിട്ട് റിസീവ് ചെയ്തു 3/4 ഇൻറ്റു 3/4 ഇൻറ്റു. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എഴുതേണ്ട കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഗ്രീൻ കറക്റ്റ് ഗ്രീൻ തന്നെ റിസീവ് ചെയ്യുന്നത് ഡിവൈഡർ ബൈ ഇവിടെ ഗ്രീൻ വന്ന കേസുകളെല്ലാം നമുക്ക് എടുക്കണം. ഗ്രീൻ കറക്റ്റ് ഗ്രീന് റോങ് ഗ്രീന്, പിന്നെ ഗ്രീൻ വന്നിരിക്കുന്നത് റെഡ് കറക്റ്റ് റോങ് ഗ്രീന്, റെഡ് റോങ് കറക്റ്റ് ഗ്രീന്. അത്രയും കേസുകളാണ് നമ്മുടെ ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? പറഞ്ഞ ബേസ് തിയറമാണേ. കണ്ടീഷണൽ പ്രോബിലിറ്റി ആയിട്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചാൽ അടുത്ത ചോദ്യത്തിലോട്ട് പൊക്കോട്ടെ. അത്യാവശ്യം കൺഫ്യൂമിങ് ആണ്. ഇവിടെ പിള്ളേരെ എന്നായിരുന്നു ഇത് കിട്ടുന്നത്? ഇത് ഇച്ചിരി പാടാ. ഈ അടിയിൽ ഇനി എക്സ്റ്റെൻഡ് ചെയ്തതിനാ പിള്ളേരെ ബിയിലേക്ക് വരണം. അതായത് ഇത് ഇവിടുന്ന് നമ്മുടെ സ്റ്റേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇത് സ്പ്ലിറ്റായി പോകുന്ന എയിലെ റിസീവിങ്, ഇത് ബിയിലെ റിസീവിങ്. ഇത്രയാണ് കേട്ടോ. അടുത്ത ചോദ്യം ഇച്ചിരി പാടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി കൺഫ്യൂസിങ് ആയിരുന്നു. ഒത്തിരി കൺഫ്യൂസിങ് ഉള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി ബോധരാവേണ്ട കാര്യമില്ല. ഇത് ഞാൻ ആ ചോദ്യം ചെയ്തതാണ്. ലെറ്റ് A, B, C, B 3 വെക്ടേഴ്സ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് A = മാഗ്നിറ്റ്യൂഡ് ഓഫ് C = 2, മാഗ്നിറ്റ്യൂഡ് ഓഫ് B = 5, B ക്രോസ് സിയുടെ മാഗ്നിറ്റ്യൂഡ് 5 വരെ തന്നിട്ടുണ്ട്. B - 3C = λ × A തന്നിട്ടുണ്ട്. ദെൻ ദ വാല്യൂ ഓഫ് λ² ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. λ² കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ ഇതുപോലെ തന്നെ ബിയുടെയും സിയുടെ ഇടയ്ക്കുള്ള ആംഗിളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബിയുടെയും സിയുടെ ഇടയ്ക്കുള്ള ആംഗിൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് B ക്രോസ് C അവർ തന്നിട്ടില്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് B ക്രോസ് C എന്ന് പറയുന്നത് 5 തന്നിട്ടുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് B ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് C ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു n ക്യാപ്പ് ഇല്ല, കാരണം മാഗ്നിറ്റ്യൂഡ് ഉള്ളതുകൊണ്ട് അത് 1 ആയി പൊക്കോളും. 5 മാഗ്നിറ്റ്യൂഡ് ഓഫ് B മാഗ്നിറ്റ്യൂഡ് ഓഫ് C അവർ തന്നിട്ടില്ല പിള്ളേരെ. 5 ഇൻറ്റു C എത്രയാണ്? 2 ഇൻറ്റു സൈൻ തീറ്റ = 5 എന്ന് അവർ തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇംപ്ലൈസ് സൈൻ തീറ്റയുടെ വാല്യൂ എത്രയാണ്? സൈൻ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടും. 1/2 കിട്ടിയാൽ B - 3C മാഗ്നിറ്റ്യൂഡ് ഓഫ് B - 3C the whole square = λ² ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് A² എന്ന് വിളിക്കാം. അത് ഏത് വകുപ്പിൽ എഴുതിയെന്നറിയോ? ഇത് മോഡുലസ് എടുത്ത് സ്ക്വയർ ചെയ്യുകയാണ് ചെയ്തത്. സോ ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് B² പ്ലസ് 9 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് C² മൈനസ് 6 ഇൻറ്റു B.C = λ² ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് A² എന്ന് കിട്ടും. മാഗ്നിറ്റ്യൂഡ് ഓഫ് A² B² എന്ന് പറയുന്നത് 25 പ്ലസ് 9 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് C² എന്ന് പറയുന്നത് 4 മൈനസ് 6 ഇൻറ്റു ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് B ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് C ഇൻറ്റു കോസ് തീറ്റ. സൈൻ തീറ്റയുടെ വാല്യൂ അറിയാമെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കത്തില്ല. = λ² ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് A² എന്ന് പറയുന്നത് 4. സിമ്പിൾ തിങ്. സെറ്റ്. അത് കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. പക്ഷേ കേട്ടോ എത്ര ചോദ്യമായി? എത്ര? 74. നമുക്ക് ഇനി 16 അവിടെ ഉണ്ട്. ആഹാ. അടുത്ത ചോദ്യം സിമ്പിൾ. ഇത് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? Let A = 5, 6, 3, 4 be a given matrix, then the determinant value of A⁻2010 minus 5A⁻29 2009. ഇത് ഫെമിലിയർ ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് A⁻2010 മൈനസ് 5 ഇൻറ്റു A⁻2009 = നമുക്കൊരു
എ റേസ് ടു 2009 കോമൺ എടുത്താൽ ഇൻറ്റു ഇത് എ സ്ക്വയർ മൈനസ് 9 2 അല്ലേ അല്ല 9 1 10 ഇതെന്നാ പിള്ളേരെ -5 ആയി. ഡിറ്റർമിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു 2009 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് 5 ആയി. സിമ്പിൾ അല്ലേ? ഡിറ്റർമിനന്റ് ഓഫ് എ ഇതിനകത്ത് കിട്ടും 20 - 18 6 സോറി 2 എ -5 ആയിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ അറിയാലോ. എ -5 ഇൻറ്റു 1001 സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം അതിനുള്ള ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. സെറ്റ്. ഇമാതിരി ചോദ്യം ഒക്കെ തവണ ചോദിക്കും കേട്ടോ, ഉറപ്പാ. അടുത്ത ചോദ്യം. കൺസിഡർ 2 മെട്രിസസ് എ ഒമേഗ ഐ -i ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ, ബി ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഐ -i minus omega, where i is equal to root of -1 and omega is an imaginary cube root of unity. Which of the following is incorrect? തെറ്റ് ഏതാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഞാൻ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു തരാം, ബാക്കി നിങ്ങൾ കറക്റ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് നോക്കണേ. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ ക്യൂബ് പ്ലസ് ഐ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ ക്യൂബ് എന്ന് പറയുന്നത് -1 ആണ്, ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 -2 എന്ന് കിട്ടും. ശരിയാണല്ലോ അല്ലേ? ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് ഒമേഗ ക്യൂബ് പ്ലസ് ഐ ആ. ഇവിടെ പിള്ളേരെ ശരിയാ, മൈനസ് ഒമേഗ ക്യൂബ് എന്ന് പറയുന്നത് -1, ഐ സ്ക്വയർ ഇത് ഐ സ്ക്വയർ വരും. ശരിയാ, ഐ ഇൻറ്റു ഐ എന്ന് പറയുന്നത് ഐ സ്ക്വയർ, മൈനസും പ്ലസ് കൺഫ്യൂഷൻ. -1 -2 അഗെയിൻ. ഇനി നമ്മൾ എ ബി കണ്ടുപിടിക്കണം. എ ബി എന്ന് പറയുന്നത് ഒമേഗ ഐ -i മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഐ -i മൈനസ് ഒമേഗ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് ഒമേഗ ക്യൂബ്, ഇത് മൈനസും കൂടെ പ്ലസ് -i സ്ക്വയർ അല്ലേടാ പിള്ളേരെ, ഒമേഗ ക്യൂബ് -i സ്ക്വയർ, ഇത് ഒമേഗ ഐ മൈനസ് ഒമേഗ ഐ 0, -i ഒമേഗ സ്ക്വയർ മൈനസ് പ്ലസ് ഒമേഗ സ്ക്വയർ ഐ 0, ഇത് -i സ്ക്വയർ പ്ലസ് ഒമേഗ ക്യൂബ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ക്യൂബ് എന്ന് പറയുന്നത് 1 1 + 1 ഇത് 2002 എന്ന് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2i എന്ന് കിട്ടും. ഇത് നിങ്ങൾ ഓരോന്നും. ഇപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് 4 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ ബി കിട്ടി. ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അതിനകത്ത് കറക്ഷൻസ് ഏതാണെന്ന് നോക്കിയേക്കണം കേട്ടോ. കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേക്കണേ. ഈശ്വര ഉറൂസ് 2i കറക്ഷൻസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല. അശോകേട്ടാ സെറ്റല്ലേ? അശോകേട്ടനാണ് എൻ്റെ ആകെ കൂടുതലൊരു പ്രതീക്ഷ. അടുത്ത ചോദ്യം. If A is a square matrix such that A square is equal to A and I plus A the whole raised to 2024 is equal to I plus lambda A. ഇവിടെ ഇങ്ങനൊരു ചോദ്യം വന്നാൽ I plus A the whole raised to 2024 അല്ലേ ഇവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് I plus A raised to I plus A square കണ്ടുപിടിക്കും. I plus A square എന്ന് പറയുന്നത് I plus A square plus 2A ആ. ദാറ്റ് ഈസ് ഈക്വൽ ടു I plus A square എന്ന് പറയുന്നവർ A തന്നിട്ടുണ്ട് പ്ലസ് 2A, ദാറ്റ് ഈസ് ഈക്വൽ ടു I plus A I plus 3 എന്ന് കിട്ടും. അവിടെ കിടക്കട്ടെ. I plus A the whole cube എന്ന് പറയുന്നത് I plus 3A ഇൻറ്റു I plus A അല്ലേ? അതെ ഇതേ ഇൻറ്റു I plus A അല്ലേ? I ഇൻറ്റു I പ്ലസ് A പ്ലസ് 3A പ്ലസ് 3A ഇൻറ്റു എന്ന് പറയുന്നത് 3A സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു I plus 4A പ്ലസ് 3 ഇൻറ്റു A സ്ക്വയർ എന്ന് പറയുന്നത് A അല്ലേടാ വളരെ 3A, ദാറ്റ് ഈസ് ഈക്വൽ ടു I പ്ലസ് 7A. എന്നിട്ട് ഇതിൻ്റെ സീരീസ് നോക്കുവേ. ഇത് I പ്ലസ് ഇത് 2 സ്ക്വയർ മൈനസ് 1A, ഇത് I പ്ലസ് 2 ക്യൂബ് മൈനസ് 1A. അപ്പം അങ്ങനെയാണെങ്കിൽ I പ്ലസ് A റേസ് ടു 2024 എന്ന് പറയുന്നത് I പ്ലസ് 2 റേസ് ടു 2024 മൈനസ് 1A എഴുതി ഇക്വേറ്റ് ചെയ്താൽ മതി. ഐഡിയ പോരെ? സെറ്റല്ലേ? അശോകേട്ടന് മനസ്സിലായ തീയാന്ന്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തു. ലെറ്റ് A is equal to 1/2 1/2 1/2 1/2. എന്നാൽ പിന്നെ അത് 1/2 കോമൺ എടുത്തിട്ട് 1 1 1 1 എന്ന് എഴുതിയാൽ പോരെ. B is equal to 1 0 0 -1 and AB square plus AB cube plus AB raised to 4 plus AB raised to 2025 is equal to alpha beta gamma delta. ക്ലാസ് ചോദ്യമാണേ, ക്ലാസ് ചോദ്യമാണ്. ഇത് ചെയ്യുന്നതെന്നറിയോ?
ഇത് ചെയ്യാനായിട്ട് ഇപ്പോൾ വലിയ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. എ ബി കണ്ടുപിടിച്ചിട്ട് എ ബി സ്ക്വയർ എ ബി ക്യൂബ് എടുത്താൽ മതി. ഇതല്ല ക്ലാസ് ചോദ്യം, ഇത് ക്ലാസ് അല്ല. എ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു 1111 ആണ്. 1111 കേട്ടോ. എ ബി എന്ന് പറയുന്ന അപ്പോൾ 1/2 ഇൻറ്റു 1111 ഇൻറ്റു 10 0 minus 1. That is equal to 1/2 into 1 into 1 plus 1. 1 0 minus 1 1 minus 1. എ ബി സ്ക്വയർ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു 1/2 ഇൻറ്റു എ ബി ദ ഹോൾ സ്ക്വയർ ആണ് എഴുതുന്നത്. 1 minus 1 1 minus 1 ഇൻറ്റു 1 minus 1 1 minus 1. 1/4 ഇൻറ്റു 1 ഇൻറ്റു ഇത് 0 1 ഇൻറ്റു -1 -1 1 0 0 0. ഇതേ നമ്മുടെ ക്യാമറാമാൻ ആൻഡ്രോയി വന്നിട്ടുണ്ട്. ഇടേ എനിക്കും വിശക്കുന്നുണ്ട്, എനിക്കും വല്ലതും കൊണ്ടെത്താ. ദേ 0 കിട്ടി. അയ്യോ അത് വലിയ 0 ആണേ, അതായത് മെട്രിക്സിൻ്റെ 0 കേട്ടോ, മെട്രിക്സിൻ്റെ സിമ്പിളുള്ള 0. ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എ ബി സ്ക്വയർ 0 കിട്ടിയ സ്ഥിതിക്ക് എ ബി ക്യൂബ് എന്ന് പറയുന്നതും എ ബി റേസ്റ്റ് 4 എന്ന് പറയുന്നതും എ ബി 0 കിട്ടിയ സ്ഥിതിക്ക് എ ബി സ്ക്വയറും എ ബി ക്യൂബ് എന്ന് പറയുന്നത് നമുക്ക് വേണോ കണ്ടുപിടിക്കണം. എ ബി ക്യൂബ് എന്ന് പറയുന്നത് 0 0 0 0 എ ബി സ്ക്വയർ ഇൻറ്റു എ ബി എന്ന് പറയുന്നത് 0 0 0 ഇൻറ്റു 0 ആയി പോയതായിട്ടല്ലേ നമുക്ക് പ്രഖ്യാപിക്കേണ്ടത് അല്ലേ. ഇതിനിടയ്ക്ക് ഇവിടെ എന്തൊക്കെയോ നമുക്കുന്നുണ്ട് കേട്ടോ. 0 യെസ്. അപ്പം ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ഇത് ക്ലാസ് അല്ലടാ. ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റി പോയതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാം 0 കിട്ടും. 0 സെറ്റ്. ഞാൻ പിന്നെ ഒന്ന് കാണിച്ചു കൊടുത്തതേ ഉള്ളൂ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇതാണോ ക്ലാസ് ക്വസ്റ്റ്യൻ? ഇത് നല്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ. ലെറ്റ് എ ബി 3/3 മെട്രിക്സ് ആൻഡ് ക്യാപിറ്റൽ എ ഈക്വൽ ടു എ ഐ ജെ ആൻഡ് എ ഐ ജെ ഈക്വൽ ടു -1/2i + j ദെൻ ഡിറ്റർമിനന്റ് ഓഫ് a raised to 100. ഇവിടെ എ എന്ന് പറയുന്നത് 3/3 1 1 കൊടുത്താൽ 2 + 1 3 -1 കിട്ടും. 2 കൊടുത്താൽ 2 4 3 5 ഓട് -1 കിട്ടും. A11 എന്നാണ് ഉദ്ദേശിച്ചത്. -1/2 2 + 1 3 -1. എക്ക് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 1 2 കൊടുത്താൽ 2 + 2 4 ഇത് 1 കിട്ടും. ഇനി നമുക്ക് കംപ്ലീറ്റ് അങ്ങ് എഴുതാമല്ലോ. മൂന്നാമത്തെ ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റ് 1 + 3 -1. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് 2 4 3 5 -1. സെക്കൻഡ് റോയിലെ സെക്കൻഡ് 1. സെക്കൻഡ് റോയിലെ 2 4 3 7 -1. തേർഡ് റോയിലെ ഫസ്റ്റ് 3 2 6 1 തേർഡ് റോയിലെ ഫസ്റ്റ് 3 2 6 1 7 -1. 3 2 6 2 8 1 3 2 6 6 3 9 -1 ആണെന്ന് തോന്നുന്നു. നോക്കി പിള്ളേരും വല്ലോ മാറ്റി പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കണേ. ചുമ്മാ ജെ. പിന്നെ ഡിറ്റർമിനന്റ് ഓഫ് a raised to 100 ആണ് വേണ്ടത്. നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് a raised to 100 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് a the whole raised to 100. ഇതിന് ഡിറ്റർമിനന്റ് raised to 100 എടുത്താൽ മതി. വലിയ ബന്ധപ്പാടൊന്നുമില്ല. അടുത്ത ചോദ്യം. ഇതാണ് ക്ലാസ് പറഞ്ഞത്. ഇത് അടിപൊളി ചോദ്യം, എന്നെ ഞെട്ടിച്ച ചോദ്യം കേട്ടോ. a is equal to 1 2 3 4 then I plus a square up to infinity. അതൊരു കൊള്ളാവുന്ന ചോദ്യമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇത് ചെയ്യാനായിട്ട് ഞാൻ b is equal to I plus a plus a square plus etc up to infinity നടക്കും. ഇതിനെ എല്ലാത്തിനും ഞാനൊരു മെട്രിക്സ് a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇൻഫൈനൈറ്റ് മൾട്ടിപ്ലിക്കേഷൻ മെട്രിക്സ് നടന്നത് a plus a square plus a cube plus etc up to infinity. എന്നിട്ട് മേളിയും താഴത്ത് ഞാനങ്ങ് സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേനും b minus ab വരും. ഈക്വൽ ടു ഈ i ഡയഗണലി നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന പരിപാടിയല്ലേ, അതാണ് നമ്മൾ നടത്തുന്നത്. i അതുപോലെ തന്നെ കിടക്കും. a minus a 0 plus 0 plus 0 etc. സോ b കോമൺ എടുത്താൽ i minus a is equal to i എന്ന് കിട്ടും. സോ b എന്ന് പറയുന്നത് i minus a ദ ഹോൾ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. ശരിക്കും ഇൻഫൈനൈറ്റ് സം ഓഫ് ജി പി എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെയാണ് അതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ചോദ്യം. ക്ലിയർ ആണല്ലോ. ഇനിയിപ്പം i മൈനസ് എ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം, അതിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ചോദ്യമല്ലായിരുന്നു. അടുത്ത ന്യൂമറിക്കലായി
ന്യൂമറിക്കലിൽ നിങ്ങൾ 5 എണ്ണം ചെയ്യുള്ളൂ, ഏറ്റവും എളുപ്പമുള്ള 5 എണ്ണം കേട്ടോ. ഇഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഇത്തിരി വലുതായിട്ട് എഴുതാം, കണ്ടേ. If the system of equations x minus 2y plus 3z is equal to 9, 2x plus y plus z is equal to b, x minus 7y plus az is equal to 24 has infinitely many solutions, then a minus b is equal to. Infinitely many solution ആവണമെങ്കിൽ determinant of a is equal to determinant of a1 is equal to determinant of a2 is equal to determinant of a3 is equal to എത്രയായിരിക്കണം? 0 ആയിരിക്കണം. adjoint of a into b യും 0 ആയാൽ മതി. മടിയാണല്ലോ അടിസ്ഥാനപരമായ പ്രശ്നം. adjoint of a into b കണ്ടുപിടിക്കാൻ എനിക്ക് adjoint കണ്ടുപിടിക്കാനേ ഇഷ്ടമല്ല, അത് മടിയാ. അതുകൂടാതെ അതിന് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, തെറ്റ് വരാനുള്ള സാധ്യത കൂടുതല. ഇപ്പോൾ A1 A2 A3 എ എന്ന് പറയുന്നത് കോയിഫിഷ്യൻ ഡിറ്റർമിനൻ്റ് ആണ്. കോയിഫിഷ്യൻ ഡിറ്റർമിനൻ്റ് എഴുതുന്നതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടോ നോക്കണം. 1 - 2 3, രണ്ടാമത്തത് 2 1 1 2 1 1, മൂന്നാമത്തത് 1 - 7a 1 - 7a is equal to 0 കൊടുക്കാം. 1 - 2 3 2 1 1 1 - 7a is equal to 0 കൊടുക്കാം. അടുത്തത് A1 എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം മാറ്റി ലാസ്റ്റ് കോളം കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നത് 9b 9b24, പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. 9b24, അതായത് ഫസ്റ്റ് കോളം റീപ്ലേസ് ചെയ്യണം, അത് നമ്മുടെ കോൺസ്റ്റൻ്റ് കൊണ്ട് 9b24. മറ്റു രണ്ട് അതുപോലെ തന്നെ -2 1 -7 3 1a is equal to 0. നമുക്ക് അസിസ്റ്റൻസിന് വേണ്ടി അല്ലെങ്കിൽ ഇത് തെറ്റുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ക്രിസ്റ്റഫർ സാർ CCTV പോലെ വന്നിരിപ്പുണ്ട്. ക്രിസ്റ്റഫർ സാറേ ഇത് ശരിയല്ലേ, പോകരുത്, നോക്ക്, ഒറ്റ തവണ നോക്ക്, മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ. ഇനി അടുത്തത് ഇതാണ് നമ്മുടെ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്ന സാധനം, ഡിറ്റർമിനൻ്റ് ഓഫ് A1 എന്ന് പറയുന്ന സാധനം, ഡിറ്റർമിനൻ്റ് ഓഫ് A2 നമ്മൾ എഴുതാനായിട്ട് ഇതിലല്ല, ഇതിൽ റീപ്ലേസ് ചെയ്യണം. 1 2 1 അതുപോലെ തന്നെ സെക്കൻഡ് കോളത്തിന് പകരം 9b24 എഴുതണം. തേർഡ് കോളത്തിന് പകരം 3 1a തന്നെ അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്ത് തന്നെ എഴുതണം, is equal to 0. ഈ ഡിറ്റർമിനൻ്റ് ഓഫ് A3 എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ കോളം, ഫസ്റ്റും സെക്കൻഡും കോളം അതുപോലെ തന്നെ എഴുതണം. 1, അതായത് എയുടെ ഫസ്റ്റും സെക്കൻഡും കോളം അതുപോലെ തന്നെ 1 2 -1 സോറി 1 2 1 -2 1 -7. തേർഡ് കോളം റീപ്ലേസ് ചെയ്യുന്നത് നമ്മുടെ കോൺസ്റ്റൻ്റ് ടൈം വെച്ചാൽ 9b24 9b24 വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് ഈക്വൽ ടു 0 കൊടുക്കണം. ഇത് 3 0 കൊടുക്കേണ്ട കാര്യമില്ല, കാരണം എയും ബിയും 2 അൺനോൺസേ ഉള്ളൂ. ഇത് 2 ഇക്വേഷനും ഈക്വൽ ടു 0 കൊടുത്തതിന് ശേഷം എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. b - a a - b എന്നാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് ആൻസർ എഴുതിയതിന് ശേഷം ഇങ്ങനെ പോരുക. എന്നിട്ട് ഇറങ്ങിയതിന് ശേഷമാണ് കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കേണ്ടി വരുന്നത്. അല്ലാണ്ട് നിങ്ങൾ എക്സാം ഹാളിൽ ഇരുന്നിട്ട് ഇതിനകത്ത് എഴുതിയേക്കുന്നത് കറക്റ്റ് ആണെന്ന് നോക്കണം. ഇതൊരു ന്യൂമറിക്കൽ ചോദ്യമാണ്, കാരണം എയും ബിയും അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡിറ്റർമിനൻ്റോടെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ കറക്റ്റ് ആണോ കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ഒന്ന് നോക്കിയാൽ മതി. അതല്ലാതെ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് ആലോചിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് മൊറ്റ നോട്ടത്തിൽ പാടായിട്ട് എനിക്ക് തോന്നിയൊരു ചോദ്യമാണ്, പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഡിറ്റർമിനൻ്റ് ഓഫ് എ അല്ലേ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഡിറ്റർമിനൻ്റ് ഓഫ് എ ആർ എന്നല്ലേ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഡിറ്റർമിനൻ്റ് ഓഫ് എ ആർ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാനൊരു ആവേശത്തിൻ്റെ പുറത്തെ ഇതിനകത്ത് മുഴുവൻ ആദ്യം 1 2 3 ഒക്കെ ഇട്ട് കൊടുത്ത് നോക്കി. എന്നിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ആർ ഒന്ന് കണ്ടുപിടിച്ചേക്കാമെന്ന്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ആർ എന്ന് പറയുന്നത് ഇതേ ഇൻറ്റു ഇതേ മൈനസ് ഇത് 0 ശരിയല്ലേ. അപ്പോൾ ആദ്യത്തെ ടൈം 0 -1 ഇൻറ്റു ഇതേ ഇൻറ്റു ഇത് കോസ് ഓഫ് 3 + r π/4 മൈനസ് ഇതേ ഇൻറ്റു ഇത് 1 × 1/7 1/7 + 0. സോ സിംപ്ലി ഇത് ഇത്രേ വരത്തുള്ളൂ, 1/7 മൈനസ് കോസ് 3 + r π/4. ഇത് നിങ്ങൾക്ക് സമ്മേഷൻ r is equal to 0 to എത്ര വളരെ 6 1/7 മൈനസ് കോസ് ഓഫ് 3 + r π/4. ഒരല്പം ട്രിഗ്നോമെട്രി അങ്ങ് ഉപയോഗിച്ചാൽ സിംപ്ലി ആൻസർ കിട്ടും. എനിക്കാണോ വെള്ളം അല്ലേ? വേണ്ട വേണ്ട വേണ്ട, ക്രിസ്റ്റഫർ സാർ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കായിരിക്കുമെന്ന്. അടുത്ത ചോദ്യം, ഇത് കുഴപ്പമില്ലല്ലോ അല്ലേടാ പിള്ളേരെ, ഇത് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ചെയ്താൽ മതി. ഈ ഒരു കാറ്റഗറി സിമ്പിൾ ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കുന്നത്. കാരണം വെച്ചാൽ ഇത് ലെങ്തിയാണല്ലോ, കാരണം ഇതിൻ്റെ സമ്മേഷൻ ഇനി ബാക്കി കണ്ടുപിടിക്കണം. കാരണം 1 2 3 4 ഇട്ട് കൊടുത്തതിന് ശേഷം ട്രിഗ്നോമെട്രി റിസൾട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ലെങ്തിയാണ്, പക്ഷേ കൺസെപ്ച്വലി ഇത് ഭയങ്കര ഈസിയാണ്, വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനകത്ത് മെട്രിക്സ് ഇട്ട് കൊടുക്കാൻ നോക്കി, എനിക്ക് ചെറുതായിട്ടൊന്ന് പാളിയതാണ്. കാരണം ഞാൻ ഓരോ നമ്പർ ഇട്ട് കൊടുത്തിട്ട് ഈ 2 വാല്യൂ കണ്ടുപിടിച്ച് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അത് മണ്ടത്തരമാണ്, ഞാൻ കാണിച്ചത് മണ്ടത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഭയങ്കര സിമ്പിളായിരുന്നേ. ഇഫ് ദ സ്ട്രെയിറ്റ് ലൈൻ ദിസ് ആൻഡ് ദിസ് ആർ നോട്ട് സ്ക്യൂ ലൈൻസ്, സ്ക്യൂ അല്ല എങ്കിൽ പിന്നെ പ്രത്യേകത എന്താണ്? സ്ക്യൂ അല്ല എങ്കിൽ സ്ക്യൂ ലൈൻസ് എന്ന് പറഞ്ഞാൽ നോൺ പാരലൽ നോൺ ഇൻ്റർസെക്റ്റിംഗ് എന്നാണ് സ്ക്യൂ ലൈൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ സ്ക്യൂ ലൈൻസ് അല്ല എങ്കിൽ നമ്മൾ ചാടിക്കയറി എന്താലോചിക്കും? പാരലൽ എന്ന് ആലോചിക്കും. പാരലൽ ആണെങ്കിൽ താഴത്തെ ഈ വെക്ടറുകൾ 1 2 3 2 1k ഒന്നൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അത് പോസിബിൾ ആകത്തില്ല. 1ന് ഒരു നമ്പർ കൊണ്ട് 2 കിട്ടിയാൽ ആ നമ്പർ കൊണ്ട് 3നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് പാരലൽ അല്ല.
എന്നിട്ട് കുറേ ആലോചിച്ചു. എന്നെയാ ഇതല്ലാതൊരു പോസിബിലിറ്റി ഉണ്ട്, ഇൻ്റർസെക്റ്റിംഗ്. ഇത് രണ്ടും ഇൻ്റർസെക്റ്റിംഗ് ആണ്. ഈ രണ്ട് ലൈൻസ് എത്ര ഭംഗിയായിട്ടാണ്, എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് അവർ ഇൻ്റർസെക്റ്റിംഗ് എന്ന് പറയുക, വാക്ക് പറയാതെ ഇൻ്റർസെക്റ്റിംഗ് ആണെന്ന് പറയുന്നത്. ഇതിനെ ലാംഡ എന്നും ഇതിനെ മ്യൂ എന്നും വിളിച്ചാൽ ആദ്യത്തെ എക്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എത്ര ഇടാം പിള്ളേരെ? ലാംഡ കിട്ടും. വൈ എത്ര കിട്ടും? 3 ലാംഡ പ്ലസ് 2 കിട്ടും. ഇസഡ് എത്ര കിട്ടും? 2 ലാംഡ കിട്ടും. അതുപോലെ രണ്ടാമത്തേനകത്തുനിന്ന് എക്സ് എത്ര കിട്ടും? 2 മ്യൂ പ്ലസ് 1 കിട്ടും. വൈ എത്ര കിട്ടും? മ്യൂ കിട്ടും. ഇസഡ് എത്ര കിട്ടും? കെ മ്യൂ പ്ലസ് 1. നമ്മൾ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ മതി. 2 മ്യൂ പ്ലസ് 1 ഈസ് ഈക്വൽ ടു ലാംഡ, മ്യൂ ഈസ് ഈക്വൽ ടു 3 ലാംഡ പ്ലസ് 2, കെ മ്യൂ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 ലാംഡ. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ ലാംഡയും കിട്ടും മ്യൂവും കിട്ടും. ആ ലാംഡയുടെ മ്യൂവിൻ്റെ വാല്യൂ താഴെ ഇട്ട് കൊടുത്താൽ കെ കിട്ടും. 3 ഇക്വേഷൻസ് 3 അൺനോൺസ് ആണ്. സോൾവ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഇത് രണ്ടും കൂടെ ഇതിനകത്ത് എന്തായാലും കെയുടെ വാല്യൂ വന്നിട്ടില്ല. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ ലാംഡയും മ്യൂവും കിട്ടും. താഴെ ഇട്ട് കൊടുത്താൽ കെയുടെ വാല്യൂ കിട്ടും. ഇല്ലേ ക്രിസ്റ്റഫർ സാറേ? ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക്? ആ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് തീർത്തു. സന്തോഷം. വേണ്ട, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഇ ആൻഡ് എഫ് ആർ. പിള്ളേർ വല്ലതും പറയുന്നുണ്ടോ? ഇറങ്ങിപ്പോയല്ല. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഞാൻ സംസാരിക്കുന്ന കേട്ടിട്ട് മലയാളം ആണെന്ന് ഇവർക്ക് തോന്നിയില്ല. ഓ ശരി. ഇ ആൻഡ് എഫ് ആർ 2 ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് സച്ച് ദാറ്റ്. ഇ ആൻഡ് എഫ് ആർ 2 ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ചാടിക്കറി എന്തെഴുതും? പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് നമ്മൾ എഴുതും. ഓക്കെ. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് 1/6 എന്ന് അവർ തന്നിട്ടുണ്ട്. സോ 1/6. പി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻറ്റ്. ഇയും എഫും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇ കോംപ്ലിമെൻറ്റും എഫ് കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആണ്. ദാറ്റ് ഇസ് പി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് എഫ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നതും എത്ര തന്നെയാണ്? 1/3 ആണ്. പി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് എന്ന പ്രോബബിലിറ്റി ഓഫ് 1 മൈനസ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് 1 മൈനസ് എഫ് എന്ന് പറയുന്നതും എത്ര തന്നെയാണ്? 1/3 തന്നെയാണ്. ഓക്കെ, അതും എനിക്ക് കിട്ടി. പി ഓഫ് ഇ മൈനസ് പി ഓഫ് എഫ് ഇൻറ്റു 1 മൈനസ് പി ഓഫ് എഫ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവർ എഴുതിയേക്കുന്നതിനകത്തെ ഇവിടെ പിള്ളേർ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പി ഓഫ് എഫ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ സിക്കൽ ടു 1 അല്ലേ? എല്ലായ്പ്പോഴും പി ഓഫ് എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ സിക്കൽ ടു 1 ആണ്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ സിക്കൽ ടു 1 ആണ്. മാക്സിമം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 അല്ലേ? അപ്പോൾ അതിൻ്റെ മീനിങ് പി ഓഫ് ഇ മൈനസ് പി ഓഫ് എഫ്, പി ഓഫ് ഇ മൈനസ് പി ഓഫ് എഫ് എന്ന് പറയുന്നത്, അതായത് ഇത് ലെസ് ദാൻ ഓർ സിക്കൽ ടു 1 ആണെങ്കിൽ ഇത് ഗ്രേറ്റർ ദാൻ ഓർ സിക്കൽ ടു 0 കിട്ടും. അപ്പോൾ പിന്നെ ഇത് ഗ്രേറ്റർ ദാൻ ഓർ സിക്കൽ ടു 0 കിട്ടാതെ വേറെ മാർഗ്ഗമില്ല. സോ ഇത് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. അതായത് പി ഓഫ് ഇ എന്ന് പറയുന്നത് പി ഓഫ് എഫിനേക്കാൾ വലുതോ അല്ലെങ്കിൽ ഒന്നൊന്നിനോട് ഈക്വലോ ആയിരിക്കും കേട്ടോ. അതായത് പി ഓഫ് ഇ എന്ന് പറയുന്നത് പി ഓഫ് എഫിനേക്കാൾ വലുതോ അല്ലെങ്കിൽ ഒന്നൊന്നിനോട് ഈക്വലോ ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് പി ഓഫ് ഇ പ്ലസ് പി ഓഫ് ഇയും പി ഓഫ് എഫും വേണം കേട്ടോ. പി ഓഫ് ഇ യൂണിയൻ എഫ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മൈനസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ആണ്. തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പി ഓഫ് ഇ ഡാഷ് ഇൻ്റർസെക്ഷൻ എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു 1/3 തന്നിരുന്നു. ഇത് ആക്ച്വലി പി ഓഫ് ഇ യൂണിയൻ എഫ് ദ ഹോൾ ഡാഷ് ആണ്. ഈക്വൽ ടു 1/3. ദാറ്റ് ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറയുന്നത് 1/3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറയുന്നത് ആക്ച്വലി 2/3 കിട്ടി. ഈ 2/3 ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മൈനസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്ന 1/6 കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് എന്ന് പറയുന്ന സാധനം വലിയ ബന്ധപ്പാടുകളൊന്നുമില്ലാതെ കിട്ടും. അതുകൊണ്ട് കാര്യമില്ല, സോറി, പി ഓഫ് ഇ മൈനസ് പി ഓഫ് എഫും കൂടെ കാണാം. കാരണം നമുക്ക് പി ഓഫ് ഇയും പി ഓഫ് എഫും സെപ്പറേറ്റ് എടുക്കണം. കാരണം ഈ 6 ഇവർക്ക് രണ്ടുപേർക്കും കോമൺ അല്ല. ഇത് അവർ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? ഈ ബ്രാക്കറ്റ് ഒരിടത്തേ ഉള്ളൂ. അതാണ് എൻ്റെ പ്രശ്നം. ഈ ബ്രാക്കറ്റേ അല്ലടാ പിള്ളേരെ, അത്രയും മതിയോ? 6 ഇൻറ്റു പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് ആണ് കേട്ടോ. ശരിയാ, ഞാൻ ആ റാക്കറ്റെണ്ണം കണ്ടില്ല. സോറി ക്രിസ്റ്റഫർ സാർ, ഞാൻ പറഞ്ഞല്ലോ CCTV പോലെ ക്രിസ്റ്റഫർ സാറിനെ ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നതിൻ്റെ കാര്യം ഇതിന് വേണ്ടി തന്നെയാണ്. ഈ ബ്രാക്കറ്റ് അവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മാത്രം മതി. ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. പക്ഷേ ഞാനിത് ആക്ച്വലി ആദ്യം ചെയ്തപ്പോഴേ
പി ഓഫ് ഇയും പി ഓഫ് എഫും കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ആവേശത്തിന് കുറച്ച് ഞാൻ രണ്ടും കണ്ടുപിടിച്ചായിരുന്നു. നിങ്ങൾക്ക് ഇനി പി ഓഫ് ഇയും പി ഓഫ് എഫും കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വഴി കൂടി ഞാൻ പറഞ്ഞുതരാം. പി ഓഫ് ഇ മൈനസ് പി ഓഫ് എഫ് ദ ഹോൾ സ്ക്വയർ ആ ക്വസ്റ്റിൽ അങ്ങനെയും കൂടെ ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഈ ഇൻഫർമേഷൻ അവർ തരേണ്ട ആവശ്യമില്ല. അങ്ങനെയും കൂടെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി 6 into പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് എന്ന് ഡയറക്റ്റ് ഇട്ടതായിരിക്കും. കാരണം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തരുന്നതിൻ്റെ കാര്യം പി ഓഫ് ഇയും പി ഓഫ് എഫും ഇത് ഈ ചോദ്യത്തിൻ്റെ കാര്യമില്ല. ഈ ചോദ്യത്തിനകത്ത് 6 into ഇവിടെ കിട്ടുന്ന വാല്യൂന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞത് ഈ ചോദ്യത്തിനകത്ത് ഈ ഇൻഫർമേഷൻ കണ്ടപ്പോൾ നമ്മൾ അങ്ങനെ ഡിസൈൻഡ് ആയി കിടക്കും. പിന്നെ ഇത് 2 ലൈനിൽ വന്നോണ്ടേ 6 ഈ പി ഓഫ് ഇക്ക് മാത്രമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്ക് തോന്നിയത് കേട്ടോ. 6 into പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് ആണെങ്കിൽ അത് ആൻസർ മാറുമല്ലോ. അപ്പം ഞാൻ ആ ഒരു തെറ്റിദ്ധാരണ എനിക്ക് തോന്നിയത് ഇത് ചെയ്യാനായിട്ട് അങ്ങനെ എങ്ങാനും ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഇതിനകത്ത് പി ഓഫ് ഇ മൈനസ് പി ഓഫ് എഫ് കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷൻ അവർ തന്നിട്ടുണ്ട്. പി ഓഫ് ഇ മൈനസ് പി ഓഫ് എഫ് ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. പി ഓഫ് ഇ സ്ക്വയർ പ്ലസ് പി ഓഫ് എഫ് സ്ക്വയർ പ്ലസ് മറ്റേ 2 into പി ഓഫ് ഇ പി ഓഫ് എഫ് എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിച്ചാൽ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചൈനീസ് മാമൻ സി ക്രിസ്റ്റഫർ. എൻ്റെ പൊന്നെ. മുഹമ്മദ് സിനാൻ ചോദിച്ചിട്ടുണ്ട്, സാർ JEE മെയിൻസ് ഏത് ഷിഫ്റ്റ് ക്വസ്റ്റ്യൻ ആണ്? അതൊരു നല്ല ചോദ്യമാണ്. എടാ JEE മെയിൻസിൻ്റെ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. ഇത് നമ്മുടെ ബ്രില്യൻറ്റിൽ ഇപ്പം നടത്തിയ എക്സാം ഇല്ലേ, ഇപ്പം ഇന്ന് രാവിലെ നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതായത് ഇത് വേറെ ഒന്നും കൊണ്ടല്ല. ഇറ്റ് ഈസ് കമ്മിങ് ടു ദ ക്ലൈമാക്സ്. അതായത് നിങ്ങൾക്ക് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നമ്മുടെ അടുത്ത പിള്ളേരെല്ലാം പ്രാക്ടീസ് ചെയ്യിച്ചിട്ടുണ്ട്, ഇതൊക്കെ ശരിയാണ്. എന്നിരുന്നാലും ഇപ്പോൾ phase 1 എക്സാം കഴിഞ്ഞ് ഇപ്പോൾ phase 2 എക്സാം മാത്രം. അതിപ്പോൾ എല്ലാവരും കേരളത്തിലെ എല്ലാ കുട്ടികളും എഴുതുന്നുണ്ട്. അപ്പം നമ്മളിത് എല്ലാ കുട്ടികൾക്കായിട്ട് ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാം എന്ന് പറയുന്നത് ഞങ്ങൾ അത്യാവശ്യം അനാലിസിസ് നടത്തി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ക്വസ്റ്റ്യൻസുകളെല്ലാം നന്നായിട്ട് അനലൈസ് ചെയ്ത് നടത്തുന്ന ഒരു പരീക്ഷകളാണ്. അപ്പോൾ അത് ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ക്രിസ്റ്റഫർ സാർ ഇങ്ങനെ നോക്കി പേടിപ്പിക്കില്ലേ. ഇതിനകത്ത് 6 into അത് കണ്ടുപിടിച്ചാൽ മതി, കുഴപ്പമില്ല. അതിനുള്ള ഇൻഫർമേഷൻ പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് ഇതിനകത്ത് കണ്ടുപിടിക്കാം. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ പ്ലീസ്. ഇങ്ങനെ നോക്കരുത്. അടുത്ത ചോദ്യം. തെറ്റൊന്നുമില്ലല്ലോ. മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയാതെ മനുഷ്യരെ. അങ്ങനെയല്ല പറയണം. അടുത്ത ചോദ്യം. ദ ലൈൻ x plus 1 by minus 1 is equal to y minus 12 divided by 5 is equal to z minus 7 divided by 2 intersect the curves y z is equal to k and x is equal to 0. ഇത് കിടന്ന് കരയണ്ട. ഇത് പഠിച്ചു സാറേ, ഇത് റെക്ടാംഗുലർ ഹൈപ്പർബോളയാണ്. റെക്ടാംഗുലർ ഹൈപ്പർബോള സിലബസിൽ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കിടന്ന് വേളം വെക്കരുത്. അതും 3Dയിൽ റെക്ടാംഗുലർ ഹൈപ്പർബോള ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വേളം വെച്ച കുട്ടികളുണ്ട്. ഇത് വേറെ കാര്യമൊന്നുമില്ല. x is equal to 0 ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. x is equal to 0 ഇട്ട് കൊടുത്താൽ 0 plus 1 divided by minus 1 is equal to y minus 12 divided by 5 is equal to z minus 7 divided by 2. ഇത് രണ്ടും y minus 12 divided by 5 is equal to minus 1ഉം z minus 7 divided by 2 is equal to minus 1ഉം കൊടുത്താൽ വൈയുടെ വാല്യൂം കിട്ടും, ഇസഡിൻ്റെ വാല്യൂം കിട്ടും. വൈയുടെ വാല്യൂ ഇസഡിൻ്റെ വാല്യൂ ഇതിനകത്ത് കൊടുത്താൽ കെയുടെ വാല്യൂ കിട്ടും. ഉദിത് സാർ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ പോവാ? ശരിയാ, ഇത് ലൈവാണ്. അപ്പോൾ ദേ ആ ക്വസ്റ്റ്യൻ കുഴപ്പമില്ലല്ലോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ആലോചിക്കുന്നത് ഇതിനകത്ത് ഇസഡിൻ്റെ വാല്യൂം ഇസഡിൻ്റെ വാല്യൂം സാറേ ഇത്രയും സിമ്പിൾ ചോദ്യം വരുമോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇത്തവണത്തെ JEE മെയിൻസിന് NCERT ടെക്സ്റ്റിലെ ക്വസ്റ്റൻ അതുപോലെ ഡിറ്റോ ചോദിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ ചാപ്റ്റർ സീക്വൻസ് ആൻഡ് സീരീസ് ചോദിച്ചിട്ടുണ്ട്, പ്രോബബിലിറ്റിയും ചോദിച്ചിട്ടുണ്ട്. അത് രണ്ടും മാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ. കാരണം NCERT ബുക്ക് നമ്മൾ കാണാൻ പഠിച്ച് അത് ഒരു പരിധി ഫെമിലിയർ ആണ്. ഇത് രണ്ടും പക്കാ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഉണ്ടാവുമല്ലോ. അടുത്ത ചോദ്യം. Given that A and B are two events such that P of A is equal to 0.55, P of B is equal to 0.25 and P of A union B is equal to 0.6. P of A given B ആണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. Equal to 4 by alpha, then A equals, 4 by A, then A equals. ഇവിടെ വളരെ P of A given B എന്ന് പറയുന്നത് P of A given B എന്ന് പറയുന്നത് P of A intersection B divided by P of A intersection B divided by P of B ആണ്. That is equal to P of A intersection B എന്ന് പറയുന്നത് P of A plus P of B minus P of A union B. ഇത് ഏത് ഇക്വേഷനാണ് സാറേ എന്ന് ചോദിച്ചാൽ അത് P of A union B യുടെ ഇക്വേഷനാണ്. P of A plus P of B minus P of A intersection B കേട്ടോ, ഡിവൈഡഡ് ബൈ P of B കൊടുക്കാം. ഇൻഫർമേഷൻസ് എല്ലാം തന്നിട്ടുണ്ടല്ലോ, എല്ലാ ഇൻഫർമേഷൻസും ഇല്ലേ. സെറ്റ് P of A union B ഉണ്ട്, P of A ഉണ്ട്, P of B ഉണ്ട്, അതുകൊണ്ട് P of B ഡിനോമിനേറ്ററിലുണ്ട്. നോ ഇഷ്യൂസ്. അടുത്ത ചോദ്യം. ഇതിപ്പോൾ 5-നപ്പുറത്തേക്കായേ. എത്രാമത്തെ ക്വസ്റ്റൻ ആയി സാറേ?
27, 3 ദിവസത്തിനോടെ ഉള്ളൂ. അപ്പോൾ 5-നപ്പുറത്തേക്കായി. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള സഫീഷ്യൻറ്റ് ചോദ്യമായി. ദ പ്രോബിലിറ്റി ഓഫ് എ മാൻ ഹിറ്റിംഗ് എ ടാർഗറ്റ് ഇൻ 1 fire is 1/4. He fires n times at the target in order that his chance of hitting the target at least once will exceed 2/3. Then the least value of n is. ഇവിടെ വളരെ ആ ചോദ്യത്തിനകത്ത് സക്സസ് ഇത് ബൈനോമിയൽ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ബൈനോമിയൽ തിയറം എന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ തിയറം. ഈ ടേംസ് എല്ലാം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. നമുക്ക് നമ്മുടെ പ്രോബബിലിറ്റിയിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കാര്യം സിലബസിൽ എഴുതിയിട്ടില്ല. എന്നിരുന്നാലും റാൻഡം വേരിയബിൾ ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സാധനം ഉള്ളത് കൊണ്ട് ബൈനോമിയലും കൂടെ ചെറുതായിട്ട് അറിഞ്ഞിരുന്നാൽ ഒരുപാട് കൺവീനിയൻസ് ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞിപ്പോൾ അറിയത്തില്ല, അതൊരു അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല. 1 fire പ്രോബിലിറ്റി 1/4 ആണ്. അപ്പോൾ ഫെയിലിയർ ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 3/4 അവർ തന്നിട്ടുണ്ട്. ഹിറ്റിംഗ് ദ ചാർജസ് അറ്റ്ലീസ്റ്റ് വൺസ്, പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 സക്സസ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2/3 എന്നാണ് അവർ തന്നിരിക്കുന്നത്. സോ പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് നോട്ട് എക്സ് ഡാഷ് എന്ന് പറയുന്നത് എക്സ് ഡാഷ് ഈക്വൽ ടു 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2/3 1 മൈനസ് സക്സസ് എന്ന് പറയുന്നതിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ഞാൻ എഴുതിക്കൊള്ളാം. സോ 1 മൈനസ് NC0 0 സക്സസ് എന്ന് പറയുന്നത് 0 സക്സസ് 1 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാമല്ലോ. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2/3. ഇങ്ങനെയല്ലേ എഴുതുന്നത് പ്രോബിലിറ്റി. അതായത് 0 സക്സസിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 മൈനസ് 0 സക്സസ് എന്ന് പറയുന്നത് തന്നെയാണ് 1 മൈനസ് NC0 Q റൈസ് ടു n മൈനസ് 0 ഇൻറ്റു P റൈസ് ടു 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2/3. വിൽ എക്സീഡ് 2/3 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2/3 എന്നല്ലേടാ വളരെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ അശോക് കേട്ടാ? എക്സീഡ് 2/3 എന്ന് പറയുമ്പോഴത്തേനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2/3. കുഴപ്പമില്ല, സക്സസ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ്. ഇതൊരു ക്ലാസ് ചോദ്യമായിരുന്നേ. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചില്ല അല്ലേ? Let O be an interior point of triangle ABC such that 2 into OA plus 5 into OB plus 10 into OC is equal to 0. If the ratio of the area of triangle OAB is equal to area of triangle ABC is OAB to area of ABC is P by Q, where O is the origin and P and Q are co-prime natural numbers, then Q minus P is equal to ഇത് A, ഇത് B, ഇത് C, ഇത് O, ഇത് OA, ഇത് OB, ഇത് OC. ഓയിനെ ഞാൻ ചുമ്മാ ഒറിജിനായിട്ട് എടുത്തതിന് ശേഷം ഇത് വെക്ടർ എ എന്നും ഇത് വെക്ടർ ബി എന്നും ഇത് വെക്ടർ സി എന്നും വിളിച്ചാൽ ഏരിയ ഓഫ് OAB ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ABC ഈക്വൽ ടു P by Q. ദാറ്റ് ഇംപ്ലൈസ് ഇവിടെ പിള്ളേരെ OABയുടെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് A ക്രോസ് B ആണ്. ഡിവൈഡഡ് ബൈ ഈ 3 ട്രയാങ്കിളിനെ കൂടെ ഏരിയ ആഡ് ചെയ്യുമ്പോഴത്തേനും ആണല്ലോ ABCയുടെ ഏരിയ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് A ക്രോസ് B പ്ലസ് ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് B ക്രോസ് C പ്ലസ് ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് മോഡുലസ് അല്ല മാഗ്നിറ്റ്യൂഡ് ഓഫ് C ക്രോസ് A. 1/2 1/2 1/2 മേളത്തേട് ക്യാൻസൽ ആയിപ്പോവും. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർ തന്നിരിക്കുന്ന കണ്ടീഷൻ ഇല്ലേ 2A പ്ലസ് 5B പ്ലസ് 10C ഈസ് ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിനും ഞാൻ B വെച്ച് ക്രോസ് എടുക്കും. 2 ഇൻറ്റു അല്ലെങ്കിൽ ഞാനിത് ഇതിനെല്ലാത്തിനും ഞാൻ ഒരു C A ക്രോസ് B നമുക്കറിയാം. നമുക്ക് A ക്രോസ് C കണ്ടുപിടിക്കാം. A ക്രോസ് C കണ്ടുപിടിക്കാൻ ഞാൻ C വെച്ച് ക്രോസ് എടുത്താൽ 2 ഇൻറ്റു A ക്രോസ് C പ്ലസ് 5 ഇൻറ്റു B ക്രോസ് C പ്ലസ് 0 ഈസ് ഈക്വൽ ടു 0. സൈന C ക്രോസ് C 0 ആണ്. സോ A ക്രോസ് C എന്ന് പറയുന്നത് മൈനസ് 5/2 ഇൻറ്റു B ക്രോസ് C എന്ന് കിട്ടും. അയ്യോ, A ക്രോസ് സിയും B ക്രോസ് സിയും നമ്മളുടെ റിലേഷൻ കിട്ടത്തില്ല. അപ്പോൾ A ക്രോസ് B കണ്ടുപിടിക്കണം. B വെച്ച് ക്രോസ് പ്രോഡക്റ്റ് 2A ക്രോസ് B പ്ലസ് 0 പ്ലസ് 10C ക്രോസ് B ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ A ക്രോസ് B എന്ന് പറയുന്നത് ഇത് അപ്പുറത്തേക്ക് പോകുമ്പം 10 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു B ക്രോസ് C എന്ന് കിട്ടും. C ക്രോസ് B അപ്പുറത്തേക്ക് പോകുമ്പോൾ B ക്രോസ് C ആയിക്കോളും മൈനസ് അല്ലേ. അപ്പോൾ ഈ A ക്രോസ് ബിക്കും പകരം എന്തിട്ട് കൊടുക്കാം 10/2 ഇൻറ്റു B ക്രോസ് C ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ C വെച്ചൊന്ന് ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ 2 ടൈംസ് A ക്രോസ് C പ്ലസ് 5 ടൈംസ് B ക്രോസ് C പ്ലസ് 0 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടാം. C ക്രോസ് C 0 ആണ്. സോ A ക്രോസ് C എന്ന് പറയുന്നത് മൈനസ് 5/2 ഇൻറ്റു B ക്രോസ് C എന്ന് കിട്ടും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇപ്പോൾ ഈ A ക്രോസ് Bക്ക് വരും ശരി ഇതാ ഈ A ക്രോസ് Bക്ക് വരും ഈ വാല്യൂ ഇട്ട് കൊടുക്കും. ഇതാ ഈ A ക്രോസ് Cക്ക് വരും അല്ലെങ്കിൽ C ക്രോസ് Aക്ക് വരും മൈനസ് ഓഫ്
എന്നിട്ട് കൊടുക്കും എ ക്രോസ് ബിക്ക് വരും. എ ക്രോസ് സിക്ക് വരെ നമ്മൾ എന്തിട്ട് കൊടുക്കും -5/2 ബി ക്രോസ് സി. മോഡുലസ് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ എ ക്രോസ് ബിക്ക് വരും എന്നിട്ട് തന്നെ കൊടുക്കും ഇതാ ഈ വാല്യൂ കൊടുക്കും. ബി ക്രോസ് സി ബി ക്രോസ് സി ബി ക്രോസ് സി എല്ലായിടത്തും വരും. അതെല്ലാം ക്യാൻസൽ ഔട്ട് ആയി പോകും. ആൻസർ കിട്ടിക്കോളും. പിയും ക്യൂ. ക്ലിയർ? എല്ലാവരും വല്ലതും പറയുന്നുണ്ടോ സാറേ? പക്ഷേ കേട്ടാ നോ ഇഷ്യൂസ്. ചൈനീസ് മാമൻ മൻസാർ നോ ആൻസർ. എന്താ താങ്ക്സ്. ഏതിനെങ്കിലും ആൻസർ കിട്ടാത്തയാണോടാ? അല്ല അല്ലല്ലോ അല്ലേ? സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ആൽഫ ബീറ്റ ഗാമ ബി 3 angles which a line makes with the positive direction of coordinate axis. എടാ പിള്ളേരെ, ഈ എല്ലാ LMN അല്ലേ പറഞ്ഞിരിക്കുന്നത്? L is equal to cos alpha, M is equal to cos beta, N is equal to cos gamma. L square plus M square plus N square is equal to 1. That implies cos square alpha plus cos square beta plus cos square gamma എന്ന് പറയുന്നത് 1 ആണ്. സോ 1 മൈനസ് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് 1 മൈനസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് 1 മൈനസ് സൈൻ സ്ക്വയർ ഗാമ എന്ന് പറയുന്നത് 1 കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഗാമ ഈക്വൽ ടു 2. ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. തീർന്നില്ലേ? ഒരെണ്ണോടെ ഉണ്ട്. സോറി, 2 ഒരെണ്ണോടെ ഉണ്ട്. A 2i plus j plus 2k, then the value of I cross a cross I the whole square plus j cross a cross j the whole square plus k cross a cross k the whole square. ഇവിടെ വളരെ I cross a cross I എന്ന് പറയുന്നത് ഇത് ചോദിക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എ ക്രോസ് എയും ഐയും കൂടെയുള്ള ക്രോസ് പ്രൊഡക്റ്റ് എടുത്തതിന് ശേഷം ഐയുമായിട്ട് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം ദ സിലബസ്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇത് വെക്ടർ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് പോലെ I ഡോട്ട് I ഇൻറ്റു എ മൈനസ് I ഡോട്ട് എ ഇൻറ്റു ഐ. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഐ ഡോട്ട് ഐ എന്ന് പറയുന്നത് 1 എ മൈനസ് ഐ ഡോട്ട് എ എന്ന് പറയുന്നത് ഐ ഡോട്ട് എ എന്ന് പറയുന്നത് 2 അല്ലേ? 2i എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് എ മൈനസ് 2i. എ മൈനസ് 2i എന്ന് പറയുന്നത് ഈ ടേം മാത്രം പോകും, ജെ പ്ലസ് 2k. അപ്പം നമ്മുടെ രണ്ടാമത്തെ ടേം ജെ ക്രോസ് എ ക്രോസ് ജെ എന്ന് പറയുമ്പോൾ ജെയുടെ ഉള്ള ടേം മാത്രം പോകും, 2i പ്ലസ് 2k. അതുപോലെ തന്നെ കെ ക്രോസ് എ ക്രോസ് കെ എന്ന് പറയുമ്പം കെ ഉള്ള ടൈം മാത്രം പോകും, 2i പ്ലസ് ജെ. 3 വെക്ടറുകളായി മോഡുലസ് എടുത്ത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ മതി. സെറ്റ്. ആൻഡ് ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കും. ഇമാതിരി ചോദ്യങ്ങളാണ് നമുക്ക് ലവ് ഫ്രം കുമളി. ഇവിടെ വളരെ ഇമാതിരി ചോദ്യങ്ങളാണ് നമുക്ക് JEE മെയിൻസിന് ചോദിക്കാനുള്ളത്. അതായത് നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടെ ഇതിനകത്ത് കൺസെപ്റ്റ് എല്ലാം പറയുന്നുണ്ട്. അതാണ് ഞങ്ങൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്നുള്ള കൺസെപ്റ്റാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് സൊല്യൂഷൻ കീ കറക്ഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ നിങ്ങളുടെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കീയിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. പിന്നെ ടൈം കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം പ്രശ്നമാണ്. സോ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് ഇറ്റ് അപ്പ്. നമുക്ക് ലൈവ് വൈൻഡ് അപ്പ് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഇൻചാർജായ ആശിഷ് സാറും കൂടെ വന്നിട്ടുണ്ട്. ആശിഷ് സാറും ക്രിസ്റ്റഫർ സാറും അശോകേട്ടനും കൂടി ലൈവ് അങ്ങ് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. മോഡൽ എക്സാം ആദ്യത്തെ, അതായത് ഈ ഒരു സെനാരിയോയിലുള്ള ആദ്യത്തെ മോഡൽ എക്സാം ആയിരുന്നു. നിങ്ങൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ചെയ്യണം, നന്നായിട്ട് കൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കണം. ഈ ഒരു യൂണിറ്റിൻ്റെ മോഡൽ എക്സാം ആയിരുന്നു. സോ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇസ് വൈൻഡിങ് അപ്പ്. താങ്ക് യു.